മക്കളെ വേടാ നമ്മളെ +1 നമ്മൾ അത്യാവശ്യം ലെങ്ത്തുള്ളൊരു ചാപ്റ്റർ, പക്ഷെ പഠിക്കാനോ ഭയങ്കര എളുപ്പം. ഏത് നമുക്കൊരു 5ാം ക്ലാസ് 6ാം ക്ലാസ് കുട്ടിക്ക് അത്ര ഉണ്ടല്ലേ, ഒരു 8ാം ക്ലാസ് 9ാം ക്ലാസ് കുട്ടിക്ക് കൊണ്ട് ഇട്ട് കൊടുത്താലും സിമ്പിളായിട്ട് ആ കുട്ടി മാർക്ക് സ്കോർ ചെയ്യുന്ന ഒരു ചാപ്റ്റർ, ദാറ്റ് ഈസ് മോർഫോളജി ഓഫ് ഫ്ലവറിങ് പ്ലാന്റ്സ്. മക്കളെ ഒന്ന് ശ്രദ്ധിക്കുക, ഫ്ലവറിങ് പ്ലാന്റ്സ് ദാറ്റ് ഈസ് ആൻജിയോസ്പേമിനെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, നമ്മൾ പ്ലാന്റ് കിങ്ഡത്തിൽ ബാക്കി പഠിച്ചാണ്. മോർഫോളജി എന്ന് പറഞ്ഞാൽ ഒരാളുടെ എക്സ്റ്റേണൽ ഫീച്ചർ, എക്സ്റ്റേണൽ പുറത്ത് കാണാൻ എങ്ങനെ, പിന്നെ കുറിച്ച് പറ, ഞാൻ കാണാൻ ഭയങ്കര ലുക്ക് ചൊർക്ക് അല്ലേ, അങ്ങനെ എക്സ്റ്റേണൽ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുക. ഒരാളുടെ എക്സ്റ്റേണൽ, ഇൻറ്റേർണലിലേക്ക് പോകില്ല, ദാറ്റ് ഈസ് മോർഫോളജി. നമുക്ക് ചാപ്റ്ററിലേക്ക് ഒന്ന് പോയാലോടെ മുത്തുമണികളെ. എന്നാ ഈ ചാപ്റ്ററിലേക്ക് തുടക്കത്തിൽ തന്നെ നമുക്ക് ഒരാളെ മറക്കാൻ പറ്റൂല, നമ്മളെ കത്രീന ചേച്ചി, കാത്രിൻ എസ്. ഈ ചേച്ചിയെക്കുറിച്ച് പൊതുവേ സാധാരണ സ്കൂളുകളിലൊക്കെ വളരെ റെയറായിട്ട് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടാവുള്ളൂ. എന്നിരുന്നാലും നമ്മൾ ഈ ചേച്ചിയെക്കുറിച്ച് ഒന്ന് മനസ്സിലാക്കണം. ഈ ചേച്ചി നമുക്കൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം പറഞ്ഞു തന്നിട്ടുണ്ട്, ശ്രദ്ധിക്കണം. കേളി ടോപ്പ് വൈറസ്. എന്ത് വൈറസാണ് മക്കളെ? കേളി ടോപ്പ് വൈറസ്. ഈ വൈറസ് സ്പ്രെഡ് ചെയ്യുന്നത് ചെടികളിൽ ഉണ്ടാവുന്ന ഒരു വൈറസാണ്, ചെടികളിൽ അസുഖം വരുത്തുന്ന ഒരു വൈറസാണ്. ഇത് സ്പ്രെഡ് ചെയ്യുന്നത് ഫ്ലോയം ടിഷ്യൂ വഴിയാണ്. ഏത് വഴിയാണടാ? ഫ്ലോയം ടിഷ്യൂ. ഇത് നമ്മളോട് ആദ്യമായിട്ട് പറഞ്ഞ നമ്മളുടെ റെസ്പെക്റ്റഡ് ആയിട്ടുള്ള ആളാണ് കത്രീന ചേച്ചി, കാത്രിൻ എസ്. ഓക്കെ അല്ലേ? ഒരുപാട് പ്ലാന്റിൻ്റെ അനാട്ടമിയെക്കുറിച്ചൊക്കെ ബുക്ക് എഴുതിയിട്ടുള്ള ആളാണ് കാത്രിൻ എസ്. ഷീസ് ഫ്രം ഉക്രൈൻ. ഓക്കെ അല്ലേ മക്കളെ? ഇനി നമുക്ക് ചാപ്റ്ററിൻ്റെ ഉള്ളിലേക്ക് വരാം. എന്നടാ മുത്തുമണികളെ, എന്നാ ചാപ്റ്ററിലേക്ക് ശ്രദ്ധിക്കുക. ആദ്യം സാർ ഒരു സാധനം എടുക്കാം. നമ്മൾ ഈ പുട്ടിൻ്റെ കൂടെ ഒക്കെ തിന്നുന്ന കടലക്കല്ലേ, കടല ആ ബ്രൗൺ കളർ, ആ കടല സാറ് നടുവിനെ പൊളിച്ചപ്പോൾ ഇങ്ങനെ ഒരു ഷേപ്പിൽ വന്ന്, കുഴപ്പമില്ലല്ലോ. ഇതിൻ്റെ ഈ നടുഭാഗത്ത് മേലക്കും ഒരു പൊന്തൽ, താഴത്തേക്കും ഒരു പൊന്തൽ, കുഴപ്പമില്ല. ഈ മേലക്കുള്ള ഈ പൊന്തലിനെ സാറ് കൊടുത്ത പേരാണ് പ്ലിമ്യൂൾ. സാറേ ഇപ്പോൾ എന്തിൻ്റെ ചിത്രമാണ് സാർ ഈ വരയ്ക്കുന്നത്? സാറ് വരയ്ക്കുന്നത് സീഡാണ് കേട്ടോ. നമ്മളെ കടലക്കനെ വിചാരിച്ചാൽ മതി, കടല. അപ്പോൾ മക്കളെ താഴത്തേക്കുള്ള, അതായത് ചെടി വളർന്നു വരിക, സീഡിൽ നിന്ന് വളർന്നു വരിക, അപ്പോൾ ഉള്ളതാണ്. താഴോട്ടുള്ള ഈ സാധനമാണ് റാഡിക്കിൾ. അപ്പോൾ 2 സാധനങ്ങളാണ്, മുകളിലേക്ക് പ്ലിമ്യൂൾ, താഴേക്ക് റാഡിക്കിളും വളരും. ഓക്കെ, പിന്നെ ഈ 2 സാധനങ്ങളുണ്ടല്ലോ, ഈ രണ്ട് ഉണ്ടകൾ ഇവരാണ് നമ്മുടെ കാട്ടിലിഡൻ. അപ്പോൾ സാറേ ഇത് കണ്ട ഉടനെ ഞങ്ങൾക്ക് തോന്നുകയാണ് ഇത് 2 കോട്ടിലിഡൻ, സോ ഡൈ കോട്ടിലിഡൻ സീഡാണ്. ജസ്റ്റിൻ്റെ മക്കളൊന്നും ഇത് മനസ്സിലാക്കുക, പ്ലിമ്യൂൾ, റാഡിക്കിൾ, ഈ സാധനങ്ങളൊന്ന് മനസ്സിലാക്കുക. ഓക്കെ സാറേ, എന്തിനാണ് ഇപ്പോൾ സാർ ഇത് ഞങ്ങളോട് പറഞ്ഞത്? എന്നാ ഇതുണ്ടെങ്കിലേ നമുക്ക് ഈ ചാപ്റ്ററിലേക്ക് കടക്കാൻ പറ്റുള്ളൂ. മക്കളെ, റൂട്ട് ഒരു പ്ലാന്റിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് സാധനമാണ് അതിൻ്റെ റൂട്ട്. സാധാരണഗതിയിൽ റൂട്ട് എവിടെ നിന്നാണ് അറൈസ് ചെയ്യുക? റൂട്ട് റൈസ് ഫ്രം മക്കളെ പൊട്ടിക്കട എവിടെ നിന്നാടാ? റാഡിക്കിൾ. അപ്പം എൻ്റെ മക്കൾ ചോദിക്കും ഈ റാഡിക്കിൾ എവിടെയുള്ളത്? അതിനാണ് സാർ ഈ ചിത്രം വരച്ചു തന്നത്. അപ്പോൾ പറടാ, റൂട്ട് അറൈസ് ഫ്രം റാഡിക്കിൾ. അങ്ങനെ ആദ്യം അറൈസ് ചെയ്യുന്ന റൂട്ടിനെ നമ്മൾ വിളിക്കും പ്രൈമറി റൂട്ട്. എന്താടാ വിളിക്കുക? പ്രൈമറി റൂട്ട്. ഇപ്പോൾ സാർ വെറുതെ ഒരു ചിത്രം വരയ്ക്കുക, ഇതാണ് ആദ്യം അറൈസ് ചെയ്ത റൂട്ട് എന്ന് വിചാരിക്കുക. ദിസ് ഈസ് പ്രൈമറി റൂട്ട്. ഇനി അവിടുന്ന് ഒരു ബ്രാഞ്ച് ഉണ്ടായി, സോ ദിസ് ഈസ് സെക്കൻഡറി റൂട്ട്. അവിടുന്ന് ആ സെക്കൻഡറി റൂട്ടിൽ നിന്ന് വീണ്ടും ഒരു ബ്രാഞ്ച് ഉണ്ടായി, ദിസ് ഈസ് ടെർഷ്യറി റൂട്ട്. അപ്പോൾ ഈ ഒരു ഇത്രയും ഭാഗം ഉണ്ടല്ലോ, ഈ ഒരു ഇത്രയും ഭാഗം ഇവരെ വേണമെങ്കിൽ, അതായത് സെക്കൻഡറി ടെർഷ്യറി ഒക്കെ റൂട്ടില്ലേ, അവരെ വേണമെങ്കിൽ നമുക്ക് എന്ത് റൂട്ട് എന്ന് വിളിക്കാം? ലാറ്ററൽ റൂട്ട് എന്ന് വേണമെങ്കിൽ വിളിക്കാം. അപ്പോൾ ലാറ്ററൽ റൂട്ടിൽ ആരൊക്കെയുള്ളത്? ഇത് നമ്മുടെ പ്രൈമറി റൂട്ടാണ്. അവിടുന്ന് അറൈസ് ചെയ്ത ഈ സാധനം നമ്മുടെ സെക്കൻഡറി റൂട്ടാണ്. അതിമെന്ന് അറൈസ് ചെയ്ത ഈ സാധനം നമ്മുടെ ടെർഷ്യറി റൂട്ടാണ്. ഇങ്ങനെ ഇട്ടാൽ മക്കൾക്ക് മനസ്സിലാവില്ല, പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി. ഐഡിയ കിട്ടിയല്ലോ? റൂട്ട് അറൈസ് ഫ്രം റാഡിക്കിൾ. സോ ഫസ്റ്റ് അറൈസിങ് റൂട്ടിനെ നമ്മൾ എന്ത് വിളിക്കും? പ്രൈമറി റൂട്ട്. അതിൻ്റെ ബ്രാഞ്ച് സെക്കൻഡറി റൂട്ട്. അവിടുന്ന് പോയാൽ ടെർഷ്യറി റൂട്ട്. സെക്കൻഡറിനെയും ടെർഷ്യറിനെയും ഒക്കെ പാടെ നമുക്ക് എന്ത് വിളിക്കാം? ലാറ്ററൽ റൂട്ട് എന്ന് വേണമെങ്കിൽ വിളിക്കാം. സെറ്റല്ലേ മക്കളെ? സെറ്റാണ്, ഉറപ്പായിട്ടും അത് സെറ്റാണ്. അങ്ങനെയാണെങ്കിൽ സാറിൻ്റെ മക്കൾ ഒന്നും കൂടെ സാറിനൊന്ന് ശ്രദ്ധിക്കണം. റൂട്ട് കഴിഞ്ഞിട്ടില്ല. റൂട്ടിൽ 3 ടൈപ്പ് റൂട്ടുകളുണ്ട്. ഒന്ന് ടാപ്പ് റൂട്ട്,
നമുക്കറിയാം സാധാരണഗതിയിൽ ടാപ്പ് റൂട്ട് കാണുന്നത് ഡൈക്കോട്ടിലൊക്കെയാണ്, ഡൈക്കോട്ട് പ്ലാന്റ്സിലാണ്, ഡൈക്കോട്ടിലിഡനസ് പ്ലാന്റ്സിലാണ് കാണുക. അതിന് എക്സാമ്പിളായിട്ട് നമുക്ക് വേണമെങ്കിൽ ആരെ പറയാം, മസ്റ്റാർഡിനെ പറയാം. മസ്റ്റാർഡിൻ്റെ റൂട്ടൊക്കെ ടാപ്പ് റൂട്ടുകളാണ്. ടാപ്പ് റൂട്ട് കട്ടിയുള്ള നീളത്തിലുള്ള പ്രൈമറി റൂട്ടൊക്കെയാണ്. അങ്ങനെ ഗജ ഗില്ലാട്ടി വീരന്മാർ പറിച്ചാൽ ഇങ്ങനെ തമർന്ന് നിൽക്കുന്ന റൂട്ട്, ദാറ്റ് ഈസ് ടാപ്പ് റൂട്ട്. ഇങ്ങനെ നീളത്തിൽ സ്റ്റഡി ആയിട്ടൊക്കെ ഉണ്ടാവും. എടാ ഇനി അല്ലാത്ത മറ്റൊരു റൂട്ടിനെ കുറിച്ച് നമുക്കൊന്ന് പറയാം മക്കളെ. എന്നാ പിടിച്ചോ. അഡ്വൻറ്റീഷ്യസ് റൂട്ട്, വെരി ഇമ്പോർട്ടൻറ്റ്. അഡ്വൻറ്റീഷ്യസ് റൂട്ട് അതേപോലെ തന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് റൂട്ടാണ്. അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഫൈബ്രസ് റൂട്ട്. എടാ മുത്തുമണികളെ, എന്നാടാ ആദ്യം സാർ ഫൈബ്രസ് റൂട്ട് ഒന്ന് പറയാം, എന്നിട്ട് ഇങ്ങോട്ട് വരാം. നോക്കിക്കോ അണ്ണനെ നോക്കിക്കോ, ചില്ലറക്കാരനല്ല. ഫൈബ്രസ് റൂട്ട് എങ്ങനെ ഉണ്ടാവുന്നത് അതിലൊന്ന് നോക്കാം. ആദ്യം ഉണ്ടായ റൂട്ട്, ദാറ്റ് ഈസ് പ്രൈമറി റൂട്ട് ഉണ്ടാവുമല്ലോ. മക്കൾ പറടാ, പ്രൈമറി റൂട്ട് ഉണ്ടാവുന്ന റാഡിക്കൽ എന്നല്ലേ? അതെ, പ്രൈമറി റൂട്ട് ഉണ്ടായിട്ട് ഇറ്റ് ഈസ് ഷോർട്ട് ലീവ്ഡ്. പ്രൈമറി റൂട്ട് ഈസ് ഷോർട്ട് ലീവ്ഡ്. കുറച്ച് കാലേ പ്രൈമറി റൂട്ട് ഉണ്ടാവുള്ളൂ. അപ്പോൾ പിന്നെ ഷോർട്ട് ലീവ്ഡ് പറഞ്ഞാൽ ഉണ്ടായി മരിച്ചുപോയി കഴിഞ്ഞ് അതിൻ്റെ കഥ കഴിഞ്ഞ്. അപ്പോൾ പിന്നെ ഇവിടുന്ന് ബാക്കി റൂട്ട് ഉണ്ടാവുക. പിന്നെ ഫൈബ്രസുകൾ ഉണ്ടാവും. ഫൈബ്രസ് റൂട്ട് നാര് പോലെ ഉണ്ടാവും. ഫൈബ്രസ് റൂട്ട് അറൈസ് ഫ്രം എവിടുന്നാണ് ഈ ഫൈബ്രസ് റൂട്ട് അറൈസ് ചെയ്യുന്നത് വെച്ചാൽ ബേസ് ഓഫ് സ്റ്റെമ്മിൻ്റെ ഏറ്റവും അടിഭാഗത്ത് നിന്ന്. അതാ റൂട്ട് ആദ്യം ഉണ്ടായ റൂട്ട് നശിച്ചുപോയി. നമ്മളെന്ത് ചെയ്യുക, ഒന്നും ചെയ്യേണ്ട, സ്റ്റെമ്മിൻ്റെ അടിയിൽ നിന്ന് കുറേ നാര് പോലെ ഇങ്ങനെ റൂട്ട് കിടക്കുന്നുണ്ടാവും. എൻ്റെ മക്കൾക്ക് അറിയടോ, അങ്ങനെയുള്ള റൂട്ടാണ് ഫൈബ്രസ് റൂട്ട്. അതിൻ്റെ എക്സാമ്പിളായിട്ട് നമുക്ക് കൊടുക്കാം വീറ്റ്. മക്കൾക്ക് ഗ്രാസ് ഒക്കെ ഓർമ്മയിൽ വന്നിട്ടുണ്ടാവും, കുഴപ്പമില്ല, ഇനിയും പറയാം. എടാ നെക്സ്റ്റ്, വാട്ട് അബൌട്ട് അഡ്വൻറ്റീഷ്യസ് റൂട്ട്. ഇത് ചില്ലറക്കാരനല്ല, ഇവൻ കുറച്ച് നമ്മളെ മെനക്കെടുത്തു. നോക്കടാ, റൂട്ട് സാധാരണ അറൈസ് ചെയ്യുന്നത്, അതിലിപ്പം ഫസ്റ്റ് റൂട്ട് അറൈസ് ചെയ്യുന്ന റാഡിക്കൽ എന്നാണ്, ഇതിലെന്തായാലും റൂട്ട് അറൈസ് ചെയ്യുന്ന റാഡിക്കൽ എന്നാണ്. അഡ്വൻറ്റീഷ്യസ് റൂട്ട് എന്ന് പറഞ്ഞാൽ റൂട്ട് അറൈസ് other than റാഡിക്കൽ എന്നല്ലാണ്ട് റൂട്ട് അറൈസ് ചെയ്താൽ ഓനെ വിളിക്കണ പേരാണ് അഡ്വൻറ്റീഷ്യസ് റൂട്ട്. നമ്മളെ ആൽമരല്ലടാ, ആൽമരത്തിൽ നിന്ന് മേലെന്നൊക്കെ ഇങ്ങനെ ഒരു സാധനം ഇങ്ങനെ തൂങ്ങി കിടക്കണോ, അത് ആൽമരത്തിൻ്റെ റൂട്ടാണ്. മക്കളെ എന്നാ പിടിച്ചോ, എക്സാമ്പിൾ പിടിച്ചോ. ബനിയൻ ട്രീ monstera, grass. മക്കളെ ഇതൊക്കെയാണ് അഡ്വൻറ്റീഷ്യസ് റൂട്ടിൻ്റെ എക്സാമ്പിൾ. വാട്ട് അബൌട്ട് അഡ്വൻറ്റീഷ്യസ് റൂട്ട് അറൈസ് other than radical. സെറ്റാണ്. എന്നാ ശ്രദ്ധിച്ചോ, റൂട്ടിൻ്റെ ഫങ്ഷൻസ്. LKG കുട്ടിയാണോ അല്ലേ? LKG കുട്ടികൾ പറയും മക്കളെ പറയടാ, പ്രൊട്ടക്ഷൻ, അതായത് നല്ല ഫോമായിട്ട് നിൽക്കാൻ സഹായിക്കും. ഓക്കെ, അതേപോലെ തന്നെ ഇവർക്ക് വാട്ടറും മിനറൽസും ഒക്കെ എന്ത് ചെയ്യുക, മേലോട്ട് കൊണ്ടുപോകാം. പ്രൊട്ടക്ഷനുള്ള സപ്പോർട്ട് എന്ന് പറയാം അല്ലേ? ഫസ്റ്റ് ഇത് സപ്പോർട്ട്, പിന്നെ വാട്ടറും മിനറൽസും ഒക്കെ മേലോട്ട് കയറ്റി കൊണ്ടുപോകാനൊക്കെ ഹെൽപ്പ് ചെയ്യും. ഇസ് ഇറ്റ് ക്ലിയർ? ദാറ്റ്സ് അബൌട്ട് ദ റൂട്ട്. മക്കളെ അങ്ങനെയാണെങ്കിൽ എൻ്റെ മക്കൾക്ക് ഈ ഒരു ചിത്രത്തിലേക്ക് നമുക്കൊന്ന് പോവാം. ഇത് ഒരു ചെടിയുടെ മുഴുവൻ ഫോട്ടോ ആണ്. ജസ്റ്റ് ഇതൊന്ന് നോക്കിയേ, കണ്ടോ? ഫ്ലവർ, ഫ്രൂട്ട്, സ്റ്റെമ്മ്, ലീഫ്, ഷൂട്ട് സിസ്റ്റം ഉണ്ട്. ഈ താഴെ ഭാഗമാണ് റൂട്ട് സിസ്റ്റം. കണ്ടോ? അതിൽ പ്രൈമറി റൂട്ടുകളെ പറയുന്നുണ്ട്, സെക്കൻഡറി റൂട്ടുകളെ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, ആ വക കാര്യങ്ങളൊക്കെ ഉണ്ട്. ജസ്റ്റ് ഒന്ന് നോക്കി വിട്ടാൽ മതി, ഒരു കാര്യമില്ല. എന്നാൽ ഈ ചിത്രം നോക്കടാ, ദിസ് ഈസ് ദ ടാപ്പ് റൂട്ട് സിസ്റ്റം നീളത്തിൽ. ദിസ് ഈസ് ദ ഫൈബ്രസ് റൂട്ട് സിസ്റ്റം ആൻഡ് ദിസ് ഈസ് അഡ്വൻറ്റീഷ്യസ് റൂട്ട്. അയ്യോ സാറേ, ഇതിലെവിടെ? ഈ ഒരു ഭാഗം കണ്ടോ? എൻ്റെ മക്കൾ കണ്ടോ? ദാറ്റ് ഈസ് അഡ്വൻറ്റീഷ്യസ് റൂട്ട്. other than radical. മതി. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഈ കുഞ്ഞിരാപ്പനാണ്. നാ നോക്കിക്കോ, ഈ ടോപ്പിക്കാണ് regions of roots. എടാ, റൂട്ടിൻ്റെ റീജിയൻസ് ഓഫ് റൂട്ടിൻ്റെ റീജിയൻസ് ഏതൊക്കെയാണ്? റൂട്ടിനും റീജിയൻസ് എന്താ? ഈ ചിത്രം കണ്ട് പഠിക്കട മുത്തുമണികളെ, ഇതിലപ്പുറത്തേക്ക് ഒന്നും പോണ്ട. 3 റീജിയൻ ആണുള്ളത്. ഞാൻ നോക്കിക്കോ, റീജിയൻ ഓഫ്
മെച്ചുറേഷൻ, വലിയ ആള് മെച്ചുറേഷൻ, ഇത് റൂട്ടാണ് കേട്ടോ, ഇത് റൂട്ടിന്റെ കഷ്ണാണ്. റീജിയൻ ഓഫ് മെച്ചുറേഷൻ. സെക്കൻഡ് വൺ റീജിയൻ ഓഫ് ഇലോങ്ങേഷൻ. മറക്കാൻ പാടില്ല 3 റീജിയൻ. ഇതറിയാത്തവൻ +1 പരീക്ഷയ്ക്ക് പോവണ്ടെന്നേ സാറ് പറയുള്ളൂ. റീജിയൻ ഓഫ് മെച്ചുറേഷൻ, റീജിയൻ ഓഫ് ഇലോങ്ങേഷൻ, റീജിയൻ ഓഫ് മെരിസ്റ്റമാറ്റിക് ആക്ടിവിറ്റി. ഇതാണ് 3 റീജിയൻ. ഇനി മെരിസ്റ്റമാറ്റിക് ആക്ടിവിറ്റിൻ്റെ അടിയിൽ റൂട്ട് ക്യാപ്പ് ഉണ്ടാവും. അപ്പോൾ സാറേ 3 റീജിയനൊക്കെ ഞങ്ങൾ പഠിച്ചു. അപ്പോൾ ഈ റൂട്ട് ക്യാപ്പോ എന്താ നോക്കിട്ടാ, എന്താ റൂട്ട് ക്യാപ്പ് ഇല്ലതാ സാർ ഇവിടെ എടുത്ത് എഴുതാം. മക്കളെ റൂട്ട് ക്യാപ്പിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയാൻ പറ്റുമോ? റൂട്ട് ക്യാപ്പിൻ്റെ ഫംഗ്ഷൻ ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ മക്കൾ എഴുതി കൊടുക്കണം. പ്രൊട്ടക്ട് the thin apex of root. എടാ ഒന്നുമില്ല കുരിപ്പുകളെ, റൂട്ടിൻ്റെ ഈ തിന്നായിട്ടുള്ള അറ്റ ഭാഗം ഉണ്ടല്ലോ അത് പ്രൊട്ടക്റ്റ് ചെയ്യുക. ദാറ്റ്സ് ഓൾ. അറ്റ ഭാഗം പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഒരു ക്യാപ്പ് അത്ര ഉള്ളൂ പരിപാടി. റൂട്ട് ക്യാപ്പ് പ്രൊട്ടക്ട് ദ തിൻ അപ്പെക്സ്, ഏറ്റവും നേർത്തമായ അപ്പെക്സ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ. ആൻഡ് ദെൻ മക്കളെ ഒന്നുകൂടെ ശ്രദ്ധിച്ചോടാ, എല്ലാവരും ഇവിടെ നോക്കിയിരിക്കണം മക്കളെ. അതായത് റീജിയൻ ഓഫ് മെരിസ്റ്റമാറ്റിക് ഇവിടെ വാ റീജിയൻ ഓഫ് മെരിസ്റ്റമാറ്റിക് ആക്ടിവിറ്റിയിലാണ് കൂടുതൽ സെൽ ഡിവിഷൻ നടക്കുക. സെല്ലൊക്കെ ഡിവൈഡ് ചെയ്യുക, സെൽ ഡിവിഷനൊക്കെ നടക്കുക കേട്ടോ. സെൽ ഇലോങ്ങേറ്റ് ചെയ്യുക, റീജിയൻ ഓഫ് ഇലോങ്ങേഷൻ. ഇനി സെല്ല് ഫങ്ഷൻസ് ഒക്കെ ചെയ്യാൻ തുടങ്ങുക, റീജിയൻ ഓഫ് മെച്ചുറേഷൻ. അവിടെ റൂട്ട് ഹെയർസ് ഉണ്ട്. റൂട്ട് ഹെയർ നമുക്ക് എന്തിന് ഹെൽപ്പ് ചെയ്യുന്നു വെച്ചാൽ വാട്ടർ അബ്സോർപ്ഷൻ. എൻ്റെ മക്കൾ ഒരു പെന്നും പെൻസിലൊക്കെ എടുത്തൊന്ന് ഇരിക്കുക കേട്ടോ, കയ്യിൽ ബുക്കോ പേപ്പറോ ജസ്റ്റ് ഒന്ന് എടുക്കുക, ഈ കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്യുക. ഓക്കെ, ഇത്രേ ഉള്ളൂ. ഇത്ര കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയാൽ മതി. ഒരു എക്സ്ട്രാ പോയിന്റ് കൂടി കേട്ടോ. എവിടെ നിന്നാണ് ഈ റൂട്ട് ഹെയർ ഉണ്ടാവുന്നത്? റീജിയൻ ഓഫ് മെച്ചുറേഷനിലല്ലേ? അതിലൊരു പ്രത്യേക സെല്ലിൽ നിന്നാണ്. ആ സെല്ലിനെ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ വിളിക്കാം, എപ്പിഡെർമൽ സെൽസ് അല്ലെങ്കിൽ എപ്പിത്തീലിയൽ സെൽസ്, ഏറ്റവും പുറത്തുള്ള എപ്പിത്തീലിയൽ സെൽസ് എന്നോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് വിളിക്കാൻ പറ്റും. ഓക്കെ അല്ലേ എടാ? അപ്പോൾ അതായത് റീജിയൻ ഓഫ് മെച്ചുറേഷൻ്റെ ഏരിയയിലാണ് റൂട്ട് ഹെയർ ഉണ്ടാവുക. ആ റൂട്ട് ഹെയർ ഉണ്ടാവുന്നത് നമ്മുടെ എപ്പിത്തീലിയൽ സെൽസ് നിന്നാണ് കേട്ടോ. ഏത് സെൽസ് നിന്നാണ് മക്കളെ? നമ്മുടെ എപ്പിത്തീലിയൽ സെൽസ്. ഓക്കെ അല്ലേ? അത് ജസ്റ്റ് നമുക്ക് അനാട്ടമി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് എടുക്കുമ്പോൾ സാർ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ജസ്റ്റ് അങ്ങനെ ഒരു റീജിയൻ ഉണ്ട് എന്ന് മനസ്സിലാക്കുക കേട്ടോ. ഈ ഒരു ഏരിയ നിന്നാണ് ഇതുണ്ടാവുക. അത് എവിടെ നിന്നാണ് റൂട്ട് ഹെയർ അറൈസ് ചെയ്താൽ വെച്ചാൽ റീജിയൻ ഓഫ് മെച്ചുറേഷൻ. മതിയാ? നെക്സ്റ്റ് മക്കളെ അവിടെ വെക്കട്ടെ. ഓക്കെ ഫൈൻ. നമുക്ക് അടുത്ത ടോപ്പിക്ക്, അടുത്തത് റൂട്ട് കഴിഞ്ഞാൽ ഇനി ഈ ചാപ്റ്ററിൽ നമുക്ക് പോകാനുള്ളത് സ്റ്റെമ്മിനെ കുറിച്ച് അധികം ഒന്നും പഠിക്കാനില്ല. എൻ്റെ മക്കൾ ജസ്റ്റ് ഒന്ന് നോക്കുക. എടാ ഇത് നോക്ക്, ഈ സ്റ്റെമ്മിൻ്റെ ഈ ഒരു ലെങ്ത്ത് ഇല്ലടാ, ഈ ഒരു ഇത്ര ലെങ്ത്ത്, ആ ഒരു ലെങ്ത്തിനെ നമുക്ക് വിളിക്കാം ഇൻ്റർനോഡ്. എന്താ വിളിക്കുക? ഇൻ്റർനോഡ്. കണ്ടോ അത്രയും ഒരു ഭാഗം. ഈ സ്റ്റെമ്മിൻ്റെ ചെറിയ നടു നിൽക്കുന്ന സ്ഥലങ്ങളില്ലേ, ഇത് അങ്ങനെ ജോയിൻറ്റുകൾ കണ്ടോ ഇവിടുന്ന് ലീഫൊക്കെ അറൈസ് ചെയ്യണ ഈ ഭാഗങ്ങൾ, ദാറ്റ് ഈസ് നോഡ്. എന്നാ ഇവിടെ നോക്കിക്കോ, ഞാനൊരു സ്റ്റെമ്മ് കണ്ടോ, ഇതൊരു നോഡ് ഭാഗമായിരിക്കും. നോഡ് ഇവിടുന്ന് ഒരു ലീഫ് അറൈസ് ചെയ്തു, കണ്ടോ ഇവിടുന്ന് ഒരു ലീഫ് അറൈസ് ചെയ്തു, നോഡിന്ന് ഇതും ഒരു നോഡ്. ഇവിടുന്ന് ഒരു ലീഫ് ഇങ്ങനെ അറൈസ് ചെയ്തു, ഇവിടുന്ന് ലീഫൊക്കെ അറൈസ് ചെയ്തു, അല്ലെങ്കിൽ ഫ്ലവർ എന്തെങ്കിലും അറൈസ് ചെയ്തു. അപ്പോൾ ഈ 2 നോഡിൻ്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് ദാറ്റ് ഈസ് ഇൻ്റർ നോഡ്. അത്ര മതി. അതേപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കുക, ഇതിപ്പോൾ ലീഫാണ്, ഇത് സ്റ്റെമ്മാണ്. ഈ ഒരു ഭാഗം ഉണ്ടാവും ആക്സിൽ ഭാഗം, ഇവിടെയൊക്കെ ഒരു ബഡ് ഉണ്ടാവും, ആക്സിലറി ബഡ്. മതി. ആ ഒരൊറ്റ അത്ര ചെറിയ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കിയാൽ മതി. ദാറ്റ്സ് ഓൾ. ഐഡിയ കിട്ടിയല്ലോ മക്കളെ? മതി. ഇനി ഓക്കെ ആണേ എടാ, നമ്മളിവിടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. റീജിയൻ ഓഫ് ഇത് എപ്പിത്തീലിയൽ ടിഷ്യൂ, എപ്പിത്തീലിയൽ സെൽസ് ആണ് കേട്ടോ മക്കളെ, എപ്പിത്തീലിയൽ സെൽസ്. ഓക്കെ, ആ സെല്ലിൽ നിന്നാണ് ഇവിടെ റൂട്ട് ഹെയർ അറൈസ് ചെയ്യുന്നത് കേട്ടോ. അത് വിട്ടേക്കുക, സാർ പോണ പോക്കിന് പറഞ്ഞെന്നുള്ളൂ. ഇനി നമുക്ക് പഠിക്കാനുള്ളതാണ് ലീഫിനെ കുറിച്ച്. എടാ ശ്രദ്ധിച്ചു, ലീഫിനെ കുറിച്ച് എടാ ഒന്നിവിടെ ശ്രദ്ധിച്ചേടാ. ലീഫിൻ്റെ നമ്മൾ പഠിക്കുക വെച്ചാൽ ലീഫിൻ്റെ ആകെ ജസ്റ്റ് നമുക്ക് നോക്കിയേക്കണ്ടേ അതിൻ്റെ സ്ട്രക്ചേഴ്സും ഏതൊക്കെയാണ് എന്നുള്ളത് മാത്രമാണ്. സാറ് പറഞ്ഞ് ശ്രദ്ധിച്ചു കേട്ടോ. എടാ ഇത് നോക്ക്, ഒരു ലീഫിൻ്റെ ഈ ഒരു മുഴുവൻ ഭാഗം സാറിന് വരക്കില്ലതാ, ഈ ഒരു ഇവിടെ ഉണ്ടാവും കേട്ടോ. ഈ ഒരു ഇത്രയും ഭാഗം മുഴുവൻ ഭാഗത്തിന് നമുക്ക് വിളിക്കാം ലാമിന. അല്ലെങ്കിൽ ഓനെ നമുക്ക് വേറൊരു പേര് കൊടുക്കാം, ലീഫ് ബ്ലേഡ്. ലാമിന ഓർ ലീഫ്
ബ്ലേഡ് എന്ന് വേണമെങ്കിൽ അവനെ വിളിക്കാം. കണ്ടോ? പക്ഷേ അവൻ നിൽക്കുന്ന ഈ ഒരു ഏരിയ ഉണ്ടല്ലോ, ഈ ഒരു തണ്ട് നമുക്ക് ഒരു ഇല പിടിച്ച് നമ്മളിങ്ങനെ തിരിക്കാലോ, ആ ഒരു ഭാഗമാണ് പെറ്റിയോൾ. പെറ്റിയോൾ പെറ്റിയോൾ കണ്ടോ? പെറ്റിയോൾ കണ്ടോ? ഇനി ലീഫ് സ്റ്റാർട്ട് ചെയ്യുന്ന ഈ ഒരു ഭാഗമാണ് ലീഫ് ബേസ്. ലീഫ് ബേസ് അവിടെ ഉണ്ടാവുന്ന ഒരു ബഡാണ് ആക്സിലറി ബഡ്. സാർ ഓൾറെഡി പറഞ്ഞു കണ്ടോ അവിടെ ഈ ഒരു ഭാഗത്ത്. ഇപ്പോൾ ഞാൻ സ്റ്റെമ്മാണ്, ഇത് ലീഫാണെങ്കിൽ ഈ ഒരു ഭാഗത്തുനിന്നാണ് ആക്സിലറി ബഡ്. ആക്സിലറി ബഡ്. ഇനി മേലെ റെഡ്യൂസ്ഡ് ലീഫ് പോലെ 2 ചെറിയ ഇലകൾ പോലെ ഒരു സാധനം ഉണ്ടാവും. ദാറ്റ് ഈസ് സ്റ്റിപ്യൂൾ. സ്റ്റിപ്യൂൾ. സ്റ്റിപ്യൂൾ ഉള്ള ചെടികളാണെങ്കിൽ സ്റ്റിപ്യൂൾ എന്ന് വിളിക്കും. സ്റ്റിപ്യൂൾ ഇല്ലെങ്കിലോ എക്സ്റ്റിപ്പുലേറ്റ് എന്ന് വേണമെങ്കിൽ വിളിക്കാം. സ്റ്റിപ്യൂൾ ഇല്ലെങ്കിൽ ഇവിടെ നമ്മൾ ഈ ഒരു ചിത്രം, അതായത് ഈ ഒരു ഫിഗറൊക്കെ അത്രമേൽ ഇമ്പോർട്ടൻസ് ആണ്. എൻ്റെ മക്കളൊന്ന് പഠിച്ചു വെക്കാം. ഇതിൽ നമുക്ക് നോക്കാനുള്ള എക്സ്ട്രാ ഒരു ചെറിയ സാധനമാണ്. നമുക്ക് ലീഫിൻ്റെ ബേസ് ഒന്ന് നോക്കാം. ഇതോടാ ലീഫിൻ്റെ ബേസ്. ഇത് 2 രീതിയിൽ കാണും. ജസ്റ്റ് സാറി പറഞ്ഞ് പഠിച്ചു പോയത്. ഒന്ന് പൾവിനസ്, 2 ഷീത്ത് പോലെ. ഷീത്ത് പോലെ. എടാ ഈ പൾവിനസ് എന്ന് പറഞ്ഞാൽ ഈ ഭാഗം ഉണ്ടല്ലോ, ലീഫിൻ്റെ ഈ ബേസ് ഭാഗം, ഇവിടെ ഒരു ഉണ്ട ഉണ്ടാവും. ഉണ്ട, സൊളൻ പാർട്ടായിരിക്കും. ഇവിടെ സൊളൻ പാർട്ടായിരിക്കും. സൊളൻ പാർട്ട് കുറച്ച് വീർത്ത് കെടുക്കുന്നുണ്ടാവും. സൊളൻ പാർട്ടായിരിക്കും പൾവിനസ്. ഇത് കാണുന്നത് ഏത് ചെടികളിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലെഗ്യൂംസ്. ലെഗ്യൂംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പയറുവർഗ്ഗങ്ങൾ. ലെഗ്യൂമിനേഷ്യ, പയറുവർഗ്ഗങ്ങൾ. ഷീത്ത് പോലെ കാണാറ് ഒന്നുമില്ലടാ. നമ്മളെല്ലാം ഇങ്ങനെ ചീന്തുമ്പോഴേ ആ അടിഭാഗം ഇവിടെ ഇല്ലേ, ഇവിടെ ഇങ്ങനെ മൊത്തത്തിൽ ഷീത്ത് പോലെ ഉണ്ട്. അപ്പോൾ എൻ്റെ കൈ ആ ഇലൻ്റെ പെറ്റിയോളിൽ ആ ലീഫ് ബേസ് ആണെന്ന് വിചാരിച്ചോ. കണ്ടോ? ഇതൊരു ഷീത്താണ്. കണ്ടോ? ഇതിങ്ങനെ ഫുള്ളായിട്ട് കവർ ചെയ്ത് എടുക്കല്ലേ. ഇതേപോലെയൊക്കെ ലീഫ് ബേസ്, ലീഫിൻ്റെ ബേസ് അങ്ങനെ ഫുള്ളായിട്ട് ഇങ്ങനെ ഷീത്ത് പോലെ കവർ ചെയ്തെടുക്കും. അത്രേ ഉള്ളൂ. ജസ്റ്റ് കാര്യം മനസ്സിലാക്കുക. ഇത് കാണുന്നത് ഷീത്ത് പോലെ കാണുന്നത് പൊതുവെ മോണോകോട്ടിലിഡൻസിലാണ്. മോണോകോട്ടിലിഡൻസ്. ഓക്കെ, മോണോകോട്ടിലിഡൻസിലാണ് ഇങ്ങനെ ഷീത്ത് പോലെ കാണുക. ജസ്റ്റ് ഐഡിയ മനസ്സിലാക്കി വെച്ചാൽ മതി മക്കളെ. കഴിഞ്ഞു, ആ ഏരിയ കഴിഞ്ഞു. ഇനി ഏറ്റവും സിമ്പിൾ, ഏത് കുട്ടിക്കും അറിയാം. ഇത് കണ്ടുടനെ മക്കൾ നോക്കിയിട്ടുണ്ടാവും. ദിസ് ഈസ് വീനേഷൻ. വീനേഷൻ. വാട്ട് ഈസ് വീനേഷൻ? മക്കളെ സാറ് നേരത്തെ ഒരു കുഞ്ഞു കാര്യം കൂടി ഇതിൻ്റെ ഇടയിൽ പറയാണ്ടായിരുന്നു. ഒന്നുകൂടെ ശ്രദ്ധിച്ചാടാ. ഈ ഒരു ഫിഗറിൽ നമുക്ക് ഒരാളെയും കൂടി പറയാം. ഇത് എല്ലാവർക്കും അറിയാം, നമുക്ക് ആ ഒരു ഇതിൽ ഒഴിവാക്കണ്ടോ. ഇവിടെ നടുവിൽ കണ്ടോ, നടുവിൽ ഇങ്ങനെ കട്ടിയിൽ, ഇലൻ്റെ നടുവിൽ പോലെ. അതാരായിരുന്നു അങ്ങനെ ഇലൻ്റെ നടുവിൽ കട്ടിയിലുണ്ടാവുക? മിഡ്രിബ്. മിഡ്രിബ് ആരാടാ? മിഡ്രിബ്. മാത്രമല്ല ഇവിടെയൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ വെയിൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ. ദാറ്റ് ഈസ് വെയിൻസ്. ഈ സാധനങ്ങളൊക്കെ വെയിൻസ് എന്ന് പറയും. ഇവര് സപ്പോർട്ട് ഉണ്ട്. പിന്നെ ഈ ഫുഡും ഇതൊക്കെ ഇവിടേക്ക് എത്തിക്കാനും ഇവിടുന്ന് കൊണ്ടുപോകാനും വെള്ളം കൊണ്ടുപോകാനും ഒക്കെയാണ് ഈ വെയിൻസ് ഒക്കെ ഹെൽപ്പ് ചെയ്യുക. മിഡ്രിബും വെയിൻസും. ഇനി നമ്മൾ അതിനെക്കുറിച്ചാണ് ഇതിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എൻ്റെ മക്കൾ നോക്കിക്കോ. വാട്ട് ഈസ് വീനേഷൻ? ഈ വെയിൻസിൻ്റെ ഒക്കെ അറേഞ്ച്മെൻറ്റാണ്. കണ്ടോ? ഇതിൽ വെയിൻസ് കണ്ടോ? ഇങ്ങനെ 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 അല്ല അറേഞ്ച് ചെയ്തിട്ടുള്ളത്. മിഡ്രിബ് ഇത് അവിടെ നടുവിൽ. പക്ഷേ ഇതിൽ നോക്കിയേ, ഇവൻ നടുവിൽ ഇങ്ങനെ ഉണ്ട്, ബാക്കി എല്ലാവരും ഇങ്ങനെ പാരലലായിട്ട്. കണ്ടോ 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 പാരലലായിട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നോക്കടാ, വീനേഷൻ എന്ന് പറഞ്ഞാൽ, വീനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മക്കൾ നോക്കുക, അറേഞ്ച്മെന്റ് ഓഫ് വെയിൻസ് അല്ലെങ്കിൽ വെയിൻസ് ഓർ വെയിൻലെറ്റ്സ്. എടാ ചെറിയ ചെറിയ വെയിൻസ്, അതാണ്, അത്രേ ഉള്ളൂ കേട്ടോ. ഓൺ ലീഫ്. ലീഫിലുള്ള വെയിൻസിൻ്റെ അറേഞ്ച്മെൻറ്റിനെയാണ് നമ്മളത് വിളിക്കുക. മക്കളെ 2 ടൈപ്പാണുള്ളത്. ഒന്ന് റെറ്റിക്കുലേറ്റും 2 പാരലലും. എടാ റെറ്റിക്കുലേറ്റ് ആരയിലാണ് കാണുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡൈക്കോട്ടിലിഡൻസിലാണ്. പാരലൽ ആരയിലാണ് കാണുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മോണോകോട്ടിലിഡൻസിലാണ് കാണുക. ഐഡിയ കിട്ടിയല്ലോ. അപ്പോൾ സാർ ഈ ചിത്രം വെച്ചിട്ടോ, ഇതിപ്പോൾ ഞാൻ പ്രത്യേകം പറഞ്ഞതിൻ്റെ ആവശ്യമൊന്നുമില്ല, എല്ലാവരും പറഞ്ഞിട്ടുണ്ടാവും. പറ, ഇത് ഏത് വീനേഷനാണ്? റെറ്റിക്കുലേറ്റ്. ആൻഡ് ഇതേത് വീനേഷനാണ്? പാരലൽ വീനേഷൻ. ഐഡിയ കിട്ടിയല്ലോ. ദിസ് ഇസ് ഇൻ ഡൈക്കോട്ട് ആൻഡ് ദിസ് ഇൻ മോണോകോട്ട്. മതി. ഇതിന്ന് വരുന്ന ക്വസ്റ്റ്യൻ ഇത് മാത്രം കേട്ടോ. ചിത്രം തരും, ഇത് ഏത് വീനേഷനാണെന്ന് ചോദിക്കും ഒന്ന്, അല്ലെങ്കിൽ വാട്ട് ഈസ് വീനേഷൻ, മതി. അത്രമേ ചോദിക്കുള്ളൂ. ആ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ നമ്മൾ പഠിച്ചാൽ മതി. മക്കളൊരു പെന്നും പേപ്പറും എടുത്ത് വെച്ച് എഴുതി ഉണ്ടാക്കിക്കടാ. എടാ എന്നാ നോക്ക്, നെക്സ്റ്റ് ഇതവിടെ നിൽക്കട്ടെ, ഈ ചിത്രം അവിടെ നിൽക്കട്ടെ. ഇതിനെക്കുറിച്ചാണ് നമുക്ക് പറയാനുള്ളത്. സാറ് പറഞ്ഞു മോർഫോളജി എന്ന ചാപ്റ്റർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മുഴുവൻ ഫിഗേഴ്സ് ആയിരിക്കും മക്കളെ. എന്നാ നോക്കടാ, നമ്മൾ പഠിക്കാൻ പോകുന്ന ഏരിയയാണ് ടൈപ്സ് ഓഫ് ലീഫ്. ലീഫിൻ്റെ ടൈപ്പ് നമുക്ക് നോക്കാം. 2 ടൈപ്പാണ് ലീഫ് ഉണ്ടാവുക. ഒന്ന് സിമ്പിളും പിന്നൊന്ന്
കോമ്പൗണ്ട് ലീഫ് സാറ് പറയണത് കേൾക്കാട്ടോ. സിമ്പിളും കോമ്പൗണ്ടും. ഇതിൽ കോമ്പൗണ്ടിനെ നമുക്ക് രണ്ടാക്കി തിരിക്കാം. പിന്നേറ്റ്ലി കോമ്പൗണ്ട്, പിന്നേറ്റ്ലി കോമ്പൗണ്ട്, ഡബിൾ എൻ ആണ് ഇത് കേട്ടോ. പിന്നേറ്റ്ലി കോമ്പൗണ്ടും പാമേറ്റ്ലി കോമ്പൗണ്ട്. ഓക്കെ. പിന്നേറ്റ്ലി കോമ്പൗണ്ടും പാമേറ്റ്ലി കോമ്പൗണ്ടും. എടാ അപ്പോൾ ടൈപ്സ് ഓഫ് ലീഫ് സിമ്പിൾ ഉണ്ട്, കോമ്പൗണ്ട് ഉണ്ട്, പിന്നേറ്റ്ലി കോമ്പൗണ്ട് ഉണ്ട്, പാമേറ്റ്ലി. അല്ല സാറേ എന്താണ് ഇപ്പോൾ ഇത് സിമ്പിൾ പറഞ്ഞാൽ എന്താണ്, കോമ്പൗണ്ട് പറഞ്ഞാൽ എന്താണ്? എന്നവിടെ നോക്കിക്കോ. എടാ ഇപ്പോൾ സപ്പോസ് ഇതൊരു ഇലയാണെന്ന് വിചാരിക്കുക. ഓക്കെ, ഇതൊരു ലീഫ്. സാറിൻ്റെ ചിത്രം 3D ആയിരിക്കും കേട്ടോ. എടാ ഇതൊരു ലീഫ്, വലിയ ലീഫ് അല്ലേ. ഇതിൻ്റെ ഈ ഭാഗം ഉണ്ടല്ലോ, ഈ അറ്റ ഭാഗങ്ങൾ ഇവിടെ ഇങ്ങനെ മുറിഞ്ഞിട്ടുണ്ടാവും. ചിലപ്പോൾ ഇൻസിഷൻ ഉണ്ടാവും, ചെറിയ ചെറിയ മുറിവ് പോലെ. ഓട്ടോമാറ്റിക്കലി ഉള്ള കേട്ടോ, ചെടീൻ്റെ ഡെക്കറേഷനിലുള്ളതാണ് ലീഫിൻ്റെ. കണ്ടോ ഈ മുറിഞ്ഞ സാധനം, അതിന് ഇൻസിഷൻ എന്ന് വിളിക്കും. ഇൻസിഷൻ, കീറൽ അഥവാ ഇൻസിഷൻ. ആ ഇൻസിഷൻ ഇതാരാ നടുവിലാരാ? മിഡ്രിബിൽ ടച്ച് ചെയ്യൂല. കണ്ടോ ഇത് ഇവിടെ വരെ ഉണ്ടാവുള്ളൂ, ചെറിയ കീറലൊക്കെ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ പുറം ഭാഗം സ്മൂത്ത് ആയിരിക്കും. ഈ ഇൻസിഷൻ മിഡ്രിബിൽ ടച്ച് ചെയ്യൂല, അല്ലെങ്കിൽ പുറം ഭാഗം സ്മൂത്ത് ആയിരിക്കും, ഇൻസിഷൻ ഉണ്ടാവില്ല. ആ കേസാണ് സിമ്പിൾ. അപ്പോൾ കോമ്പൗണ്ടോ? കോമ്പൗണ്ട് പറഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു ലീഫ് ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കുക. അതിൻ്റെ ഇൻസിഷൻസ് ഉണ്ടല്ലോ, കീറൽ, അത് മിഡ്രിബിൽ തട്ടിയിട്ടുണ്ടാവും. മിഡ്രിബിൽ തട്ടിയിട്ട് ഇതിനെ കുറേ കുഞ്ഞ ഇലകളാക്കിയിട്ടുണ്ടാവും. ഇത് നോക്കിയേ, ഇത് ശരിക്കില്ലേ, ശരിക്കും ഇല ഒരു വലിയൊരു ഇലയാണ്, ഇങ്ങനത്തെ ഒരു ഇലയാണ് വിചാരിച്ചോ. ഓക്കെ, അതിങ്ങനെ ഇവിടെ ഇങ്ങനെ കീറിയിട്ടാണ് കുഞ്ഞു കുറേ ഇലകളായത്. ഓക്കെ, ഇതിപ്പോൾ കുഞ്ഞു കുറേ ഇലകളായില്ലേ, ലീഫ്ലെറ്റ്സ്. ഈ കുഞ്ഞ ഇലകളെ വിളിക്കാം ലീഫ്ലെറ്റ്സ്. അതിൽ നടുവിലുള്ള മിഡ്രിബ് ഉണ്ടല്ലോ, നമ്മളെ മിഡ്രിബാണ് റാച്ചിസ്. കണ്ടോ ആ രീതിയിലുള്ളതാണ് കോമ്പൗണ്ട്. പറയുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഈ ഓലൊക്കെ ആലോചിക്കാം. കണ്ടോ ചെറിയ ഇലകൾ പോലല്ലേ, ലീഫ്ലെറ്റ്സ് അല്ലേ. അപ്പോൾ അതാണ് സംഭവം. അപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ സാറേ ഇവിടെ ഇപ്പം ഞങ്ങളെന്താ ഇപ്പോൾ പരീക്ഷയ്ക്ക് പഠിക്കേണ്ടത്? നിങ്ങൾ കൺസെപ്റ്റൊക്കെ വിടി, പരീക്ഷയ്ക്ക് മാർക്ക് വേണ്ടപ്പം ഞങ്ങൾക്ക്. എന്നാ പിടിച്ചോ, പരീക്ഷയ്ക്കുള്ള മാർക്കിനുള്ള സാറ് പറഞ്ഞുതരാം. എന്നാ എഴുതിക്കോ മക്കളെ, എല്ലാവരും ശ്രദ്ധിച്ചോ. സിമ്പിൾ എന്ന് പറഞ്ഞാൽ ഇൻസിഷൻ എന്ന് പറഞ്ഞാൽ കീറൽ കേട്ടോ. ഇൻസിഷൻ ഡു നോട്ട് ടച്ചസ് ദ മിഡ്രിബിലേക്ക് ഇൻസിഷൻ ടച്ച് ചെയ്യൂല. കോമ്പൗണ്ട് പറഞ്ഞാൽ ഇൻസിഷൻ ടച്ചസ് ദ മിഡ്രിബ് ആൻഡ് ലീഫ് ഇൻ ടു ലീഫ്ലെറ്റ്സ് ആക്കി മാറ്റും. അതിൽ 2 ടൈപ്പാണ്, പിന്നേറ്റ്ലി കോമ്പൗണ്ടും പാമേറ്റ്ലി. ഇതാണ് പിന്നേറ്റ്ലി കോമ്പൗണ്ട്. പിന്നേറ്റ്ലി കോമ്പൗണ്ടിന് എക്സാമ്പിളാണ് നീം. പഠിക്കണം, നീമിനെ വിടരുത്. നീം ഇതിൻ്റെ മിഡ്രിബാണ് റാച്ചിസ് മീൻസ് ഇറ്റ് ഈസ് മിഡ്രിബ്. കണ്ടോ ഈ ഒരു കോലം ഇതാണ്. ഇനി പാമേറ്റ്ലി കോമ്പൗണ്ട് എന്ന് പറഞ്ഞതാ ഇതാണ്, സിൽക്ക് കോട്ടൺ ആണ് എക്സാമ്പിൾ. എക്സാമ്പിൾ മറക്കരുത്. പാമേറ്റ്ലി കോമ്പൗണ്ടിന് എക്സാമ്പിൾ സിൽക്ക് കോട്ടൺ. ഈ ഒരു രീതിയിലായിരിക്കും. കണ്ടോ ഇത് നമ്മൾ പറ്റിയോളൂ. പിന്നെ ഈ ഒരു അറ്റത്ത് മാത്രം ഇങ്ങനെ കീറിയ പോലെ. കണ്ടോ ഈ ഒരു രീതി. അപ്പോൾ പറയടാ, ദിസ് ഈസ് പിന്നേറ്റ്ലി വരാറുണ്ട്. ദിസ് ഈസ് പാമേറ്റ്ലി കോമ്പൗണ്ട്. ഐഡിയ മനസ്സിലായി മക്കൾക്ക്? പരീക്ഷയുടെ ക്വസ്റ്റ്യൻസ് കേട്ടോ. വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് ലീവ്സ്? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ മക്കൾക്ക് അറിയാം. വാട്ട് ഈസ് സിമ്പിൾ ലീഫ് ആൻഡ് കോമ്പൗണ്ട് ലീഫ്? എൻ്റെ ഡെഫിനിഷൻ പോലെ എഴുതാണ്ടാവും. നമുക്കറിയാം ഇൻസിഷൻ ഡു നോട്ട് ടച്ചസ് ദ മിഡ്രിബ് എന്ന് പറഞ്ഞാൽ എഴുതിയാൽ മതി. പിന്നെ ഫിഗർ തന്നിട്ട് ഇതാരൊക്കെയെന്ന് ചോദിക്കും. പിന്നേറ്റ്ലി കോമ്പൗണ്ട്, പാമേറ്റ്ലി കോമ്പൗണ്ട്. ഫിഗർ തന്നിട്ട് അവരുടെ എക്സാമ്പിൾസ് ചോദിക്കും. നീം, സിൽക്ക് കോട്ടൺ. സെറ്റ് മതി. എന്നാ പിടിയടാ ടോപ്പിക്. മക്കളെ സാറിൻ്റെ ഒക്കെ വർഷം വന്നിരുന്ന ക്വസ്റ്റ്യൻ ആണിത്. ഈ ഒരു ഫിഗർ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ആലോചിക്കേണ്ടത് മക്കളെ, നമുക്ക് പഠിക്കാനുള്ളതാണ് ഫില്ലോടാക്സി. ദിസ് ടേം ഈസ് ഹ്യൂജ്. ഇത്തവണയും പ്രഡിക്ഷൻ നമുക്ക് നോക്കാം. ഫില്ലോടാക്സി വന്നിരിക്കും. വാട്ട് ഈസ് ഫില്ലോടാക്സി? എന്നാ ടേമിൻ്റെ അർത്ഥം പഠിച്ചോ. അറേഞ്ച്മെന്റ് ഓഫ് leaf on stem or branch. ഓക്കെ, അതിൻ്റെ ഒരു പാറ്റേൺ ആണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ കൂടി ഡെഫിനിഷൻ മാറ്റാം. പാറ്റേൺ ഓഫ് അറേഞ്ച്മെന്റ് ഓഫ് ലീഫ് ഓൺ സ്റ്റെം ഓർ ബ്രാഞ്ച്. സ്റ്റെമ്മിലോ ബ്രാഞ്ചിലോ ലീഫിനെ അറേഞ്ച് ചെയ്യുന്ന ആ ഒരു പാറ്റേൺ. എടാ പറ, വാട്ട് ഈസ് ഫില്ലോടാക്സി? പാറ്റേൺ ഓഫ് അറേഞ്ച്മെന്റ് ഓഫ് ലീഫ് ഓൺ സ്റ്റെം ഓർ ബ്രാഞ്ച്. അതെങ്ങനെയാണ്, എന്താണെന്നൊക്കെ ഉള്ളത് നമുക്ക് ഇതിൻ്റെ ടൈപ്സ് കാണുമ്പോൾ മനസ്സിലാവും. 3 ടൈപ്പാണ് ഇവനുള്ളത്. 3 ടൈപ്പാണ്. മകൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എഴുതാം. എന്നാ ആൾട്ടർനേറ്റ്
ഓപ്പോസിറ്റ് വോൾട്സ്, ആൾട്ടർനേറ്റ് ഓപ്പോസിറ്റ് വോൾഡ്. മക്കളെ ആൾട്ടർനേറ്റ് പറഞ്ഞാലേ ഇതാ ഈ ഫിഗർ ഒന്ന് നോക്കിക്കോ. ഈ ഫിഗർ നോക്കിയോ, സാറ് പറഞ്ഞ വേഗം മനസ്സിലാവും. നോക്കാം, ഒരു നോഡല്ലേ ഇത്, ഒരു നോഡിന്ന് ഒരു ലീഫ് കണ്ടോ, ഓരോ നോഡിന്ന് ഓരോ ലീഫുകളെ അറൈസ് ചെയ്യുള്ളൂ കണ്ടോ, ഓരോ നോഡിന്ന് ഓരോ ലീഫുകൾ. ദാറ്റ് ഈസ് ആ ഒരു പരിപാടിയെ നമുക്ക് വിളിക്കാം ആൾട്ടർനേറ്റ്. ഇതാ ഈ ഒരു നോഡിന്ന് ഒരു ലീഫ്, ഈ ഒരു നോഡിന്ന് ഒരു ലീഫ്, ഈ ഒരു നോഡിന്ന് ഒരു ലീഫ്, അങ്ങനെ ഓരോ നോഡിന്ന് ഓരോ ലീഫ്. ദാറ്റ് ഈസ് ആൾട്ടർനേറ്റ്. കൊട്ടിക്കട ഇതാണ് ആൾട്ടർനേറ്റ്. മക്കളെ ഈ ഓരോ എക്സാമ്പിൾ എങ്കിലും നിങ്ങൾ പഠിച്ചു വെക്കണം. ആൾട്ടർനേറ്റിന് എക്സാമ്പിളാണ് ചൈന റോസ്, മറക്കരുത്. ഓക്കെ, ആൾട്ടർനേറ്റ് ചൈന റോസ്. ഓപ്പോസിറ്റ് എങ്ങനെയാ സാറേ? ദ സെക്കൻഡ് വൺ ഓപ്പോസിറ്റ്. എടാ ഇതൊരു നോഡ്, ഒരു നോഡിന്ന് ഒരു ലീഫ് അങ്ങോട്ടും ഒരു ലീഫ് ഇങ്ങോട്ടും, ഒരു ലീഫ് അങ്ങോട്ടും ഒരു ലീഫ് ഇങ്ങോട്ടും. ദാറ്റ് ഈസ് ഓപ്പോസിറ്റ്. ഓപ്പോസിറ്റ് ആയിട്ടുണ്ടാവും. ഓപ്പോസിറ്റ്. എടാ അതിന് എക്സാമ്പിൾ ആണ് പെരക്ക. കണ്ടോ ഒരു നോട്ട് ഒരു ലീഫ്, ഒരു ലീഫ്, ഒരു നോട്ട് ഒരു ലീഫ്, ഒരു ലീഫ്, ഒരു നോട്ട് ഒരു ലീഫ്, ഒരു ലീഫ്. ഐഡിയ കിട്ടിയോ? ആൻഡ് ലാസ്റ്റ് വൺ വോൾട്ട്. എന്താ സാറേ വോൾട്ട്? എന്നാ ഇവിടെ നോക്കിക്കോ. ഒരു നോഡായി അയച്ചോ. ഈ ഒരു നോഡിന്ന് രണ്ടിലധികം ലീഫുകൾ കണ്ടോ, ഇതാ കണ്ടില്ലേ ഇങ്ങനെ ചുറ്റും ഒരു നോഡ്, അതിൻ്റെ ചുറ്റു ലീഫ്. എടാ ദാറ്റ് ഈസ് എക്സാമ്പിൾ ആൾസ്റ്റോണിയ. മറക്കരുത്, ആൾസ്റ്റോണിയ ചേട്ടനെ മറക്കരുത്. വെരി ഇമ്പോർട്ടൻറ്റ്, ആൾസ്റ്റോണിയ. ഇറ്റ് ഈസ് എക്സാമ്പിൾ ഫോർ വോൾട്ട്. ഓൾറെഡി സാർ ഇവിടെ എഴുതിയതാണ് വോൾട്ടിന് എക്സാമ്പിൾ. ആൾസ്റ്റോണിയ. മക്കളെ ഇത്രയും ക്വസ്റ്റ്യൻ എന്നാ എഴുതി ഒപ്പിട്ട് തരാം സാറ്. 2 മാർക്ക് നിങ്ങളുടെ പബ്ലിക് എക്സാമിന് കണ്ടിരിക്കും. ക്വസ്റ്റ്യൻ ഇങ്ങനെയൊക്കെയാണ് വരിക, കേട്ടോളൂ. വാട്ട് ഈസ് ഫില്ലോടാക്സി? വാട്ട് ആർ ദ 3 types ഓഫ് ഫില്ലോടാക്സി? അല്ലെങ്കിൽ മൂന്നാമത്തെ ടൈപ്പ് ഫിഗർ തന്നിട്ട് ഇത് ഏതൊക്കെയാണെന്ന് ചോദിക്കും. അല്ല 4ാമത്തെ ടൈപ്പ് എല്ലാത്തിനും ഓരോ എക്സാമ്പിളെങ്കിലും എൻ്റെ മക്കൾ പഠിച്ചു വെക്കണം. ബോർഡ് എക്സാമിന് ഓരോ എക്സാമ്പിൾ വീതം പഠിച്ചാലും മതി. എടാ മക്കളെ അത്ര അവിടെ നിൽക്കട്ടെ. നമ്മളിപ്പോൾ ലീഫ് വരെയുള്ള കാര്യങ്ങളാണ് എൻ്റെ മക്കളെ നമ്മളിപ്പോൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത്. ഓക്കെ ആണല്ലോ? അപ്പോൾ റൂട്ട് ഡിസ്കസ് ചെയ്തു, സ്റ്റെം ഡിസ്കസ് ചെയ്തു, ലീഫ് ഡിസ്കസ് ചെയ്തു. ഓക്കെ, ജസ്റ്റ് മോർഫോളജിക്കൽ പഠിച്ചാൽ മതി, അതിൻ്റെ ഉള്ളിലേക്ക് അനാട്ടമിക്കലിലേക്ക് ഇപ്പോൾ ചെല്ലണ്ട. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ എൻ്റെ മക്കൾ നോക്കടാ, നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളതാണ് ആരെക്കുറിച്ചാടാ? ഫ്ലവറിനെ കുറിച്ച്. മറക്കരുത്. ഇനി ഫ്ലവർ, ഇനി കളി മാറി, കളി നമ്മൾ മാറ്റി കളിക്കുകയാണ്, കുറച്ച് റേഞ്ച് കൂടുകയാണ്, ചാപ്റ്ററിൻ്റെ റേഞ്ച് മാറുകയാണ്. നോക്കിക്കോ, ഫ്ലവറിൽ നമുക്ക് ആദ്യം പറയാനുള്ളത് ഇൻഫ്ലോറസൻസ് എന്ന ടേമാണ്. ഇൻഫ്ലോറസൻസ് അതെന്ത് ടേമാണ്? ഇൻഫ്ലോറസൻസ് പറ. അതിന് മുന്നേ മക്കൾ പറ, വാട്ട് ഈസ് ഫില്ലോടാക്സി? അറേഞ്ച്മെൻറ്റ് ഓഫ് ലീഫ് ഓൺ സ്റ്റെം ഓർ ബ്രാഞ്ച് എന്നല്ലേ പറഞ്ഞത്? അതേപോലെ അറേഞ്ച്മെൻറ്റ് ഓഫ് ഫ്ലവർ, പൂവിനെ അറേഞ്ച് ചെയ്യുക, അതിന് വിളിക്കുന്ന പേരാണ് ഇൻഫ്ലോറസൻസ്. അപ്പോൾ പരീക്ഷയ്ക്ക് വരും, ഇതെങ്ങനെയാണ് സാറേ ഞങ്ങൾ എഴുതി കൊടുക്കുക? എന്നാ പിടിച്ചോ, 1 മാർക്കിന് വരും. എൻ്റെ മക്കൾ നോട്ട് എഴുതുമ്പോൾ ഈ മാർക്കും കൂടി ഇമ്പോർട്ടൻസ് ഒക്കെ എഴുതി വെക്കണം കേട്ടോ. വാട്ട് ഈസ് ഇൻഫ്ലോറസൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറേഞ്ച്മെൻറ്റ് ഓഫ് ഫ്ലവർ ഓൺ arrangement of flower on floral axis or peduncle. ഫ്ലോറൽ ആക്സിസ് എന്നോ അല്ലെങ്കിൽ പെഡങ്കിൾ എന്നോ പറയാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാക്ക് കൊടുത്താൽ മതി. ഫ്ലോറൽ ആക്സിസ് എന്ന് കൊടുത്താൽ മതി. പൂവിൻ്റെ തണ്ടിൽ പൂവിനെ അറേഞ്ച് ചെയ്ത് വെക്കുന്നതിന് നമ്മൾ സയൻറ്റിഫിക് ആയിട്ട് കൊടുത്ത ടേമാണ് ഇൻഫ്ലോറസൻസ്. മക്കളെ 2 ടൈപ്പാണുള്ളത്. ഒന്ന് ഏത് കുട്ടികൾക്കും അറിയാം കേട്ടോ, ഒറ്റ തവണ കേട്ടാൽ തന്നെ മനസ്സിലാവും. റെസിമോസ് ടൈപ്പ്. 2 സൈമോസ്. റെസിമോസും സൈമോസും 2 ടൈപ്പാണ്. റെസിമോസ്, സൈമോസ്. എന്നാ ശ്രദ്ധിച്ചോ. എന്താ സാറേ റെസിമോസ്? എന്നാ മെയിൻ ആക്സിസ് ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കും കണ്ടോ, മെയിൻ ആക്സിസ് ഇങ്ങനെ വളർന്നുകൊണ്ടേയിരുന്നു. ദാറ്റ് ഈസ് പെഡങ്കിൾ കണ്ടിന്യൂസ് ടു ഗ്രോ. സൈഡിൽ പൂവുണ്ടാവുക. ഇത് പൂവാണേ, സാറിൻ്റെ പൂവ് ഇങ്ങനെയാണേ.
ഓക്കെ, ഇതൊക്കെ പൂവുകളാണ് കേട്ടോ. ലീഫല്ല, പൂവാണ്. സൈഡിൽ പൂവുകൾ ഉണ്ടാവുക. മക്കൾ നോക്കിയടാ, ദിസ് ഇസ് റെസിമോസ്. മെയിൻ ആക്സിസ് കണ്ടിന്യൂസ് ടു ഗ്രോ. മെയിൻ ആക്സിസ് കണ്ടിന്യൂസ് to grow. Petal continues to grow. Flower born on laterally. സൈഡിൽ പൂവുകൾ ഉണ്ടാവുക. ദാറ്റ് ഈസ് റെസിമോസ്. ഈ ഒരു ഓർഡർ നോക്കിയേ. താഴെ വലിയ ഫ്ലവർ ഉണ്ടാവും, മുകളിലേക്ക് പുതിയ ഫ്ലവർ ഉണ്ടായി വരുന്നുള്ളൂ. സോ താഴെ വലിയ ഫ്ലവറും അടുത്ത പുതിയത് ഇങ്ങനെ മേലേക്ക് ഉണ്ടായി വരും. ഈ ഒരു ഓർഡറിനെ നമുക്ക് വിളിക്കാം അക്രോപെറ്റൽ ഓർഡർ. അക്രോപെറ്റൽ ഓർഡർ ഓർ സക്സഷൻ എന്നും പറയാം. വാട്ട് അബൌട്ട് റെസിമോസ്? എടാ നോക്ക്, മെയിൻ ആക്സിസ് ടെർമിനേറ്റ് വിത്ത് ഫ്ലവർ. ശ്രദ്ധിച്ചോ, മെയിൻ ആക്സിസ് ടെർമിനേറ്റ് വിത്ത് ഫ്ലവർ. ഇത് ഫ്ലവറാണ്. പിന്നെ പുതിയത് താഴെ ഉണ്ടാവുള്ളൂ. പുതിയ ഫ്ലവർ താഴെ കണ്ടോ, പുതിയൊരു ഫ്ലവർ താഴെ കണ്ടോ. ഈ ഒരു മെയിൻ ആക്സിസ് ടെർമിനേറ്റ് വിത്ത് ഫ്ലവർ, ദാറ്റ് ഈസ് സൈമോസ്. അതിൽ ഈ ഒരു ഓർഡർ ശ്രദ്ധിച്ചോ, വലിയ പൂവ് മേലായിരിക്കും, പിന്നെ ചെറിയ പുതിയ പൂവ് താഴെ ഉണ്ടാവുക. ദാറ്റ് ഈസ് ബേസിപ്പെറ്റൽ ഓർഡർ. ആ ഒരു ഓർഡറിനെ ബേസിപ്പെറ്റൽ ഓർഡർ എന്ന് വിളിക്കാം. പരീക്ഷയ്ക്ക് വരും. എന്ത് വരും? 2 മാർക്കിന് വരും. വാട്ട് ഈസ് ഇൻഫ്ലോറസൻസ്? വാട്ട് ആർ ദ 2 ടൈപ്സ് ഓഫ് ഇൻഫ്ലോറസൻസ്? അതിൻ്റെ ഓർഡർ എങ്ങനെയാണ് എന്ന് വേണമെങ്കിൽ പരീക്ഷയ്ക്ക് ചോദിക്കാം. അപ്പോൾ ഇവിടെ എക്സ്ട്രാ ഒരു ചോദ്യം നമുക്ക് വേണമെങ്കിൽ പ്രതീക്ഷിക്കാം. റെസിമോസ് എന്താണ് എന്ന് ചോദിച്ചാൽ, സാറേ ഞങ്ങൾ എങ്ങനെ എഴുതും, എങ്ങനെ ഡെഫിനിഷൻ കൊടുക്കും? എന്നാ കൊടുത്തോളൂ മക്കളെ, കൊടുത്തോളൂ. മെയിൻ ആക്സിസ് continues to grow. Flower born laterally. ഇങ്ങനെ കൊടുത്താൽ മതി, ഓവർ ഡെക്കറേഷൻ വേണ്ട. What about സൈമോസ്? മെയിൻ ആക്സിസ് terminates with flower. ഓക്കെ അല്ലേ? അങ്ങനെ കൊടുത്താൽ മതി. പിന്നെ ഇതിൻ്റെ ഓർഡർ ഒന്ന് എഴുതി വെച്ചാൽ മതി. ബേസിപ്പെറ്റൽ ഓർഡർ, അക്രോപെറ്റൽ ഓർഡർ. ഇത്ര മതി. സെറ്റാണ്. ഇത് മറക്കരുത് മക്കളെ, പിടിച്ചോ. ഇതിൻ്റെ ഒരു ഫിഗറിലേക്ക് നമുക്ക് പോയാൽ ഇത് അത്ര ഒരു ക്ലാരിറ്റി ഉള്ള ഫിഗറൊന്നും അല്ല. നോക്കടാ, ഇതിങ്ങനെ മെയിൻ മേലോട്ട് ഇങ്ങനെ വളർന്നു പോവുക കണ്ടോ. സൈഡിലൊക്കെ ഫ്ലവർ ഉണ്ടാവുക. പക്ഷേ ഈ ഒരു സംഭവം അടിപൊളിയാണ്. ദിസ് ഈസ് എ ഫിഗർ അബൌട്ട് സൈമോസ് ചേട്ടൻ, സൈമൂസൂട്ടൻ്റെ ഫിഗറാണ്. ഇതിൻ്റെ പ്രത്യേകത ശ്രദ്ധിച്ചോ, കണ്ടോ. ഈ ഒരു ഭാഗം എടുത്ത് കണ്ടോ, ഇവിടെ വലിയ ഫ്ലവർ, ഇവിടെ പുതിയ താഴത്ത് കണ്ടോ, പുതിയ ഫ്ലവർ മുട്ടിടുന്നു താഴത്ത് കണ്ടോ. ദാറ്റ് ഈസ് സൈമോസ്. ഈ ഒരു ഫിഗർ വേണമെങ്കിൽ വരാവുന്നതാണ്. ഓക്കെ, 2 മാർക്കോ ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റിയ നല്ല ഒരു ഫിഗറാണ് കേട്ടോ. ഇനി മക്കളെ, നമ്മൾ ഫ്ലവറിലേക്ക് കടക്കുകയാണ്. ഇപ്പോൾ ഫ്ലവറിലാണ് ഉള്ളത്. ഫ്ലവർ അത്ര എളുപ്പമല്ല, നമുക്ക് കുറച്ചൊന്ന് മനസ്സിലാക്കാനുണ്ട്. സാറ് ഫ്ലവറിൻ്റെ ഒരു ഫിഗർ വരയ്ക്കാം. നമുക്കിനി ഫ്ലവറിനെ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഫ്ലവറിൻ്റെ ഫിഗറുകൾ നോക്കണം. നമ്മളിപ്പോൾ ഫ്ലവറാണ് പഠിക്കുന്നത് കേട്ടോ. ഫ്ലവറിൻ്റെ പാർട്സുകൾ മനസ്സിലാക്കണം. ഇപ്പോൾ ഒരു ഫ്ലവർ ഞാൻ വരയ്ക്കുകയാണെങ്കിൽ നോക്ക്, ഇതിപ്പോൾ അതിൻ്റെ ഒരു പെഡിസൽ, ഫ്ലവറിൻ്റെ ഒരു ഭാഗം പെഡിസൽ കണ്ടോ. അതിമ്പോൾ ഇവിടെ ഒരു ഉണ്ടുണ്ട് വിചാരിച്ചോ. ഈ ഒരു ഭാഗത്തൊരു ഉണ്ടുണ്ടാവും. ദാറ്റ് ഈസ്, നമുക്ക് ഇവനെ വേണമെങ്കിൽ ഒരു പേര് കൊടുക്കാം, തലാമസ്. ദിസ് ഈസ് പെഡിസൽ, ഫ്ലവറിൻ്റെ ഒരു പെഡിസൽ. അതായത് നമ്മൾ റോസാപ്പൂ ഒക്കെ പിടിക്കുമ്പോൾ അവർ പിടിക്കുന്ന ഭാഗം പെഡിസൽ. ദിസ് ഈസ് തലാമസ്. ഓർ ഇതിൻ്റെ മറ്റൊരു പേരാണ് റിസെപ്റ്റക്കിൾസ് എന്ന് പറഞ്ഞാൽ പാത്രം എന്നൊക്കെ ആ ഒരു അർത്ഥത്തിൽ മനസ്സിലാക്കിയാൽ മതി കേട്ടോ. തലാമസ് ഓർ റിസെപ്റ്റക്കിൾസ്. ഐഡിയ കിട്ടിയല്ലോ. അവിടുന്ന് നമ്മൾ ചെമ്പരത്തിപ്പൂവിൻ്റെ പോലത്തെ പൂവാണ് വരക്കണത്. അവിടുന്ന് ഇതെങ്ങനെ കുറേ സാധനങ്ങളുണ്ടാവും. ഒക്കെ തിമ്പെന്താണ്ടാവും, ഈ തലാമസിലാണ് ഇവരൊക്കെ ഉണ്ടാവുക. എടാ, ഈ ഒരു അടിയിലുള്ള നമ്മളെ ചെമ്പരത്തിയുടെ ഏറ്റവും അടിയിൽ, സാറ് ഇതൊന്ന് വായിക്കണേ. നമ്മളെ ചെമ്പരത്തിയുടെ ഏറ്റവും അടിഭാഗത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു പച്ച കളറിലുള്ള ഒരു സാധനം നമ്മൾ കാണുമല്ലോ. ഓക്കെ, ആ പൂവിൻ്റെ ഏറ്റവും അടിയിൽ അതാണ് സാർ ഇപ്പോൾ വരച്ചിട്ടുള്ളത്. ദാറ്റ് ഈസ് ഹീ ഈസ് കോൾഡ് ആസ് കാലിക്സ്. എടാ, ഈ മൊത്തം സാധനത്തിന് നമുക്ക് ഈ പച്ച മൊത്തം, ഈ അടിയുള്ള പച്ച എതളുകൾ മൊത്തത്തിന് നമുക്ക് വിളിക്കാം കാലിക്സ്. അതിൻ്റെ സിംഗിൾ യൂണിറ്റിനെ ഒന്ന് ഞാൻ പറിച്ചു കഴിഞ്ഞാൽ അതിനെ വിളിക്കാം സെപ്പൽസ്. എടാ, ഇന്നൊരൊറ്റ ഒന്നിനെ ഞാൻ മുറിച്ചു, ദാറ്റ് ഈസ് സെപ്പൽ. കാലിക്സും അതിൻ്റെ സിംഗിൾ യൂണിറ്റ് സെപ്പലും. അങ്ങനെയാണെങ്കിൽ സാറേ ദാ ഇവിടുന്ന് വന്ന് ഈ വലിയ സാധനം കണ്ടോ, ഈ വലിയ സാധനം
ഇതാരാ സാറേ? കൊറോള. That is, his single unit is called petals. സിംഗിൾ യൂണിറ്റിനെ നമുക്ക് പെറ്റൽ എന്ന് വിളിക്കാം. എൻ്റെ മക്കൾക്ക് ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. സോ അടിയിലുള്ള പച്ച സാധനം കാലിക്സ്, അതിൻ്റെ സിംഗിൾ ഒറ്റ ഒന്ന് മുറിച്ചാൽ അതിന് സെപ്പൽ, മൊത്തം ചോപ്പിനെ കൊറോള, അതിൻ്റെ ഒരൊറ്റ ഒന്ന് മുറിച്ചാൽ പെറ്റൽ. ആൻഡ് ഇതാ നടുവിൽ ഇതാ ഇങ്ങനെ മഞ്ഞ ഒരു സാധനം ഇങ്ങനെ വരലുണ്ടല്ലോ. ഇതെല്ലാവർക്കും ഒട്ടുമിക്ക എല്ലാവർക്കും ചിലപ്പോൾ കത്തിയിട്ടുണ്ടാവും. നമ്മൾ ചെമ്പരത്തിയൊക്കെ എപ്പോൾ എടുക്കുമ്പോൾ കൈമലാവുന്ന ഒരു മഞ്ഞ സാധനമില്ലേ, മഞ്ഞ ഈ മഞ്ഞ സാധനമാണ് സുഹൃത്തുക്കളെ ആൻഡ്രീഷ്യം എന്ന് പറയാം. ദാറ്റ് ഈസ് ആൻഡ്രീഷ്യം, ആൺഭാഗം, ഒരു ഫ്ലവറിൻ്റെ മെയിൽ പാർട്ട്. അതിൻ്റെ സിംഗിൾ യൂണിറ്റ്, അതായത് ഇപ്പോൾ ഞാൻ കുറേ എണ്ണം വരച്ചുകളല്ലോ, അതിൻ്റെ ഒരൊറ്റൊന്ന് മാത്രം എടുത്താൽ ഓനെ നമുക്ക് വിളിക്കാം സ്റ്റെയ്മൻ എന്നോനെ വിളിക്കാം സ്റ്റെയ്മൻ. ആൻഡ് ഇതൊന്നുമല്ലാണ്ട് ഇതിൻ്റെ നടുവിൽ ഒരു വെൽവെറ്റ് കളറിലൊക്കെ ഉണ്ടാവുക ചെമ്പരത്തിയിൽ. ഞാൻ ഇപ്പോൾ തൽക്കാലം ഈ കളറിൽ വരച്ചു. നടുവിലൊരു സാധനം ഉണ്ടാവും, ഇതാണ് ഇതിൻ്റെ പെൺഭാഗം. ദാറ്റ് ഈസ് ഗൈനീഷ്യത്തിൻ്റെ ഒരൊറ്റൊന്ന് മാത്രം, ഒരൊറ്റൊന്ന് മാത്രം എടുത്തു കഴിഞ്ഞാൽ ഓനെ നമുക്ക് വിളിക്കാം കാർപ്പൽ ഓർ പിസ്റ്റൽ. സാറേ ഇതൊക്കെ ഞങ്ങൾ 5ാം ക്ലാസ്സിലോ 6ാം ക്ലാസ്സിലോ 7ാം ക്ലാസ്സിലോ 8ാം ക്ലാസ്സിലൊക്കെ പഠിച്ചാണല്ലോ ആണ്. പക്ഷേ ഇത് അറിയാണ്ട് ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല. ഈ ഫ്ലവറിൽ മെയിൽ ഭാഗം, ആൺഭാഗം ഇതല്ലേ, ദിസ് ഈസ് മെയിൽ പാർട്ട്, ദിസ് ഈസ് ഫീമെയിൽ പാർട്ട്. ആണും പെണ്ണും ഉണ്ട്. ആണും പെണ്ണും കൂടിയുള്ള ഒരു ഫ്ലവറിനെ നമുക്ക് വിളിക്കാം ബൈസെക്ഷൽ ഫ്ലവർ. ആണും പെണ്ണും കൂടെ ഒരു ഫ്ലവറിലുണ്ടെങ്കിൽ ആൺഭാഗവും ഉണ്ട് പെൺഭാഗവും ഉണ്ട്. സോ ദാറ്റ് ഫ്ലവർ ഈസ് കോൾഡ് ബൈസെക്ഷൽ. നമുക്കൊരു സിമ്പലൊക്കെ ഉണ്ട് കേട്ടോ. ആണുങ്ങൾക്ക് ഇങ്ങനെയാണ് സിമ്പൽ കൊടുക്കുക. താഴെ ഒരു കുരിശിട്ടാ ഇത് ആണുണ്ട് പെണ്ണുണ്ട്. സോ ദിസ് ഈസ് ബൈസെക്ഷൽ എന്ന് നമ്മൾ ഇങ്ങനത്തെ എംബ്ലാണ് മാർക്ക് ചെയ്യുക. ഓക്കെ ആണല്ലോ, ഐഡിയ കിട്ടിയല്ലോ മക്കളെ? ഇതുവരെയുള്ള കാര്യങ്ങൾ ഓക്കെ അല്ലേ? ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു മാർക്കിങ്സ് നമുക്ക് അറിഞ്ഞാലേ നമുക്കിനി ഈ ചാപ്റ്ററിൽ എന്തെങ്കിലും ആയിട്ട് നമുക്കൊന്ന് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഇവിടെ ഒരു എക്സ്ട്രാ ഒരു കിൻഡൽ പോയിന്റ് കിടക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ മക്കൾ എല്ലാവരും ഒന്നുകൂടെ ശ്രദ്ധിച്ചാണ്. അതായത് ഇവിടെ പച്ചയും ചുവപ്പും കാലിക്സും കൊറോളയും നമുക്ക് മനസ്സിലാവണില്ലേ? എന്നാൽ ചില ചെടികളിൽ ചില ചെടികളിൽ ഇത് വേർതിരിച്ചറിയൂല. അതായത് കാലിക്സും കൊറോളയും സെപ്പറേറ്റ് അറിയൂല. അങ്ങനെയുള്ളതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് പെരിയാന്ത്. കാലിക്സ് ആൻഡ് കൊറോള കനോട്ട് ഡിസ്റ്റിങ്വിഷ്. അതിന് ഒറ്റ കളറിൽ ഒരു ഇതളേ ഉണ്ടാവുള്ളൂ. അപ്പം നമുക്കിപ്പോൾ ഇത് കാലിക്സ് ആണോ അതോ കൊറോളയാണോ അങ്ങനെ നമുക്ക് മനസ്സിലാവില്ല. അങ്ങനെ മനസ്സിലാവാത്തവർ നമ്മൾ വിളിക്കുന്നൊരു ചെല്ലപ്പേരാണ് പെരിയാന്ത്. അപ്പോൾ പെരിയാന്തിൽ കാലിക്സ് ഉണ്ടോ കൊറോള ഉണ്ടോ അറിയൂല. അത് രണ്ടിൽ ഏതാണെന്ന് നമുക്ക് മനസ്സിലാവില്ല. ഒറ്റ ഇതളേ ഉള്ളൂ. അതാണെങ്കിൽ ഒരു കളറായിരിക്കും, ഏതെങ്കിലും ഒരു കളറായിരിക്കും. ഇപ്പോൾ വെള്ള പച്ച മഞ്ഞ ഏതെങ്കിലും ഒരു കളറായിരിക്കും. ഇങ്ങനെ ഉള്ള ഒരു ചെടി ഉണ്ട്. അതിന് എക്സാമ്പിൾ പഠിച്ചു വെക്കണം. ലില്ലി ഫ്ലവർ. അതിൽ കാലിക്സ് കൊറോള വേർതിരിച്ചിട്ടില്ല. നമുക്ക് ചെമ്പരത്തി എടുത്ത് നോക്കിയാൽ പച്ച കാലിക്സും ചുവപ്പ് കൊറോളയും പറയാം. മറ്റേ അങ്ങനെ വേർതിരിച്ച് നമുക്ക് കളർ വെച്ചിട്ടോ പൊസിഷൻ വെച്ചിട്ടോ ഒന്നും പറയാൻ പറ്റില്ല. സോ അങ്ങനെയുള്ളവർക്ക് നമുക്ക് കാലിക്സ് എന്നോ കൊറോള എന്നോ നമുക്ക് വിളിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ വിളിച്ച പേരാണ് പെരിയാന്ത്. എക്സാമ്പിൾ ലില്ലിയിലാണ്. മറക്കരുത്. ഇത്രയും പോയിന്റ്സ് ഇതിൽ മറക്കാൻ പാടുള്ളതല്ല. ആൻഡ് ഇതിൻ്റെ ഒരു കണ്ടിന്യൂഷനിൽ നമുക്കൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു ഫ്ലവറിൻ്റെ സിമ്മട്രി ഒന്ന് നോക്കാം. സാറേ ഇത് ഞങ്ങൾ എവിടെയോ, അതെ നിങ്ങൾ ആനിമൽ കിങ്ഡം തന്നെ. അതേപോലെ ഫ്ലവറിനും ഉണ്ടോ? ഫ്ലവറിനും ഇല്ലേ ഈ കാര്യങ്ങളൊക്കെ? സിമ്മട്രി ഉണ്ട്. ദാറ്റ് ഈസ് ഒന്ന് അസിമ്മട്രി. നിങ്ങൾക്ക് അറിയാം അസിമ്മട്രി, എങ്ങനെ മുറിച്ചാലും ഈക്വൽ പാർട്ട് കിട്ടാത്ത ഫ്ലവേഴ്സ്, അസിമ്മട്രി. നെക്സ്റ്റ് ആക്ടിനോമോർഫിക്. സാറേ ഈ വാക്കല്ലല്ലോ ഞങ്ങൾ പഠിച്ചത്. അതേടാ ആക്ടിനോമോർഫിക് എന്ന് പറഞ്ഞാൽ നമുക്ക് കൊടുക്കാം എന്ത് സിമ്മട്രി? റേഡിയൽ സിമ്മട്രി. ദാറ്റ്സ് ഓൾ. അപ്പം ഞാൻ എന്താന്ന് പറയണ്ട, എങ്ങനെ സെൻറ്ററിലൂടെ പാസ് ചെയ്യുന്ന കുറേ ലൈൻസ് ഇട്ടാലും ഈക്വലായിട്ട് മുറിയും. നെക്സ്റ്റ് സൈഗോമോർഫിക്. ഫ്ലവറിൻ്റെ സിമ്മട്രി ആട്ടോ, സിമ്മട്രി ഓഫ് ഫ്ലവറാണ്, ഫ്ലവറിൻ്റെ സിമ്മട്രിയാണ്, ആനിമൽസിൻ്റെ സിമ്മട്രി ഒന്നല്ല. സൈഗോമോർഫിക് ഒട്ടുമിക്ക ഒക്കെ മനസ്സിലാവുണ്ടോ? ഇപ്പോൾ ഇവിടെ എന്താ എഴുതാൻ പോകുന്നത്? സൈഗോമോർഫിക് മീൻസ് ബൈലാട്രൽ സിമ്മട്രി. ഓക്കെ, ഇങ്ങനെയൊക്കെ ഫ്ലവറിനും സിമ്മട്രികളുണ്ട്. ഫ്ലവറിന് ഈ ടേംസാണ് നമ്മൾ ഉപയോഗിക്കുന്നതുള്ളൂ. അപ്പോൾ ഇവിടെ ആക്ടിനോമോർഫിക്കിന് നമ്മൾ കൊടുക്കുന്ന ഒരു സിമ്പിളാണിത്. എങ്ങനെ ഒരു വട്ടിട്ട് പ്ലസ് ഇടുക.
സൈഗോമോർഫിക്കിന് നമ്മൾ കൊടുക്കുന്ന ഒരു സിമ്പിൾ ഉണ്ട്, പെർസെൻറ്റേജിൻ്റെ ഒക്കെ ഒരു സിമ്പിൾ. ഓക്കെ, ഇതിങ്ങനെയാണ്. ഇതിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് അസിമെട്രിക് വേണമെങ്കിൽ കന്ന പറയാം. കന്ന. ഇവിടെ ആക്ടിനോമോർഫിക് നമുക്ക് മസ്റ്റാർഡ് ഒന്ന് പഠിച്ചാലും മതി, ഡെറ്റൂറ, പിന്നെ ചില്ലി ഉണ്ട്, ചില്ലി ഒരു 2 പഠിച്ചു വെക്കുക. സൈഗോമോർഫിക്കിന് ഇത് 4 പഠിച്ചോട്ടോ, ആവശ്യമുണ്ട്, പിന്നെ വരും. ഞാൻ പറഞ്ഞ ഓർഡറിൽ പഠിച്ചോ. കേഷ്യ, ഗുൽമോഹർ, പി ബീൻസ്, ഇങ്ങനത്തെ 4 എക്സാമ്പിൾസ്. ഓക്കെ, ഈ സാധനം വരാറുണ്ടോ സാറേ? റെയറാണ്, പക്ഷെ വരാം. നമുക്ക് ഈ വർഷമൊക്കെ പരീക്ഷയൊക്കെ കുറച്ചുകൂടി കടുക്കുകയാണെങ്കിൽ ഈ വക സാധനങ്ങളൊക്കെ വരാം. ഓക്കെ, ഇത് വളരെ സിമ്പിളാണ്. സിമ്മട്രി ഒന്ന് നോക്കി വെച്ചാൽ നമുക്കൊക്കെ മനസ്സിലാവും. അതിൽ തന്നെ അതിൻ്റെ ടേംസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുമുണ്ട്. എടാ അങ്ങനെയാണെങ്കിൽ മക്കളെ നമുക്ക് അടുത്തതിലേക്കൊന്ന് പോകാം. അതായത് ശ്രദ്ധിക്കാം. നമ്മൾ ബൈസെക്ഷനും കാര്യങ്ങളൊക്കെ പറഞ്ഞു. ചില ഫ്ലവറുകൾ 3 എതളുകൾ ഉണ്ടാവും. 3 എതളുകൾ ഉണ്ടെങ്കിൽ നമുക്ക് വിളിക്കാം ട്രൈമറസ്. ചില ഫ്ലവറുകൾക്ക് 4 അതിൻ്റെ മൾട്ടിപ്ലിക്കേഷനും ആയിരിക്കും, നമ്മളെ കാലിക്സും കുറവുകളൊക്കെ, ദാറ്റ് ഈസ് ടെട്രാമറസ്. ചിലവർക്ക് 5 അതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ആയിരിക്കും എതളുകൾ. ഇത് കണ്ടോ, ഇത് എത്ര ഇതളാണ്? 5 1 2 3 4 5. അപ്പോൾ എന്ത് വിളിക്കും? പെൻറ്റാമറസ്. അപ്പോൾ അതിൻ്റെ മൾട്ടിപ്ലിക്കേഷനൊക്കെ അതാണ് വിളിക്കുക. ഓക്കെ, ഇനി ഇവിടെ ശ്രദ്ധിക്കണം. ഇനി നമുക്ക് പഠിക്കാനുള്ളൊരു ടോപ്പിക്കാണ്. നോക്കണേ, ഇത് പരീക്ഷകൾക്ക് ഒരുപാട് കണ്ടിട്ടുള്ളതാണ്, ഒരുപാട്. ഹൈപ്പോഗൈനസ്, പെരിഗൈനസ്, എപ്പിഗൈനസ്. കുറച്ച് ടേംസാണ് ഫ്ലവേഴ്സിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്ന കുറച്ച് ടേംസാണ്. ഹൈപ്പോഗൈനസ്, പെരിഗൈനസ്, എപ്പിഗൈനസ് എന്ന് പറഞ്ഞാൽ ഫ്ലവറിൻ്റെ ആ ഒരു വോൾ ഉണ്ടല്ലോ, വോൾ എന്ന് പറഞ്ഞാൽ ഫ്ലവറിനെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഏറ്റവും പുറത്തത്തെ ഔട്ടർ മോസ്റ്റ് വോളാണ്. ഒരു ഫ്ലവറിനെ എടുത്താൽ അതിൻ്റെ ഏറ്റവും പുറത്ത് അറേഞ്ച് ചെയ്ത ആളാണ് നമുക്ക് വളരെ സിമ്പിളായിട്ട് പറയാം നമ്മുടെ കാലിക്സ്. ഓക്കെ, അതിന് മുന്നേ സാർ ഒറ്റ ചെറിയൊരു കാര്യം കൂടി ഞാൻ മക്കളൊന്ന് ഓർപ്പിക്കട്ടെ. ഈ ഫ്ലവറിൽ ചില ഫ്ലവറിൽ ഈ അടിയിൽ കണ്ടോ, അടിയിൽ ഇങ്ങനെ ഒരു ലീഫ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഈ ലീഫിനെ ഉണ്ടെങ്കിൽ നമ്മൾ വിളിക്കുന്നൊരു വാക്കാണ് ബ്രാക്റ്റേറ്റ്. എന്താണ് വിളിക്കുക? ബ്രാക്റ്റേറ്റ്. ഇങ്ങനെ ലീഫ് ഉണ്ടാവും ചിലതിൽ, റെഡ്യൂസ്ഡ് ലീഫ് ഓൺ ദ ബേസ് ഓഫ് ദ പെഡിസൽ. ഓക്കെ, ബ്രാക്റ്റേറ്റ്. ചിലതിൽ അങ്ങനെ ഒരു ലീഫ് ഉണ്ടാവില്ല, ഫ്ലവറിൻ്റെ അറ്റത്താണ് സാർ പറഞ്ഞത് കേട്ടോ. ലീഫ് ഇല്ലെങ്കിൽ, ഇവിടെ അടിയിൽ ലീഫ് ഇല്ലെങ്കിൽ അതിന് ഇബ്രാക്റ്റേറ്റ് എന്നൊക്കെ വിളിക്കാം. ഇബ്രാക്റ്റേറ്റ് സാർ ജസ്റ്റ് സൂചിപ്പിച്ചു എന്നുള്ളൂ കേട്ടോ. മക്കളെ ഇനി വാ, നമുക്ക് തിരിച്ചു വരാം. ഹൈപ്പോഗൈനസ്, പെരിഗൈനസ്, എപ്പിഗൈനസ്. അതായത് ഒരു ഫ്ലവറിൻ്റെ ഏറ്റവും ഔട്ടർ മോസ്റ്റ് വോളാണ് നമ്മുടെ കാലിക്സ്. അതിൻ്റെ തൊട്ടുള്ളിലാണ് കൊറോള, അതിൻ്റെ ഉള്ളിലാണ് ആൻഡ്രീഷ്യം. ഏറ്റവും നടുവിൽ ചൊറുക്ക് സുന്ദരക്കുട്ടനാണ് നമ്മളെ ഗൈനീഷ്യം അല്ലേ. ഈ ഗൈനീഷ്യത്തിൻ്റെ പാർട്സ് അല്ലെങ്കിൽ കാർപ്പലിൻ്റെ പാർട്സ് നമ്മൾ നോക്കിയാൽ, ഉദാഹരണത്തിന് സാർ എഴുതുകയാണ് ഗൈനീഷ്യത്തിൻ്റെ പാർട്സ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും ഇത് മനസ്സിലാക്കി വെക്കൽ നിർബന്ധമാണ്. ഇതാ നോക്ക്, ഏറ്റവും അടിയിൽ ഓവറി, പെണ്ണാണ് ഗൈനീഷ്യാണ്. സ്റ്റൈൽ ഏറ്റവും മുകളിൽ സ്റ്റിഗ്മ. കണ്ടോ, ഇതാണ് ഒരു പെണ്ണിൻ്റെ ഭാഗങ്ങൾ, ഒരു ഫ്ലവറിലെ പെണ്ണിൻ്റെ ഭാഗങ്ങൾ. ഈ ഓവറിയുടെ ഉള്ളിലാണ് ഇവന്മാരുടെ ഒവ്യൂള് വെച്ചിട്ടുണ്ടാവും കേട്ടോ. ഒവ്യൂൾ ഇരിക്കുന്ന ഒരു കുഷൻ ടൈപ്പ് സ്ഥലമാണ് പ്ലാസൻ്റ. ദയവേത് മനുഷ്യൻ്റെ പ്ലാസൻ്റെയായിട്ടൊന്നും ബന്ധപ്പെടുത്തരുത്, ഇത് പ്ലാന്റിലുള്ളതാണ് കേട്ടോ, കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഓവറി, സ്റ്റൈൽ, സ്റ്റിഗ്മ. ഇതിൽ പോളൻ ഗ്രെയിൻസ് വന്ന് വീഴുന്ന സ്ഥലമാണ് സ്റ്റിഗ്മ, പോളൻ ട്യൂബ് ഉണ്ടാക്കുന്ന സ്ഥലമാണ് സ്റ്റൈൽ. അപ്പോൾ പെണ്ണിൻ്റെ പൊസിഷൻ അത് വെച്ചിട്ട് ബാക്കിയുള്ള സാധനങ്ങൾ എങ്ങനെ അറേഞ്ച് ചെയ്തു, ആ അറേഞ്ച്മെൻറ്റ് നമ്മൾ വിളിക്കുന്നതാണ് ഹൈപ്പോഗൈനസ്, പെരിഗൈനസ്, എപ്പിഗൈനസ്. സാർ ഒന്നും കൂടി വ്യക്തമാക്കി തരാം. അതായത് പെണ്ണ് നടുവിലിരിക്കല്ലേ, അവളെ വെച്ചിട്ട് ബാക്കിയുള്ളവർ ബാക്കിയുള്ളവർ പറഞ്ഞാൽ കാലിക്സ്, കൊറോള, ആൻഡ്രീഷ്യൊക്കെ അല്ലേ, ഓരെവിടെ ഇരിക്കണം? ഈ പെണ്ണിൻ്റെ മേലെയാണോ, ഈ പെണ്ണിൻ്റെ അതേ വലുപ്പത്തിലാണോ, ഈ പെണ്ണിൻ്റെ മൂട്ടിലാണോ, താഴെയാണോ എന്നൊക്കെ നമ്മൾ പറയുന്ന ഒരു പരിപാടിയാണ് ഹൈപ്പോഗൈനസ്, പെരിഗൈനസ്, എപ്പിഗൈനസ്. ഇതിൽ നമുക്ക് ഹൈപ്പോഗൈനസ് ഒന്ന് എടുക്കാം. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊന്നും പറയാം. ഹൈപ്പോഗൈനസിൽ ഓവറി എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സുപ്പീരിയർ ഓവറിയാണ് ഹൈപ്പോഗൈനസിൽ. അതിൻ്റെ ഒരു എംബ്ലം, ഒരു ചിഹ്നം എങ്ങനെയാണ്, സിമ്പിൾ ഇങ്ങനെയാണ് നമ്മൾ സിമ്പിൾ കൊടുക്കുക ഹൈപ്പോഗൈനസ്. അപ്പോൾ സാറേ നെക്സ്റ്റോ പെരിഗൈനസിലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഉണ്ട്. ഓവറിയെ നമ്മൾ വിളിക്കാം ഹാഫ് ഇൻഫീരിയർ. നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ ഒരു എംബ്ലം കൊടുക്കാം, അതിനനുസരിച്ചായിട്ട് അങ്ങനെ കറക്റ്റ് പറയുന്നില്ല. എപ്പിഗൈനസിൽ ഓവറി എങ്ങനെ വെച്ചാൽ ഇൻഫീരിയർ ഓവറി.
ദാറ്റ് ഈസ് ഇതാ ഇങ്ങനെ ആയിരിക്കും ഓവറി ഉണ്ടാവുക. ഇനി ഇതിലെന്ത് ക്വസ്റ്റ്യനാണ് സാറ് വരിക? ഈ പൊസിഷൻസ് വരാം. നോക്ക്, ഇത് മാച്ച് ദ ഫോളോയിങ് ആയിട്ട് വരാം. ഹൈപ്പോഗൈനസ് സുപ്പീരിയർ ഓവറി, പെരിഗൈനസ് ഹാഫ് ഇൻഫീരിയർ ഓവറി, എപ്പിഗൈനസ് ഇൻഫീരിയർ ഓവറി. പിന്നെ ഇതിൻ്റെ ഈ സിമ്പിൾസ് ഉണ്ടല്ലോ, അതും വരാം, പരീക്ഷയ്ക്ക് വരാവുന്നതാണ്. അപ്പോൾ സാറേ ഇതെന്താണ്, സാധനം എന്താണെന്നൊക്കെ നിങ്ങൾ പറഞ്ഞിരി. ഇതാകെടുക്കുന്നു, ഇത്രയേ ഉള്ളൂ, ഇതാണ് പരിപാടി. നോക്ക്, ഈ പച്ച സാധനം തലാമസ്, ഓവറി, സ്റ്റൈല്, സ്റ്റിഗ്മ. നോക്ക്, ഇതിൽ തലാമസിൻ്റെ ഏറ്റവും മേലെ കണ്ടോ, ഏറ്റവും മേലെയാണ് ഓവറി, കണ്ടില്ലേ? ഏറ്റവും മേലെ ഓവറി, ബാക്കിയൊക്കെ അതിൻ്റെ താഴെയാണ്, കണ്ടോ? ബാക്കി എല്ലാവരും ഉണ്ടാവുന്നത് തുടങ്ങുന്നത് അതിൻ്റെ താഴെ നിന്നാണ്. ദിസ് ഈസ് ഇങ്ങനെ ഉണ്ടാവുന്നതിനാണ് നമ്മൾ വിളിക്കുക ഹൈപ്പോഗൈനസ്. അപ്പോൾ സാറേ ഞങ്ങൾ പരീക്ഷയ്ക്ക് വന്ന സെൻറ്റൻസ് ആക്കാൻ ഉണ്ടാവുമോ? പൊതുവെ ഉണ്ടാവാറില്ല. ഫിഗർ തന്നിട്ട് ഇത് ഏതാണെന്നാണ് ചോദിക്കുക, അതിൻ്റെ എക്സാമ്പിളാണ് ചോദിക്കുക. അതിന് ആദ്യം സാറ് നല്ലൊരു ഡെഫിനിഷൻ പറയാം. ഇപ്പോൾ ഹൈപ്പോഗൈനസ്, ഓവറി occupy the highest position of thalamus, all the other parts below it, ബാക്കി എല്ലാവരും അതിൻ്റെ താഴെ. ഇനി ഹൈപ്പോഗൈനസ് കഴിഞ്ഞു, അടുത്തതാണ് ഏത് നമുക്കറിയാം, പെരിഗൈനസ്. എടാ ഇവിടെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ എ ഫിഗർ ഓക്കെ ഹൈപ്പോഗൈനസ് ആണ്, ബിയും സിയും രണ്ട് ഫിഗറും പെരിഗൈനസ് ആണ്. ഇതിൽ ഓക്കെ കണ്ടോ, ഇത് തലാമസ്, പക്ഷേ ഈ തലാമസ് ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ടില്ലേ? ഇത് തലാമസിൻ്റെ എക്സ്റ്റൻഷൻ ആട്ടോ. നമ്മളെ തലാമസിൻ്റെ ഈ ഒരു എക്സ്റ്റൻഷൻ നമുക്ക് വിളിക്കാം റിം ഓഫ് തലാമസ്. കണ്ടോ, ഇവിടെ അതേപോലെ തന്നെ ഇത് തലാമസ് ആണ്, അതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ ഉണ്ട് കണ്ടോ, റിം ഓഫ് തലാമസ്. കണ്ടില്ലേ? അതങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുകയാണ്. അപ്പോൾ ഓവറി ഇവിടെ നടുവിലുണ്ടായി, ഈ ഫിഗർ നോക്കാം, ഇത് ഓവറി ഇവിടെ നടുവിലുണ്ടായി, ഏകദേശം അതേ സെയിം ഹൈറ്റിലാണ് കണ്ടോ ബാക്കി എല്ലാവരും ഉണ്ടായത്. കണ്ടോ, ഓവറിനെ കംപ്ലീറ്റ് ആയിട്ട് മൂടിയില്ല, എന്നാൽ പകുതി ഉള്ളിൽ പകുതി പുറത്ത്, ഒരു പകുതി ഉള്ളിൽ പകുതി പുറത്ത് അല്ലേ. ദാറ്റ് ഈസ് പെരിഗൈനസ്. എടാ ഇനി ഇത് നോക്കിയേ, ഇതാണ് ഇവിടെ ഓവറി, കണ്ടോ കംപ്ലീറ്റ് ആയിട്ട് തലാമസ് വന്നിട്ട് മൂടി, പച്ച കണ്ടോ, തലാമസ് പച്ച വന്നിട്ട് കംപ്ലീറ്റ് മൂടി. ദാറ്റ് ഈസ് എപ്പിഗൈനസ്. ഓക്കെ ആണോ മക്കളെ? ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ എടാ നോക്ക്. ഹൈപ്പോഗൈനസ് നമുക്ക് ഒരൊറ്റ എക്സാമ്പിൾ വെച്ച് പഠിക്കാം. ചൈന റോസ്, മസ്റ്റാർഡ്, ബ്രിഞ്ചാള് അതൊക്കെ വരും. പെരിഗൈനസ് എക്സാമ്പിൾ ഒന്ന് പഠിച്ചു വെച്ചോ, പ്ലം, പീച്ച് റോസ് ജസ്റ്റ് ഒന്ന് കേട്ടിരുന്നാൽ മതി. എപ്പിഗൈനസ് ഗുവ, കുക്കുംബർ, റേ ഫ്ലോററ്റ് ഓഫ് ഗുവ, കുക്കുംബർ, സൺഫ്ലവർ എന്നും പഠിച്ചു വെച്ചോ. ഗുവ, കുക്കുംബർ, സൺഫ്ലവർ. ഏതെങ്കിലും ഓരോ എക്സാമ്പിൾ വീതെങ്കിലും നിങ്ങളൊന്ന് പഠിക്കുക, എളുപ്പമുള്ള ഓരോ എക്സാമ്പിൾ വീതം. ഫിഗർ പഠിക്കുക, വെരി ഇമ്പോർട്ടൻറ്റ്. ഇതിൻ്റെ ഫിഗർ തന്നിട്ടേ ഇത് ചോദിക്കാറുള്ളൂ, അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കുക. പറയടാ മക്കളെ, സാധനം ക്ലിയർ ആണല്ലോ, സംഭവം ക്ലിയർ ആണല്ലോ? അങ്ങനെ സാറ് പറയാം, ഹൈപ്പോഗൈനസ് എന്ന് പറയുമ്പോൾ നമുക്കൊരു ഡെഫിനിഷൻ വേണ്ടേ? ഓവറി occupy the highest position. Ovary occupy the highest position, all other part below it. അത് എഴുതിയാൽ മതി. പെരിഗൈനസിൽ ഓവറി occupy the middle, other parts from the rim of thalamus. ആ ഒരു വാക്കുണ്ടെങ്കിൽ തന്നെ മാർക്കാണ്. നെക്സ്റ്റ് എപ്പിഗൈനസ്, ovaries completely inside the thalamus. എങ്ങനെയാടാ ovaries completely inside the thalamus. മക്കളെ, നമ്മൾ ഡേഞ്ചർ ഏരിയാസ് എല്ലാം കഴിഞ്ഞു. ഡേഞ്ചർ ഏരിയാസ് എല്ലാം നമ്മൾ കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളിലേക്കൊന്ന് പോവാം. മക്കളെ, ഇതാ NCERT-യിൽ ജസ്റ്റ് കൊടുത്തിട്ടുണ്ട് കാലിക്സിനെ കുറിച്ചും അതേപോലെ തന്നെ നമ്മുടെ കൊറോള ചേട്ടനെ കുറിച്ചും. ചെമ്പരത്തി ആലോചിക്കുക, കാലിക്സിൻ്റെ സിംഗിൾ യൂണിറ്റാണ് എല്ലാവർക്കും അറിയാം, സെപ്പൽസ്. എടാ കൊറോളൻ്റെ സിംഗിൾ യൂണിറ്റുകൾ നമുക്ക് വിളിക്കാം പെറ്റൽ ഓർ പെറ്റൽസ്, കുഴപ്പമില്ലല്ലോ. കാലിക്സ് പൊതുവേ ഗ്രീൻ കളറാണ്. ബഡായിരിക്കുമ്പോൾ, ഒരു ഫ്ലവറായി ബഡായിരിക്കുമ്പോൾ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ആൾ കാലിക്സ് ആണ്. ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് ടൈമും ഗ്രീൻ കളറായിരിക്കും. കൊറോള നല്ല ബ്രൈറ്റ് കളറായിരിക്കും, പല കളറുകളുണ്ടാവും. ബ്രൈറ്റ് കളേഴ്സ്, റെഡ്, മഞ്ഞ, പച്ച, ഗ്രീൻ, യെല്ലോ, എല്ലാ കളറും ഉണ്ടാവും, ബ്രൈറ്റ് കളേഴ്സ്. എടാ നമ്മുടെ സെപ്പൽസ് യുണൈറ്റഡ് ആണെങ്കിൽ, യുണൈറ്റഡ് എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് കൂടി ചേർന്നിരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ചിലപ്പോൾ ഫ്രീ ആയിട്ടിരിക്കാം, ഫ്രീ വിട്ട് എല്ലാവരും ഇങ്ങനെ കൂടിയിരിക്കാം, അല്ലെങ്കിൽ എല്ലാവരും ഇങ്ങനെ വിട്ടിരിക്കാം. ഓക്കെ, യുണൈറ്റഡ് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ നമുക്ക് വിളിക്കാം ഗാമോസെപ്പാലസ്. ഫ്രീ ആയിട്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് വിളിക്കാം
പോളിസെപ്പാലസ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അതേ ടൈമിൽ പെറ്റൽ ഒന്ന് പറഞ്ഞേടാ, എളുപ്പമാണ്. ഫ്യൂസ് ചെയ്തിരിക്കുകയാണെങ്കിൽ ഗാമോ പെറ്റാലസ്, ഫ്രീ ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ പോളി പെറ്റാലസ്. ഓക്കെ, മതി. അതൊരു സിമ്പിൾ സാധനം. അതിന് ഓവർ നമ്മൾ സ്ട്രെസ് ഒന്നും കൊടുക്കാനൊന്നുമില്ല കേട്ടോ. ഫ്രീ ആയിട്ട് ഇരിക്കാറ് ഫ്യൂസ് ചെയ്യാതിരിക്കുക, ഫ്രീ ആയിട്ട് ഇരിക്കുക. ഇത് ഫ്ലവറിൻ്റെ ഒരു ഫിഗർ കൊടുത്താണ്. ഇത് കാലിക്സ്, ഇത് കൊറോള, ഇത് ആൻഡ്രീഷ്യം, ഇത് ഗൈനീഷ്യം ഒക്കെ ഒറ്റക്കൊറ്റക്ക് കൊടുത്താണ്. മക്കൾക്ക് ഈ ഫ്രീ ആയിട്ട് ഇരിക്കുക, യുണൈറ്റഡ് ആയിട്ട് ഇരിക്കുക എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? അതായത് ഇതിപ്പോൾ 5 എതളുകളാണ്, ഒരു ഫ്ലവറിന് 5 എതളുകളാണ്. ഇതിങ്ങനെ എല്ലാവരും ഇങ്ങനെ ഫ്യൂസ് ചെയ്തിരിക്കുക, ഗാമോസെപ്പാലസ്. എല്ലാവരും ജസ്റ്റ് ഇങ്ങനെ ഫ്രീ ആയിട്ട് ഇരിക്കുക, പോളിസെപ്പാലസ് അല്ലെങ്കിൽ പോളിപെറ്റാലസ്. അതാണ് അതിൻ്റെ അർത്ഥം കേട്ടോ. അല്ലാണ്ട് അത് വേറൊരു ഓവർ ഇതിലേക്കൊന്നും പോകണ്ട. ഈയടാ മോണെ, ഇതേ കിടക്കുന്നു നിങ്ങളുടെ ഫൈനൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ. അതെ, ഇത് തന്നെ. വാട്ട് ഈസ് ദിസ്? എസ്റ്റിമേഷൻ. ഞാൻ വീണ്ടും പറയുന്നു, ഇതൊന്നും അറിയാണ്ട് ആ പരീക്ഷാ ഹാളിലേക്ക് പോയിട്ട് ഒരു കാര്യമില്ല. എൻ്റെ മക്കൾക്ക് ലോട്ടറിയാണ്. ഇത് ഇപ്പോൾ സാറ് പറഞ്ഞ അങ്ങോട്ട് പഠിച്ചെടുത്തോടാ, സെറ്റായിട്ട് പരീക്ഷയ്ക്ക് ഫുൾ മാർക്ക് അടിച്ചിങ്ങോട്ട് വരാം. ആ ഒരു ചിരിക്കണ ഫേസ് അതൊന്ന് ആലോചിച്ച് വെച്ചോണ്ടി. പരീക്ഷൻ്റെ റിസൾട്ട് നമ്മളിങ്ങനെ നോക്കണ്. റിസൾട്ട് ഇങ്ങനെ നോക്കുമ്പോൾ ഫുൾ മാർക്ക് ബയോളജി ഫുള്ള്, ഫിസിക്സ് ഫുള്ള്, കെമിസ്ട്രി ഫുള്ള്, ഹിന്ദി ഫുള്ള്, ഓർ മലയാളം ഓർ അറബി ഫുള്ള്, മാത്സ് ഫുള്ള്, ഇംഗ്ലീഷ് പേരിന് 1-2 മാർക്കാണ്ട് കളഞ്ഞാളാ, അല്ലെങ്കിൽ കണ്ണേറ് കെട്ടും. എടാ ഫുള്ള് ടോട്ടൽ എത്ര മാർക്ക് എന്നൊക്കെ ടീച്ചർമാരൊക്കെ ചോദിക്കുമ്പോൾ 520 2 മാർക്ക് കണ്ട് പോയി. അമ്മേ, ഉമ്മി വാപ്പിയും അച്ഛനമ്മയൊക്കെ അയൽവാസികളോടൊക്കെ ഫുള്ള് പറഞ്ഞിടക്കലേക്കാരോ, ഗ്രൂപ്പിലൊക്കെ ഫുള്ള് ഇങ്ങനെ നിങ്ങളെന്നെ ഏക്കാരോ. ഒന്ന് ആലോചിച്ച് നോക്കണേ, റിസൾട്ട് വരുമ്പോൾ ഇങ്ങനെ അല്ലേ, ഈട മോനെ എന്നാ സാറ് പറയുന്നത് പഠിച്ചോ. എസ്റ്റിമേഷൻ ശ്രദ്ധിക്കണം. എന്താണ് എസ്റ്റിമേഷൻ? അങ്ങോട്ടൊന്നും നോക്കണ്ട, നോക്കി ആകെ ബാച്ചാറോ. ഇങ്ങോട്ട് ഇന്നെ നോക്കിക്കോട്ടോ, അത്രയും ചൊറുക്കുള്ള ഒരാൾ ഇവിടെ ഇല്ലേ, ഇങ്ങോട്ട് നോക്കിക്കോ. എടാ എസ്റ്റിമേഷൻ എന്ന് പറഞ്ഞാലേ നോക്കണേ, നമ്മളെ എതളുകളില്ലേ ഫ്ലവറിൻ്റെ, കാലിക്സിൻ്റെ, കൊറോളൻ്റെ ഒക്കെ. കാലിക്സിൻ്റെ സിംഗിൾ യൂണിറ്റ് ആയിരുന്നു സെപ്പൽസ്. ഇപ്പോൾ ഇത് 5 സെപ്പലായി അയച്ചോ. 1 2 3 4 5. ഇവരെങ്ങനെയാണ് നിൽക്കണതെന്ന് ഇപ്പോൾ ഇവരിങ്ങനെ വട്ടത്തിൽ ഇങ്ങനെ തൊടാതല്ലേ, ഇപ്പോഴോ ഫ്യൂസ് ചെയ്തിട്ടല്ലേ. ഇനി ഇപ്പോഴോ നോക്ക്, ഇപ്പോൾ നേരത്തെ വെച്ച പോലെ അല്ലല്ലോ, കണ്ടോ? ഓരോന്നിങ്ങനെ ഓവർലാപ്പൊക്കെ ചെയ്തിട്ടല്ലേ, കണ്ടോ? ഓക്കെ, ഇങ്ങനെ ഓവർലാപ്പ് അങ്ങനെ പല കോലത്തിലും. ഇപ്പോൾ നേരത്തെ പോലെയാണോ? അല്ല, കണ്ടോ? അപ്പം അങ്ങനെ ഫ്ലവർ പല കോലത്തിലും എന്ത് ചെയ്യാം, അറേഞ്ച് ചെയ്യാം. ഏത് ഫ്ലവറല്ല, ഫ്ലവറിൻ്റെ സെപ്പൽസോ അല്ലെങ്കിൽ പെറ്റൽസോ. ആ അറേഞ്ച്മെൻറ്റ് നമ്മൾ വിളിക്കുന്ന പേരാണ് എസ്റ്റിമേഷൻ. ദാറ്റ് ഈസ് അറേഞ്ച്മെൻറ്റ് ഓഫ്, സെൻറ്റൻസ് ഒന്ന് ശ്രദ്ധിക്കണേ, അറേഞ്ച്മെൻറ്റ് ഓഫ് sepals or petals with respect to same wall. അതായത് വോൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ ഒരു ഭാഗം തന്നെ, അതിൻ്റെ ചുഴി, അതായത് ഔട്ടർ മോസ്റ്റ് വോളാണ് കാലിക്സ്, അതിൻ്റെ സിംഗിൾ യൂണിറ്റാണ് സെപ്പൽസ്. അപ്പോൾ സെപ്പലിനെ തന്നെ വെച്ചിട്ട്, സെപ്പലിനെയും പെറ്റലിനെയും കൂടി മിക്സ് ചെയ്യരുത്. സെപ്പലിനെ എടുക്കുകയാണെങ്കിൽ സെപ്പൽസുകൾ മാത്രം എങ്ങനെ നോക്കുക, പെറ്റൽസിനെയാണ് എടുക്കണമെങ്കിൽ പെറ്റൽസുകൾ മാത്രം എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് നോക്കുക. അതിൻ്റെ അറേഞ്ച്മെൻറ്റിനെ വിളിക്കുന്ന പേരാണ് എസ്റ്റിമേഷൻ. പറഞ്ഞേടാ, ഇപ്പോൾ സെപ്പൽസ് മാത്രമുള്ള അറേഞ്ച്മെൻറ്റ് ഓർ അല്ലെങ്കിൽ പെറ്റൽസ് മാത്രമുള്ള അറേഞ്ച്മെൻറ്റ് ഓഫ് സെപ്പൽസ് ഓർ പെറ്റൽസ് വിത്ത് റെസ്പെക്ട് ടു ദ സെയിം വോൾ, അതിനെ വിളിക്കുന്ന വാക്കാണ് എസ്റ്റിമേഷൻ. നമുക്ക് 4 ടൈപ്പ് എസ്റ്റിമേഷൻസാണ് പഠിക്കാനുള്ളത്. മക്കളെ പഠിച്ചു വെച്ചോ. വാൽവേറ്റ് അതേപോലെ തന്നെ ഒരു മിനിറ്റ്, ആ വാൽവേറ്റ് ഒന്ന് പറയാം. ഇത് കണ്ടോ, അതായത് ഈ ഫിഗറിലേക്ക് എൻ്റെ മക്കൾ നോക്കണം എന്നില്ല. ഈ ചുവന്ന ആ ഒരു താഴത്തുള്ള ഫിഗേഴ്സ് നമുക്ക് കൊടുക്കാൻ ചാൻസ് കുറവാണ്. അതിൻ്റെ ഒരു കാരണം എന്താ വെച്ചാൽ നമ്മുടെ പരീക്ഷ ബ്ലാക്ക് ആൻഡ് വൈറ്റിലായിരിക്കും ക്വസ്റ്റ്യൻ പേപ്പർ മിക്കവാറും. ഈ മേലത്തെ ആ ഫിഗേഴ്സ് ആയിരിക്കും. ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ തന്നു കഴിഞ്ഞാൽ കത്തൂല. ഓക്കെ, അത് വിട്ടേക്ക്. ജസ്റ്റ് നമുക്ക് ലാസ്റ്റ് നോക്കാം. എടാ, ഇപ്പോൾ ഈ വാൽവേറ്റ് പറഞ്ഞാലേ ഇതുണ്ടോ, 1 2ാമത്തെ സെപ്പല്, 3ാമത്തെ സെപ്പല്, 4ാമത്തെ സെപ്പല്, 5ാമത്തെ സെപ്പല്. കണ്ടോ? ആ 5 പേരും ജസ്റ്റ് ഇങ്ങനെ ടച്ച് ചെയ്തിട്ടിരിക്കുകയാണ്. കണ്ടില്ലേ? 5 ആൾക്കാരും ജസ്റ്റ് ടച്ച് ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അല്ലാണ്ട് അവർ ഓവർലാപ്പ് ചെയ്യുകയോ ഒന്നും ചെയ്യണില്ല. ഇല്ലല്ലോ, ആരും ഓവർലാപ്പിങ്ങോ പരിപാടിയോ ഒന്നുമില്ല. എല്ലാവരും മാന്യമായിട്ട് അവരുടെ പരിപാടി നോക്കിയിരിക്കുകയാണ്. എടാ നോക്കടാ,
ഇവിടെ കറക്റ്റ് മക്കളെ ശ്രദ്ധിക്കും നമ്മൾ സിറ്റുവേഷൻസ് പറഞ്ഞു, അതിൽ വാൽവേറ്റിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, ജസ്റ്റ് മെൻഷൻ ചെയ്തു. കണ്ടോ വാൽവേറ്റിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണ് വരിക എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി അടുത്തതാണ് ട്വിസ്റ്റഡ്. ഏതാടാ ട്വിസ്റ്റഡ്, അതായത് ജസ്റ്റ് ഒന്നിനെങ്ങനെ ഓരോന്ന് ഓവർലാപ്പ് ചെയ്ത് എടുക്കുക. ദാറ്റ് ഈസ് ട്വിസ്റ്റഡ് ആണത്. ട്വിസ്റ്റഡ് ഒക്കെ കറക്റ്റ് ഓവർലാപ്പിംഗ് ആണ്. കണ്ടോ ഒന്ന് അതിനടുത്ത് ഓവർലാപ്പ് ചെയ്തു, അതിനടുത്ത് ഓവർലാപ്പ് ചെയ്തു, അതിനടുത്ത ആൾ കണ്ടോ ട്വിസ്റ്റഡ്. നെക്സ്റ്റ് ഇതൊക്കെ ഒരു ഓർഡർ ഇല്ല. ഒന്ന് അതിൻ്റെ മേലെ ഇവിടെ ഒന്ന് പിന്നെ ഇതിന് ഓവർലാപ്പ് ചെയ്ത് ഇതിന് ഓവർലാപ്പ് നോക്ക്, ഇതിനെ 2 പേര് ഓവർലാപ്പ് ചെയ്തില്ലേ ഇതിനെ. കണ്ടോ അപ്പോൾ ഒരു ഓർഡർ ഇല്ലാണ്ട് ഇതിനാരും ഓവർലാപ്പ് ചെയ്തിട്ടില്ല. കണ്ടോ ഇത് പുറത്ത് എടുക്കുക. ഒരു ഓർഡർ ഇല്ലാണ്ട് എടുക്കുന്നതിനാണ് ഇംബ്രിക്കേറ്റ് എന്ന് വിളിക്കുക. ഇംബ്രിക്കേറ്റ്. ഇപ്പോൾ 3 എണ്ണമായി: വാൽവേറ്റ്, ട്വിസ്റ്റഡ്, ഇംബ്രിക്കേറ്റ്. ആൻഡ് ലാസ്റ്റ് വൺ വെക്സിലറി. ഇതിന് വേറൊരു വാക്കും കൂടി ഉണ്ട്, പാപ്പിലോനേഷ്യസ്. വെക്സിലറി ഓർ പാപ്പിലോനേഷ്യസ്. എടാ വെക്സിലറി നോക്കടാ, ഒരു വലിയ ആള് സ്റ്റാൻഡേർഡ്. ഈ വലിയ മനുഷ്യരെ നമ്മൾ വിളിക്കും സ്റ്റാൻഡേർഡ് എന്ന് വിളിക്കും. സ്റ്റാൻഡേർഡ് അത് നോക്കണം. സാർ ഇത് അവിടെ ഒന്ന് മാറ്റി വരക്കാം. ആ വലിയ ആള് മേലെ വലിയ ആള് സ്റ്റാൻഡേർഡ്. എടാ 2 സൈഡിലുള്ള 2 ആൾക്കാർ വിങ്സ്. എടാ നടുവിലുള്ള ലാസ്റ്റിലുള്ള 2 പേര് കീൽ. കണ്ടോ ഇങ്ങനെ ഒരു അറേഞ്ച്മെൻറ്റ്. ഒരു വലിയ ആള്, 2 സൈഡിൽ ചെറിയ ആൾക്കാർ, നടുവിൽ 2 ആൾക്കാർ ജോയിൻ ചെയ്തിട്ട് ഒരു സ്റ്റാൻഡേർഡ്, വിങ്സ്, കീൽ. ഈ ഒരു അറേഞ്ച്മെൻറ്റിനെ നമുക്ക് വിളിക്കാം വെക്സിലറി ഓർ പാപ്പിലോനേഷ്യസ് അറേഞ്ച്മെൻറ്റ്. സാറേ ഇതൊക്കെ നിങ്ങൾ പറഞ്ഞു, ഇനിയിപ്പോൾ എന്താ ഇതിൽ പഠിക്കാനുള്ളത്? പഠിക്കാൻ ഇത്രയേ ഉള്ളൂ. ഞാൻ ചോദിക്കുന്ന ഡെഫിനിഷൻ ആർക്കാണ് എന്താണെന്ന് പറയാൻ പറ്റുക. സെപ്പൽസ് ഓർ പെറ്റൽസ് ജസ്റ്റ് ടച്ചസ് വാൽവേറ്റ്. One overlap the other in a correct order, twisted. One overlap without any correct order, imbricate. One standard, 2 wings, 2 keel, that is vexillary. പഠിച്ചൂടെ? That is vexillary. ഇനി ഇതിനൊക്കെ ഒരു എക്സാമ്പിൾസ് നമുക്ക് നോക്കിയാൽ അതിനൊരു കെലോട്രോപ്പിസ് കൊടുക്കാം. കെലോട്രോപ്പിസ് എടാ ട്വിസ്റ്റഡിൽ നമ്മളെ ചൈന റോസ്, കോട്ടൺ ലേഡീസ് ഫിംഗർ ഒക്കെ കൊടുക്കാം. കോട്ടൺ ലേഡീസ് ഫിംഗർ. ഇംബ്രിക്കേറ്റിൽ നമുക്ക് നേരത്തെ നമ്മൾ പഠിച്ചിരുന്നു കാഷ്യ, ഗുൽമോഹറൊക്കെ. സാറായിനായിരുന്നു പഠിപ്പിച്ചിരുന്നത് ഗുൽമോഹർ. എടാ വെക്സിലറിയിൽ ബീൻസ് ഇതൊക്കെ കൊടുക്കാം. ഇതൊന്ന് എൻ്റെ മക്കളുടെ ടെക്സ്റ്റൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് എഴുതി ചൊറുക്കാക്കി വെക്കുക, അല്ലെങ്കിൽ നിങ്ങളെ നോട്ടുണ്ടെങ്കിൽ അതിലൊന്ന് എഴുതി വെക്കുക. ഇതൊക്കെ എന്തായാലും വരുന്ന സാധനങ്ങളാണ്. ഫിഗർ തന്നിട്ട് ഇമാതിരി ക്വസ്റ്റ്യൻസ് ആയിരിക്കും വന്നിരിക്കും. ഓക്കെ എന്നാൽ കേട്ടോ, ഒന്ന് ഡെഫിനിഷനും കൂടി സാറ് പറയാം. വാൽവേറ്റ്, sepals are just touches, അല്ലെങ്കിൽ petals are just touches. Twisted, the sepals, that is one overlap the other in a correct order. Imbricate, the sepals are overlap but without any order. Vexillary, there is one standard, 2 wings and 2 keels. The keels are united. അടിയിൽ ഒരുമിച്ച് ചേർന്നിട്ടുണ്ടാവും. കണ്ടോ അടിയിൽ ഇങ്ങനെ ഒരുമിച്ച് ഇതാണോ ഇവിടെ കണ്ടോ, അടിയിൽ ഇങ്ങനെ ഒരുമിച്ച് ചേർന്നിട്ടുണ്ട്. കീൽ. ഓക്കെ അത്ര മതിയടാ. എമ്മൊരു സാധനം അതെന്നറിയോ? ഔൻ്റെ അമ്മേ. അടുത്തത് പ്ലാസൻറ്റേഷൻ അല്ല, അത് പ്ലാസൻറ്റേഷൻ ആണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. അതിൻ്റെ മുന്നേ നമുക്ക് കുറച്ച് കാര്യങ്ങളൊന്ന് മനസ്സിലാക്കാണ്ട് അതവിടെ നിൽക്കട്ടെ. ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണല്ലോ മക്കളെ? ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻ്റ് ഏരിയ. നമ്മൾ വളരെ സ്പീഡ് നമുക്ക് കഴിയാവുന്നതേ ഉള്ളൂ. ആൻഡ് അതൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് പോവാം ആൻട്രീഷ്യ. എടാ സാറ് പറയുന്ന കാര്യങ്ങൾ അങ്ങ് നേരെ പഠിക്കുക കേട്ടോ. ആൻട്രീഷ്യത്തിൻ്റെ സിംഗിൾ യൂണിറ്റാണ് സ്റ്റേമൻ. എല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ സ്റ്റേമൻ്റെ ഒരു ഫിഗർ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ് ഉണ്ടാവുക. ദിസ് ഈസ് അതിൻ്റെ ഉള്ളിലുള്ള ഫിലമെൻറ്റ്. ദിസ് ഈസ് ആന്തർ. ആൻട്രീഷ്യത്തിൻ്റെ സിംഗിൾ യൂണിറ്റ്. ആൻട്രീഷ്യത്തിൻ്റെ സിംഗിൾ യൂണിറ്റാണ് സ്റ്റേമൻ. അതിലൊരു ഫിലമെൻറ്റും ഉണ്ടാവും, ഒരു ആന്തറും ഉണ്ടാവും. ഈ ആന്തറിൻ്റെ ഉള്ളിലാണ് ആരുണ്ടാവുക എന്നറിയോ? നമ്മുടെ പോളൻ ഗ്രെയിൻസ്.
പോളൻ ഗ്രെയിൻസ് ഒക്കെ ഉണ്ടാവുക ആന്തറിൻ്റെ ഉള്ളിലാണ്. മക്കളെ കൺസെപ്റ്റ് ഒക്കെ ഉള്ളൂ. ഇതാണ് സ്റ്റെം. ഇനി ഈ പോളൻ ഗ്രെയിൻസ് ആണ് കുട്ടികളുണ്ടാക്കുക. എന്നാൽ ചില ആളുകൾക്ക് കുട്ടികളുണ്ടാക്കാൻ കഴിവുണ്ടാവില്ല. എല്ലാവർക്കും ഇപ്പോൾ കഴിവുണ്ടാവണമെന്നില്ലല്ലോ. ദാറ്റ് ഈസ് സ്റ്റെറൈൽ സ്റ്റെമൻ. സ്റ്റെറൈൽ സ്റ്റെമൻ, കഴിവില്ലാത്ത സ്റ്റെമൻ. അവനെ വിളിക്കുന്ന, അങ്ങനെയുള്ള സ്റ്റാമിനെ വിളിക്കുന്ന പേരാണ് സ്റ്റാമിനോഡ്. സ്റ്റാമിനോഡ്, ഓടുകൂട് അല്ലേ, സ്റ്റാമിനോഡ്. സ്റ്റെറൈൽ സ്റ്റാമൻ, അതായത് പോളൻ ഗ്രെയിൻസ് ഒന്നും വലിയ ഫങ്ഷൻ ചെയ്യാത്ത, പോളൻ ഗ്രെയിൻസ് ഒന്നും ഇല്ലാത്ത, കാര്യമായിട്ടൊന്നും ഇല്ലാത്ത സ്റ്റേമൻ, ദാറ്റ് ഈസ് സ്റ്റാമിനോഡ്. അങ്ങനെയുള്ള സ്റ്റേമൻ, സ്റ്റാമിനോഡ്. ഇനി ഇതിൻ്റെ കണ്ടിന്യൂഷൻ നമുക്ക് പഠിക്കാനുള്ളതാണ്. അതായത് ചില സ്റ്റേമൻ അറ്റാച്ച്ഡ് വിത്ത്, അറ്റാച്ച്ഡ് എന്നുള്ളതിന് സാറ് പ്ലസ് ഇടുന്നുള്ളൂ കേട്ടോ. സ്റ്റേമൻ അറ്റാച്ച്ഡ് വിത്ത് എന്തായിട്ട് അറ്റാച്ച് ചെയ്യുന്നറിയോ? പെറ്റൽസ്. പെറ്റൽസ് ആയിട്ട് സ്റ്റേമൻ അറ്റാച്ച് ചെയ്താൽ അതിന് നമുക്ക് വിളിക്കാം എപ്പിപെറ്റാലസ്. എപ്പിപെറ്റാലസ്, ദാറ്റ് ഈസ് സീൻ ഇൻ ബ്രിഞ്ചാൾ. ബ്രിഞ്ചാളിൽ നമുക്ക് കാണാം. അതേപോലെ തന്നെ ചില സ്റ്റേമൻ അറ്റാച്ച്ഡ് വിത്ത് പെരിയാന്ത്. പെരിയാന്ത് എന്താണെന്ന് പിരാന്ത് ഒന്നും വായിക്കരുത് കേട്ടോ. പെരിയാന്ത് എന്താണെന്ന് എൻ്റെ മക്കൾക്ക് അറിയുന്നുണ്ടോ? നമ്മൾ നേരത്തെ പറഞ്ഞു കാലിക്സ് ആൻഡ് കൊറോള കനോട്ട് ഡിസ്റ്റിങ്വിഷ്. അതെ, ഇതിൻ്റെ ഒരു എക്സാമ്പിൾ നമുക്ക് ആദ്യം നോക്കാം. എടാ, ലില്ലി, ദാറ്റ് ഈസ്, ഇതിന് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു പേരാണ് എപ്പിഫിലസ്. ഓക്കെ, എപ്പിപെറ്റാലസ്, എപ്പിഫിലസ്. സ്റ്റേമൻ അറ്റാച്ച്ഡ് വിത്ത് പെറ്റൽ, സ്റ്റേമൻ അറ്റാച്ച്ഡ് വിത്ത് പെരിയാന്ത്. ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ട് മനസ്സിലാക്കാനുള്ളേ ഉള്ളൂ കാര്യങ്ങൾ. ഇനി ഈ സ്റ്റേമൻ ഉണ്ടല്ലോ, ഈ സ്റ്റേമൻ ചിലപ്പോൾ ബണ്ടിൽ പോലെ അറേഞ്ച് ചെയ്യും. ഇപ്പോൾ നോക്ക്, ഇതൊന്ന്, ഇത് രണ്ട്, ഇത് മൂന്ന്, കണ്ടോ? മൂന്നെണ്ണം ഇങ്ങനെ ഒരു ബണ്ടിൽ പോലെ ഒന്നിച്ച് കൂട്ടത്തോടെ ഇങ്ങനെ അറേഞ്ച് ചെയ്തില്ലേ? എന്നുവെച്ചാൽ അങ്ങനെ ബണ്ടിൽസ് ഉണ്ട്. ഒന്നെങ്കിൽ മോണോ അഡൽഫസ് എന്ന് പറയും. ഇനി വേറെ രണ്ട് ബണ്ടിലാവുകയാണെങ്കിൽ, ഒരു ബണ്ടിലാണെങ്കിൽ മോണോ അഡൽഫസ്, രണ്ട് ബണ്ടിലാണെങ്കിൽ ഡൈ അഡൽഫസ്, മൂന്ന് ബണ്ടിലോ അതിൽ കൂടുതലോ ഒക്കെ ആണെങ്കിൽ പോളി അഡൽഫസ് എന്നൊക്കെ പറയും. ഓക്കെ മക്കളെ, അതിന് വലിയ എക്സാമ്പിളിലേക്കൊന്നും വലിയ ഇതിൽ പോകണമെന്ന് നിർബന്ധമില്ല. മക്കളിതൊന്ന് പഠിച്ചു വെക്കുക. അപ്പോൾ അവിടെ സ്റ്റേമിനെ ബണ്ടിലാക്കുകയാണെങ്കിൽ, ഒരു ബണ്ടിലാണെങ്കിൽ മോണോ അഡൽഫസ്, രണ്ട് ബണ്ടിലാണെങ്കിൽ ഡൈ അഡൽഫസ്, രണ്ട് കൂടുതൽ ബണ്ടിൽസ് ആണെങ്കിൽ പോളി അഡൽഫസ്. ഈ രണ്ട് ബണ്ടിൽസിലൊക്കെ നമുക്ക് എക്സാമ്പിൾ പി ഒക്കെ പറയാം കേട്ടോ. എടാ, ഇത്രയും കാര്യമാണ് നമ്മൾ ആൻഡ്രീഷ്യത്തിലൊന്ന് നോക്കേണ്ടത് കേട്ടോ. ആൻഡ്രീഷ്യത്തിൽ ഇവിടെ സാറ് ഒന്ന് നോക്കട്ടെ. ഈ ആൻഡ്രീഷ്യത്തിനൊക്കെ നമ്മൾ കൊടുക്കുന്ന ഒരു സിമ്പിളാണ് എ. അത് ആൻഡ്രീഷ്യത്തിൻ്റെ സിമ്പിളാണ് കേട്ടോ. സ്റ്റേമിനായിട്ട് നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം എ. ഈ പെറ്റൽസ് നമുക്ക് കൊറോള സി കൊടുക്കാം. സി, കൊറോള, കണ്ടോ? പെറ്റൽ ഈസ് എ പാർട്ട് ഓഫ് കൊറോള അല്ലേ? കൊറോള. സ്റ്റെമൻ ഈസ് എ പാർട്ട് ഓഫ് ആൻഡ്രീഷ്യം അല്ലേ? ആൻഡ്രീഷ്യം. ഇപ്പോൾ രണ്ടിൻ്റെ ഫസ്റ്റ് ലെറ്റർ സിയും എയും, കണ്ടോ? ഇങ്ങനെ സിമ്പിൾ ഇടും. എന്നിട്ട് ഇങ്ങനെ ഒരു വരട്ടാൽ, കണ്ടോ? ഒരു തമ്മിൽ അറ്റാച്ച്മെൻ്റ് ഉണ്ട്. ആൻഡ്രീഷ്യവും കൊറോളയും തമ്മിൽ. ആൻഡ്രീഷ്യം എന്ന് പറഞ്ഞാൽ സ്റ്റേമൻ, കൊറോള എന്ന് പറഞ്ഞാൽ പെറ്റൽ. ഇവർ തമ്മിലൊരു അറ്റാച്ച്മെൻ്റ് ഉണ്ട്. ദാറ്റ് ഈസ് എപ്പിപെറ്റാലസ്. അതിന് ഇങ്ങനെയൊക്കെ നമുക്ക് സിമ്പിൾ കൊടുക്കാം, എപ്പിപെറ്റാലസ്. അതവിടെ നിന്നോട്ടെ. ഇനി നമ്മൾ ഓൾറെഡി മെയിൽ പാർട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് ഫീമെയിൽ പാർട്ടിലേക്ക് പോവാം. ഫീമെയിൽ പാർട്ടിന് നമുക്ക് ഗൈനീഷ്യം എന്ന് വിളിക്കാം. ഗൈനീഷ്യത്തിൽ നമുക്ക് നോക്കാം, സിംഗിൾ യൂണിറ്റ് ആണ്. ആരടാ? കാർപ്പൽ അല്ലേ? ഈ കാർപ്പലിനെ നമുക്ക് രണ്ട് രീതിയിലാക്കാം. ദാറ്റ് ഈസ്, ഒന്നെങ്കിൽ ഒരു ഫ്ലവറിൽ ഒറ്റ കാർപ്പൽ, മോണോ കാർപ്പലറി, ഒറ്റ കാർപ്പൽ കാണാം. അല്ലെങ്കിൽ ഒന്നിലധികം കാർപ്പൽ, മൾട്ടി കാർപ്പലറി. ഓക്കെ, ഒന്നിലധികം കാർപ്പൽ, മൾട്ടി കാർപ്പലറിയിൽ തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്. ദാറ്റ് ഈസ് അപ്പോകാർപ്പസ്. നെക്സ്റ്റ് വൺ ഈസ് സിങ്കാർപ്പസ്. അതെന്താ സാറേ ഈ അപ്പോകാർപ്പസും സിങ്കാർപ്പസ് എന്നൊക്കെ പറഞ്ഞാൽ? എടാ, ഒന്നിലധികം കാർപ്പലുകൾ ഉണ്ട്, അവർ ഫ്യൂസ് ചെയ്താൽ ഫ്യൂസ്ഡ് ആണെങ്കിൽ, ഇഫ് കാർപ്പൽസ് ആർ ഫ്യൂസ്ഡ് ദെൻ സിങ്കാർപ്പസ്, ഇഫ് കാർപ്പൽസ് ആർ ഫ്രീ ദെൻ അപ്പോകാർപ്പസ്. ദാറ്റ്സ് ഓൾ. ഇത്രയും കാര്യങ്ങളൊന്നും നമ്മൾ മനസ്സിലാക്കി വെക്കണം. അതേപോലെ തന്നെ നമ്മൾ നേരത്തെ പഠിച്ചൊരു ഫിഗർ നേരത്തെ സാറ് പറഞ്ഞു തന്നിരുന്നു. ദിസ് ഈസ് സ്റ്റിഗ്മ, ദിസ് ഈസ് സ്റ്റൈൽ, ദിസ് ഈസ് ഓവറി. ഓവറിയുടെ ഉള്ളിൽ ഒവ്യൂൾ ഉണ്ടാവും. ഇവർ ഇരിക്കുന്ന കുഷൻ പോലെയുള്ള സ്ഥലമാണ് പ്ലാസൻറ്റ. ഇത് മുന്നേ സാറ് നേരത്തെ പറഞ്ഞാണ്. ഓവറിയുടെ ഉള്ളിൽ കുഷൻ പോലെയുള്ള സാധനം പ്ലാസൻറ്റ.
അതിൻ്റെ മേലെ ഇരിക്കുന്നത് ഒവ്യൂൾ. ഒവ്യൂൾ എങ്ങനെയാണ് ഓവറിയിൽ അറേഞ്ച് ചെയ്തിട്ടുള്ളത്? എല്ലാം അടുപ്പിച്ചാണോ, വട്ടത്തിലാണോ, പുറത്താണോ, ഉള്ളിൻ്റെ നടുവിലാണോ, ഒന്നുള്ളൂ എന്നൊക്കെയുള്ള അറേഞ്ച്മെൻറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്ലാസെൻറ്റേഷൻ. അപ്പോൾ പറ മക്കളെ, വാട്ട് ഈസ് പ്ലാസെൻറ്റേഷൻ? അറേഞ്ച്മെന്റ് ഓഫ് ഓവ്യൂൾ ഓൺ ഓവറി. പറഞ്ഞോ. വാട്ട് ഈസ് പ്ലാസെൻറ്റേഷൻ? അറേഞ്ച്മെന്റ് ഓഫ് ഓവ്യൂൾ ഓൺ ഓവറി. എൻ്റെ മക്കള് ഈ ഫിഗർ ഒന്ന് അടിച്ചു പൊളിച്ചു നോക്കിയടാ എല്ലാവരും, ഒരാൾ പോലും അത് വിടരുത്. ഈ ഫിഗറല്ല, ഈ എഴുതിയ കാര്യങ്ങൾ ഓക്കെ ആണല്ലോ മക്കളെ? സെറ്റ് അല്ലേ? ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി എന്താ സാധനം ഇതില്ലാത്തൊക്കെ ഒരു പരീക്ഷാ പേപ്പർ സ്വപ്നത്തിൽ പോലും വേണ്ട, എന്തായാലും ഉണ്ടാവും. പ്ലാസെൻറ്റേഷൻ ആണ്. 5 ടൈപ്പ് പ്ലാസെൻറ്റേഷൻ നമുക്ക് മെയിനായിട്ട് പഠിക്കാനുള്ളത്. പേരൊക്കെ എന്തായാലും പഠിച്ചു ചൊല്ലിട്ടോ. ഇതൊന്നും അറിയില്ല, മോശമല്ല, നിങ്ങൾ അത്ര ഇല്ലയെന്ന് അർത്ഥം. ഇതൊന്നും അറിയില്ലെങ്കിൽ കേട്ടോ. ഫസ്റ്റ് പ്ലാസെൻറ്റേഷൻ മാർജിനൽ, ആക്സിയൽ, പെറൈറ്റൽ, ഫ്രീ സെൻട്രൽ, ലാസ്റ്റ് വൺ ബേസൽ ജോസഫ് ഒന്നല്ല കേട്ടോ, ബേസൽ. ഓക്കെ, പറയടാ 5 എണ്ണം പറഞ്ഞടാ. മാർജിനൽ, ആക്സിയൽ, പെറൈറ്റൽ, ഫ്രീ സെൻട്രൽ, ബേസൽ. ഫിഗർ കണ്ടിട്ട് അടയാളപ്പെടുത്താൻ പറ്റണം. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫിഗർ ആയിരിക്കും മക്കളെ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫിഗർ ആയിരിക്കും. അത് മറക്കാൻ നിൽക്കണ്ട കേട്ടോ, അത് മറക്കണ്ട. ഇനി ഓരോന്നിൻ്റെ എക്സാമ്പിൾ ഒന്ന് പോയേ. ഇത് കണ്ടാൽ തന്നെ അറിയുണ്ടാവും, പി അല്ലേ, പി. ഇത് നമ്മളെ ഇതുണ്ടോ, നടുവിലിങ്ങനെ സെപ്റ്റ ഉണ്ടാവും, സെപ്റ്റ. അതിൻ്റെ ചുറ്റുമായിരിക്കും ഒവ്യൂൾ. കണ്ടോ? ഇങ്ങനെയുള്ള സാധനങ്ങൾ നിങ്ങൾക്ക് അറിയാം. ലെമൺ, ചൈന റോസ് ഒക്കെ. നാരങ്ങയിൽ ടൊമാറ്റോ, ലെമൺ, ചൈന റോസ്, ടൊമാറ്റോയിലൊക്കെ അങ്ങനെയാണ് മക്കളെ. ഒന്ന് പഠിച്ചെടുത്തേടാ. ഈ നടുത്ത് ഈ വരയാണ് കേട്ടോ, സെപ്റ്റ ഉണ്ടാവും. ഇത് കുറേ അറകളില്ലേ, സെപ്റ്റ ഉണ്ട്. ഇതൊരു അറ, ഇത് വേറൊരു അറ. അറകൾക്ക് വിളിക്കും മൾട്ടി ലോക്യുലാർ. അറയ്ക്ക് പറയുന്നത് ലോക്യുലാർ. ഒന്നിലധികം അറകൾ ഉള്ളത് കൊണ്ട് ഇതിനെ മൾട്ടി ലോക്യുലാർ എന്ന് വിളിക്കും. എൻ്റെ മക്കൾ ആ ഫിഗർ ഒന്ന് നോക്കി വെച്ചടാ. ആ ഫിഗർ ഇല്ലാത്തൊരു പരിപാടി ഇല്ലടാ. കിട്ടിയല്ലോ മക്കളെ, കിട്ടിയല്ലോടാ. ഓക്കെ അല്ലേ? ആ ഫിഗറൊക്കെ പഠിച്ചു വെക്കുക. ഇനി നോക്കടാ, പെറൈറ്റൽ നോക്കിയടാ എല്ലാവരും. കണ്ടോ? ഇവിടെ ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ, കണ്ടോ, ഇതാണ് ഇതിൻ്റെ പെരിഫറി ഭാഗം. വാട്ട് ഇസ് മീൻ ബൈ പെരിഫറി? അറ്റ ഭാഗം, പെരിഫറി. അവിടെയാണ് ഒവ്യൂൾ ഉണ്ടാവുക. പെരിഫറിയിലാണ് ഇതിൻ്റെ ഒവ്യൂൾ ഉണ്ടാവുക. മാത്രമല്ല ഇതിലിടക്ക് ഫാൾസ് സെപ്റ്റ് ഉണ്ടാവും. ട്രൂ സെപ്റ്റ് അല്ല, ഫാൾസ് സെപ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇവിടെ ഫ്രീ സെൻട്രലിലോ നടുവിലായിരിക്കും ഇത് ഉണ്ടാവുക, ഒവ്യൂളാണ് കേട്ടോ അത്. ഒവ്യൂൾ നടുവിൽ. സെപ്റ്റ ഇല്ല, നോ സെപ്റ്റ. ഫ്രീ സെൻട്രലിന് നോ സെപ്റ്റ. ഇവിടെ ഫാൾസ് സെപ്റ്റ. ചിലപ്പോൾ വരാം. ഇവിടെ ട്രൂ സെപ്റ്റ ഉണ്ടാവും. കണ്ടോ? നല്ല വര ഉണ്ടാവും നടുവിൽ. ആൻഡ് ലാസ്റ്റ് ബേസലുടെ ഈ അടിയിൽ ഇവിടെ അങ്ങനെ കറക്റ്റായിട്ട് ഇങ്ങനെ കൊടുത്തിട്ടില്ല. കണ്ടോ? ഇതിൻ്റെ ഏറ്റവും ഈ അടിഭാഗത്തായിട്ട് നമ്മളെ ഒവ്യൂൾ വരിക. ഇതിൽ എക്സാമ്പിളാണ് നമുക്ക് സൺഫ്ലവറോ നമ്മളെ മേരിഗോൾഡ് സൺഫ്ലവറൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ, അങ്ങനെ എല്ലാത്തിൻ്റെയും എക്സാമ്പിളും കാര്യങ്ങളും നമ്മൾ നിർബന്ധമായിട്ടും എന്ത് ചെയ്ത് വെക്കണം മക്കളെ? പഠിച്ചു വെക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ അല്ലേ? ഇതിൽ മാർജിനൽ, പി, ആക്സിയൽ, ലെമൺ, ടൊമാറ്റോ. അതേപോലെ തന്നെ നമുക്കിവിടെ മസ്റ്റാർഡ് കൊടുക്കാം, മസ്റ്റാർഡ് കൊടുക്കാം. അങ്ങനെ എല്ലാത്തിൻ്റെയും മക്കളെ ഒന്ന് പഠിച്ചു വെച്ചാടാ, എല്ലാവരും ഒന്ന് പഠിച്ചു വെച്ചാടാ. ഓക്കെ അല്ലേ? എക്സാമ്പിൾസ് ഒക്കെ ഓക്കെ അല്ലേ? അവിടെ ഉണ്ട്. ഫ്രീ സെൻട്രൽ, ഡയാന്തസ് പ്രിംറോസ്. മസ്റ്റാർഡ്, ആർജിമോൺ വേണമെങ്കിൽ കൊടുക്കാം. ആർജിമോൺ എന്ന് പറയുന്നൊരു എക്സാമ്പിൾ കൊടുക്കാം. ഇതൊക്കെ വളരെ സിമ്പിളാട്ടോ. ജസ്റ്റ് നിങ്ങൾ പഠിച്ചു വെക്കേണ്ട ഇത്ര കാര്യങ്ങൾ. മാർജിനൽ, ഇത് കണ്ടാൽ മാർജിനൽ, എക്സാമ്പിൾ പി. ഇത് കണ്ടാൽ ആക്സിയൽ, എക്സാമ്പിൾ ലെമൺ, ടൊമാറ്റോ. ഇത് കണ്ടാൽ പെറൈറ്റൽ, എക്സാമ്പിൾ ആർജിമോൺ, മസ്റ്റാർഡ്. ഇത് കണ്ടാൽ പേര് ഫ്രീ സെൻട്രൽ, എക്സാമ്പിൾ ഡയാന്തസ്, ആണെങ്കിൽ പ്രിംറോസും കൂടി കൊടുത്തു, പ്രിംറോസ്. ഇത് കണ്ടാൽ പേര് ബേസൽ, എക്സാമ്പിൾ സൺഫ്ലവർ, മേരിഗോൾഡ്.
മതി മതി, അത്ര പഠിച്ചാൽ മതി. നോട്ട് ചെയ്തിട്ടുണ്ടാവും എന്ന് ഉറപ്പിക്കുന്നു. ആൻഡ് നൗ അതവിടെ നിൽക്കട്ടെ മക്കളെ, നമുക്ക് ഫ്രൂട്ടിലേക്ക് വരാം. ഇത് ഫ്രൂട്ടിനെ കുറിച്ച് തന്നെയാണ്. ഫ്രൂട്ട്, എടാ ഫ്രൂട്ട് എവിടെ നിന്നാണ് ഉണ്ടായത്? അതിന് മുന്നേ നമുക്ക് നോക്കാം. ഓവ്യൂൾ ഡെവലപ്പ് ഇൻ ടു സീഡ്, ഓവറി ഡെവലപ്പ് ഇൻ ടു ഫ്രൂട്ട്. ഓക്കെ, എടാ ഇതിൽ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഡെവലപ്മെൻറ്റ് ഫ്രൂട്ടിനെ കുറിച്ചാണ് പറഞ്ഞത് കേട്ടോ. ഡെവലപ്മെൻറ്റ് ഓഫ് ഫ്രൂട്ട് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ. സാധാരണ ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞിട്ടല്ലേ ഫ്രൂട്ട് ഉണ്ടാവുക. എന്നാൽ ഫ്രൂട്ട് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ ഈസ് കോൾഡ് പാർത്തനോകാർപ്പിക് ഫ്രൂട്ട്. മക്കളെ വെരി ഇമ്പോർട്ടൻറ്റ് 1 മാർക്ക് ക്വസ്റ്റ്യൻ, മറക്കരുത്. ഫ്രൂട്ട് എവിടെ നിന്നാണ് ഡെവലപ്പ് ചെയ്യുന്നത്? ഓവറിൽ നിന്ന്. സാധാരണ സീഡ് എവിടെ നിന്നാണ് ഡെവലപ്പ് ചെയ്യുന്നത്? ഒവ്യൂളിൽ നിന്ന്. വാട്ട് ഈസ് മീൻ ബൈ പാർത്തനോകാർപ്പിക് ഫ്രൂട്ട്? ഡെവലപ്മെൻറ്റ് ഓഫ് ഫ്രൂട്ട് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ. നമുക്ക് 2 ഫ്രൂട്ട് അവിടെ കാണിച്ചുള്ളത്, മാംഗോ, കോക്കനട്ട്. ഏത് പൊട്ടിനും പറയാം. അതിൻ്റെ ലെയേഴ്സാണ് നമുക്ക് പഠിക്കുന്നത് ഫ്രൂട്ടിന്. ഔട്ടർ മോസ്റ്റ് ലെയർ തൊലി, മാംഗോൻ്റെ എപ്പികാർപ്പ്. ഈ മാംഗോയിൽ നമ്മൾ കഴിക്കുന്ന ഫ്ലഷ് ഭാഗമാണ് മീസോകാർപ്പ്. അപ്പം മാംഗോൻ്റെ ഫ്ലഷ് നമ്മൾ കഴിക്കുന്ന ഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് കോൾഡ് മീസോകാർപ്പ്. അപ്പോൾ ഇതിന് ഉമ്മയോട് പോയിട്ട് പറയണം, വീട്ടിൽ പോയിട്ട് അമ്മനോട് പറയണം, അമ്മേ ആ മാംഗോയുടെ എപ്പികാർപ്പ് കളഞ്ഞിട്ട് ആ മീസോകാർപ്പ് ഒന്ന് വെട്ടിത്തരൂ, എപ്പികാർപ്പ് കളഞ്ഞിട്ട് മീസോകാർപ്പ് ഒന്ന് മുറിച്ച് വെട്ടിത്തരൂ, അതായത് മാങ്ങൻ്റെ തൊലി കളഞ്ഞു തരൂ എന്ന്. മനസ്സിലായല്ലോ മക്കളെ? എന്നാൽ തേങ്ങയിൽ മീസോകാർപ്പ് ചോദിച്ചാൽ പണി കിട്ടും. തേങ്ങയിൽ മീസോകാർപ്പ് പറഞ്ഞാൽ ചകിരിയാണ്. ചകിരി തേങ്ങൻ്റെ നമ്മൾ പൊളിക്കുമ്പോൾ ചകിരി ഉണ്ടാവില്ലേ, അടുപ്പിലൊക്കെ വെക്കുന്ന ചകിരി, അത് തിന്നാൻ പറ്റൂല. എടാ ഇതിൻ്റെ ഈ സീഡിൻ്റെ പുറത്തൊരു നല്ല കട്ടിയുള്ള ഒരു സാധനം ഉണ്ടാവും കേട്ടോ, ദാറ്റ് ഈസ് എൻഡോകാർപ്പ്. ഇതൊക്കെയാണ് ഫ്രൂട്ടിൻ്റെ ലെയർ. അപ്പോൾ ഫ്രൂട്ടിൻ്റെ ലെയേഴ്സ് ചോദിച്ചാൽ എപ്പികാർപ്പ്, മീസോകാർപ്പ്, എൻഡോകാർപ്പ്. ഇത് തേങ്ങയിൽ ഇതേതാണെന്ന് വെച്ചാൽ ചിരട്ട. എൻഡോകാർപ്പ് പറഞ്ഞാൽ തേങ്ങയിൽ ചിരട്ട തിന്നാൻ പറ്റുമോ? ഇല്ല കേട്ടോ. പിന്നെ തേങ്ങയില ഉള്ളിലത്തെ സീഡ് നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ. ഇവിടെ നമുക്ക് സീഡ് കഴിക്കാനും പറ്റൂല. ഓക്കെ, ഈ മാംഗോ ആൻഡ് കോക്കനട്ട്, ഇതിൻ്റെ ഫ്രൂട്ടിനെ നമ്മൾ വിളിക്കുന്നൊരു പേരാണ് ഡ്രൂപ്പ് എന്നാണ് ഇവരെ വിളിക്കുക. മാംഗോ ആൻഡ് കോക്കനട്ട് ഫ്രൂട്ട് ആർ കോൾഡ് ഡ്രൂപ്പ്. വാവ്, സിമ്പിൾ ഏരിയ. ഇതിൻ്റെ മക്കൾ കണ്ടു, എൻ്റെ ക്ലാസ്സിൽ നിന്ന് ശ്രദ്ധിച്ചവർ ഇത് കണ്ടു. നമ്മൾ ഏറ്റവും ഫസ്റ്റ് ഡിസ്കസ് ചെയ്തത് ദിസ് ഈസ് ഡൈക്കോട്ട് സീഡാണ് നമ്മൾ പറയുന്നത്, ഡൈക്കോട്ട് സീഡിനെ കുറിച്ച്. ഓക്കെ, ഈ ചിത്രമൊക്കെ അല്ലേ 2 കോട്ട്ലിഡൻ പ്ലിമ്യൂൾ റാഡിക്കൽ. അതേപോലെ തന്നെ സീഡിലുള്ള സീഡ് കോട്ട് കണ്ടോ, സീഡ് കോട്ട്, ഔട്ടർ ടെസ്റ്റ, ഇന്നർ ടെഗ്മെൻ. സീഡ് കോട്ടുകൾ 2 ഉണ്ടാവുക, ടെസ്റ്റയും ടെഗ്മെനും. ഓക്കെ, 2 തൊലികളുണ്ടാവും എപ്പോഴും. പിന്നെ ഇവിടെ ഒരു സ്കാർ, ഒരു പാട് പോലെ, ഹൈലം. അതിൻ്റെ ഇടയിലൊരു ഹോള് മൈക്രോപൈൽ. ഇതാണ് കടല, അത് പൊളിച്ചു വെച്ചൊരു ഫിഗറാണത്. ഓക്കെ, ദിസ് ഈസ് ഡൈക്കോട്ട് സീഡ്. ഡൈക്കോട്ട് സീഡിൽ ഭക്ഷണമായിട്ട്, അതായത് സീഡിന് വളരാനുള്ള ഒരു ഭക്ഷണമായിട്ടുള്ളൊരു സാധനമാണ് എൻഡോസ്പേം. ഈ എൻഡോസ്പേം ഉള്ള സീഡുകൾക്ക് എക്സാമ്പിളാണ് കോക്കനട്ട്, കാസ്റ്റർ, ആവണക്കണ്ണ. കേട്ടില്ലടാ, കോക്കനട്ടും കാസ്റ്ററും ഒക്കെ എൻഡോസ്പേം ഉള്ള ഡൈക്കോട്ട് സീഡാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അതവിടെ നിൽക്കട്ടെ, ഈ ഫിഗർ അവിടെ നിൽക്കട്ടെ. നമുക്ക് മോണോകോട്ട് സീഡ് ഒന്ന് നോക്കാം. മോണോകോട്ട് സീഡ്, എടാ മോണോകോട്ട് സീഡിൽ എല്ലാവരും ഓൾ ആർ എൻഡോസ്പേമിക്. അതായത് എല്ലാവർക്കും എൻഡോസ്പേം ഉണ്ടാവും, എക്സെപ്റ്റ്, എല്ലാത്തിലും ഒരു എക്സെപ്ഷൻ ഉണ്ടാവും അല്ലേ, എക്സെപ്റ്റ് ഓർക്കിഡിന് എൻഡോസ്പേം ഉണ്ടാവില്ല. ബാക്കി എല്ലാ മോണോകോട്ട് സീഡിനും എൻഡോസ്പേം ഉണ്ടാവും കേട്ടോ. എൻഡോസ്പേം പറഞ്ഞൊന്നുമില്ല, അവർ വളർന്ന് വലുതാവുന്ന സമയത്തുണ്ടല്ലോ അവർക്ക് ഭക്ഷണം ആയിട്ടൊക്കെ എടുത്തു വെക്കാനുള്ള ഒരു ഫുഡ് റിസർവ്, അതിനെക്കുറിച്ച് കൂടുതൽ ഡെപ്ത് നമ്മൾ +2 പഠിക്കുന്നുണ്ട് കേട്ടോ. ഇനി ഈ ഫിഗർ, എമ്മാതിരി ഫിഗർ അത് അറിയോ, എത്ര പ്രാവശ്യം വന്നിട്ടുള്ളത്. ഇത് മോണോകോട്ട് സീഡിൻ്റെ ഫിഗറാണ്. നോക്ക്, മോണോകോട്ടിൽ കണ്ടോ ഫുഡ് എടുത്ത് വെച്ചിട്ടുള്ള ഈ സാധനം എൻഡോസ്പേം ലാർജ് ഏരിയയാണ്.
അതിൻ്റെ പുറത്തുള്ളൊരു ലെയർ കണ്ടോ, അല്യൂറോൺ ലെയർ. മറക്കരുത്, ഈ മാർക്കിങ് വരും. ഈ ഫിഗർ അങ്ങനെ വരലില്ല കേട്ടോ. ഈ ഫിഗർ ഇത് കണ്ടോ, സ്ക്യൂട്ടലം. ഇതാണ്, ഈ ഒരു ഭാഗമാണ് ഇതിൻ്റെ സ്ക്യൂട്ടലം. അപ്പോൾ എന്താ സ്ക്യൂട്ടലം എന്ന് ചോദിച്ചാൽ ഇതിൻ്റെ കോട്ടിലിഡൻ ആണ് മക്കളെ സ്ക്യൂട്ടലം. കോട്ടിലിഡൻ. ഇറ്റ് ഈസ് ഷീൽഡ് ഷേപ്പ്. ഷീൽഡ് ഇല്ല, നമ്മൾ ഷീൽഡ് ഒന്നുമില്ല, ഷീൽഡ് തടയുന്നൊരു സാധനം, അതേപോലെ കണ്ടോ, ഒരു ഷീൽഡ് ഷേപ്പ്, ഒരു തടയ പോലെ. ഇതിൻ്റെ കോട്ടിലിഡൻ, മോണോ കോട്ടിലിഡൻ. അപ്പോൾ എത്ര കോട്ടിലിഡൻ ഉണ്ട്? ഒറ്റൊന്ന്. അതേതാണ്? സ്ക്യൂട്ടലം. അതിനറിയപ്പെടുന്ന പേരാണ് സ്ക്യൂട്ടലം. ആൻഡ് ദെൻ ഇവിടെ അങ്ങനെ ഒരു ഷീത്ത് ഉണ്ടാവും, കോളിയോപ്റ്റൽ. അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവും പ്ലിമ്യൂൾ. ഇവിടെ അങ്ങനെ ഉണ്ടാവും റാഡിക്കൽ. അതിനെ കവർ ചെയ്തുള്ള ഷീത്താണ് കോളിയോറൈസ. എപ്പോഴും വരുന്നതാണ്. അതായത് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരാം, പ്ലിമ്യൂൾ കവർ ചെയ്തിട്ട് കോളിയോപ്റ്റൈൽ, റാഡിക്കൽ കവർ ചെയ്തിട്ട് കോളിയോറൈസ. ഐഡിയ മനസ്സിലായോ? അപ്പോൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരാം കേട്ടോ. ഓക്കെ ആണല്ലോ മക്കളെ? മതി, അവിടെ നിൽക്കട്ടെ. അത്രയും ഭാഗമാണ് നമുക്ക് ഈ തുടക്കത്തിൽ ഇതിനൊരു ഇമ്പോർട്ടൻസ് ആയിട്ട് നമുക്ക് കരുതാനുള്ളത്. ഓക്കെ അല്ലേ? ഇനി ഈ ചാപ്റ്റർ ഭയങ്കര എളുപ്പത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. പക്ഷേ കുട്ടികൾ പലരും ഇത് സാറേ ആന, ചേന, ചേമ്പ് എന്നൊക്കെ പറഞ്ഞ് ടഫൊക്കെ പറയാറുണ്ട്. എനിക്കറിയില്ല എന്ത് അടിസ്ഥാനത്തിലാണ്. നമ്മൾ പറയുന്നത് ഫ്ലോറൽ ഫോർമുലയാണ്. ഫ്ലോറൽ ഫോർമുല, അതായത് ഒരു ഫ്ലവറിനെ വളരെ സിമ്പിളായിട്ട് ഒരു ഫ്ലവറിനെ നമുക്ക് ഡിനോട്ട് ചെയ്യാൻ പറ്റും പല ഇക്വേഷൻസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട്. ഓക്കെ, പല ഇക്വേഷൻസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒരു ഫ്ലവറിനെ നമുക്ക് ഡിനോട്ട് ചെയ്യാം. ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് നോക്കുകയാണെങ്കിൽ ഞാൻ ഇട്ടു BR ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ബ്രാക്റ്റ് ഉണ്ട്, അടിയിൽ റെഡ്യൂസ്ഡ് ലീഫ് ഉണ്ട്. വാട്ട് അബൌട്ട് K? കാലിക്സ്. വാട്ട് അബൌട്ട് C? കൊറോള. വാട്ട് അബൌട്ട് A? ആൻട്രീഷ്യ. ചോദിച്ചോട്ടോ. വാട്ട് അബൌട്ട് G? ഗൈനീഷ്യ. വാട്ട് അബൌട്ട് G? അടിയിൽ വരാ, ഗൈനീഷ്യത്തിൽ തന്നെ സുപ്പീരിയർ ഓവറി. അപ്പോൾ വാട്ട് അബൌട്ട് G? മേലെ വരാ, ഇൻഫീരിയർ ഓവറി. അതിന് എഴുതേണ്ട ആവശ്യമില്ല, നമ്മളിതിന് മുന്നേ പറഞ്ഞാണ്. വാട്ട് അബൌട്ട് ദിസ്? പറഞ്ഞതാണ്, ആക്ടിനോമോർഫിക്. വാട്ട് അബൌട്ട് ദിസ്? സൈഗോമോർഫിക്. കിട്ടി. വാട്ട് അബൌട്ട് ദിസ്? മെയിൽ ഫ്ലവർ. ആൻഡ്രീഷ്യം മാത്രമേ ഉണ്ടാവുള്ളൂ. വാട്ട് അബൌട്ട് ദിസ്? ഫീമെയിൽ ഫ്ലവർ. ഓക്കെ, വാട്ട് അബൌട്ട് ദിസ്? ബൈസെക്ഷൽ. What about this? പെരിയാന്ത്. ഇത്രയും മനസ്സിലായോ? ഇത്രയും കാര്യങ്ങൾ എൻ്റെ മക്കൾക്ക് കിട്ടിയില്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇനി ഈ ഒരു സാധനം വളരെ സിമ്പിളാണ്. ഞാൻ ജസ്റ്റ് എഴുതാണ് K5. അതിൻ്റെ അർത്ഥം കാലിക്സ് 5 ഉണ്ടെന്നൊന്നും പറയരുത്, മണ്ടത്തരം പറയരുത്. കാലിക്സിൽ 5 സെപ്പൽസ് ഉണ്ട്, അതാണ് അർത്ഥം. 5 സെപ്പൽസ് എന്നാണ് നമ്മൾ പറയുന്നത്. അതേപോലെ തന്നെ ഇവിടെ ഇങ്ങനെ ബ്രാക്കറ്റ് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആ 5 ഫ്യൂസ്ഡ് ആണ്. അപ്പോൾ അതേപോലെ നമുക്ക് കൊറോള, ഇപ്പോൾ ഞാൻ ഒരു 10 ഇട്ടിട്ട് ഇങ്ങനെ ഇട്ടാൽ എന്താ അർത്ഥം? കൊറോളയിൽ 10 പെറ്റൽസ് ഉണ്ട്, അവരെല്ലാവരും ഫ്യൂസ്ഡ് ആണ്. ഫ്യൂസ്ഡ് മീൻസ് ഗാമോ പെറ്റാലസ്, ഗാമോ സെപ്പാലസ്. ഇനിയിപ്പോൾ ഇങ്ങനെ ഇട്ടാലോ? അറ്റാച്ച്ഡ് ആണ്. കൊറോള അറ്റാച്ച്ഡ് ടു ആൻഡ്രീഷ്യം, ദാറ്റ് ഈസ് പെറ്റൽ പ്ലസ് സ്റ്റെയ്മൻ. നമ്മൾ നേരത്തെ നോക്കിയിരുന്നു എപ്പി പെറ്റാലസ്. ഒന്ന് ബാക്കോട്ടിൻ്റെ മക്കൾ അടിച്ചാൽ കാണാം, എപ്പി പെറ്റാലസ്. നമ്മൾ കുറച്ച് മുമ്പ് എങ്ങനെ ഇട്ടിരുന്നു കേട്ടോ, എപ്പി പെറ്റാലസ് എന്നൊക്കെ വിളിക്കും. അപ്പോൾ ഇത്രയും സിമ്പിൾസ് ശരിക്കും അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ വളരെ സിമ്പിളായിട്ട് ഫ്ലോറൽ ഫോർമുല നമുക്ക് പഠിക്കാം. അപ്പോൾ സാറ് അതിനൊരു എക്സാമ്പിൾ നമുക്ക് കാണിച്ചു തരാം. നമുക്ക് കത്തുണ്ടോ നോക്ക്. ഓക്കെ, എന്നാൽ അവിടെ നോക്ക്. ഞാൻ വെറുതെ എൻ്റെ ഇഷ്ടത്തിന് ഞാൻ എഴുതുകയാണ് കേട്ടോ. ഇങ്ങനെ ഇട്ടാൽ ബൈസെക്ഷൽ, ആക്ടിനോമോർഫിക്, കാലിക്സ് 5 സെപ്പൽസ്, കൊറോള 5 പെറ്റൽസ്, അവരൊക്കെ ഫ്യൂസ്ഡ് ആണ്. ആൻഡ്രീഷ്യം 5. എന്താ ആൻഡ്രീഷ്യം 5 എന്നിട്ടാൽ 5 സ്റ്റേമൻ. ഇവർ ഇങ്ങനെ ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ട്, ദാറ്റ് ഈസ് എപ്പി പെറ്റാലസ്. ഈ വാക്കുകൾ ഇത് എഴുതുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ഗൈനീഷ്യം 2 ഉണ്ട്, ഫ്യൂസ്ഡ് ആണ്, സുപ്പീരിയർ ഓവറിയാണ്. കിട്ടിയല്ലോ? എടാ, ഇത് ഞാനിപ്പോൾ എഴുതിയത് സൊളനേഷ്യൻ്റെയാണ്. നിങ്ങൾ ഈ ഫോർമുല മാത്രം പഠിച്ചാൽ മതി. ഇനി ഇത് വെച്ചിട്ട് നമുക്ക് എഴുതാൻ പറ്റിയ പോയിന്റുകളുണ്ട്, ആ പോയിന്റുകളും പഠിക്കുക. അത്ര മാത്രം എൻ്റെ മക്കൾ പഠിച്ചു വെച്ചാൽ മതി.
ഇതിൽ പറ, ഇത് വെച്ച് എഴുതാൻ പറ്റിയ പോയിന്റ് എന്ന് പറഞ്ഞാൽ ബൈസെക്ഷൽ ആണ്, ആക്ടിനോമോർഫിക് ആണ്, പിന്നെ കാലിക്സ് കണ്ടെയ്ൻ 5 സെപ്പൽസ്, ദേ ആർ യുണൈറ്റഡ്, കൂടി ചേർന്നിരിക്കുകയാണ് ഗാമോസെപ്പൽസ്. ഇനി കൊറോളയിൽ 5 പെറ്റൽസ് ഉണ്ട്, ദേ ആർ യുണൈറ്റഡ്. ആൻഡ്രീഷ്യത്തിൽ 5 സ്റ്റേമൻസ് ഉണ്ട്, ദേ ആർ എപ്പിപെറ്റാലസ്. ഇങ്ങനത്തെ കാര്യങ്ങൾ എഴുതുക. ഗൈനീഷ്യം 2 കാർപ്പലാണ്, ബൈകാർപ്പലറി, സുപ്പീരിയർ ഓവറി. എൻ്റെ ഒരു പോയിന്റ് കൂടി പഠിച്ചത് ഇതിൽ ആക്സിയൽ പ്ലാസൻറ്റേഷൻ ഒക്കെയാണ് കേട്ടോ. ആക്സിയൽ പ്ലാസൻറ്റേഷൻ എടാ മതിയടാ, സൊളനേഷ്യ നിങ്ങളോട് ചോദിക്കാവുന്നതിൻ്റെ മാക്സിമാണിത്. നിങ്ങൾക്ക് ഈ ഫോർമുല കാണാതെ ഈ ഫോർമുല ഒന്ന് പഠിച്ചേക്കണം കേട്ടോ. ആ ഒരു ബുദ്ധിമുട്ടുണ്ട്. ഇത് കണ്ടാൽ നമുക്ക് എഴുതാൻ പറ്റണം, ഇതിൻ്റെ ഓരോരോ പോയിന്റ്സ് നമുക്ക് എഴുതാൻ പറ്റണം. ദാറ്റ്സ് ഓൾ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ടെക്സ്റ്റിലുള്ള മറ്റൊരാളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ദിസ് ഈസ് മസ്റ്റാർഡ് ഫാമിലി. 2 പഠിക്കാണ്ട് കേട്ടോ, ഒന്നല്ലേ. മസ്റ്റാർഡ് ഫാമിലി അഥവാ ബ്രാസിക്കേഷ്യ മസ്റ്റാർഡ് ഫാമിലി. അതിൻ്റെ നോക്കി എൻ്റെ മക്കൾക്ക് പറയാൻ പറ്റും. ആക്ടിനോമോർഫിക്, ബൈസെക്ഷൽ, കാലിക്സിൽ 2+2. അതെന്താണ് 2+2? 2 ഉള്ളിലും 2 പുറത്തു. ഇവിടെ ഈ ചിത്രം നോക്കിയേ, ഫ്ലോറൽ ഡയഗ്രം. ഇത് 2 ഉള്ളിൽ, ഇത് കണ്ടോ, ഇതും പുറത്ത്, ഇവനും പുറത്ത്. അതാണ് 2+2. ഇനി കൊറോള 4 കൊറോള കണ്ടോ, ഇതുണ്ടോ, ജസ്റ്റ് ഇങ്ങനെ നിൽക്കുകയാണ്. നെക്സ്റ്റ് ആൻഡ്രീഷ്യം കണ്ടോ, 2+4. എന്താണ് 2+4? 2 ആൻഡ്രീഷ്യം പുറത്താണ് കണ്ടോ, വട്ടം വരച്ച് കഴിഞ്ഞാൽ പുറത്ത്. 4 ഒരേ വട്ടത്തിൽ ഉള്ളിൽ കണ്ടോ, 4 കണ്ടോ, 4 ഇങ്ങനെ ഉള്ളിൽ. അതാണ് 2+4 പുറത്തിൽ. നെക്സ്റ്റ് ഗൈനീഷ്യം 2 ബൈകാർപ്പലറി കണ്ടോ, 1 കാർപ്പൽ, 2ാമത്തെ കാർപ്പൽ. ആൻഡ് ദേ ആർ സുപ്പീരിയർ ഓവറി. അതങ്ങനെ നമുക്ക് ഫിഗറിൽ കാണിക്കാൻ പറ്റില്ല. ഓക്കെ, ഇത്ര കാര്യങ്ങളുള്ളൂ. മസ്റ്റാർഡ് ഫാമിലി നിങ്ങൾ പഠിച്ചേക്കേണ്ട ഒന്നുമില്ലടാ. ഈ ഫോർമുല ഒന്ന് പഠിച്ചു വെച്ചാൽ മതി. ഇത് കണ്ടോ, അടിയിൽ വരണ്ടേ. ഓക്കെ, ഫോർമുല പഠിച്ചു വെക്കുക. ഇത് വെച്ചിട്ട് ജസ്റ്റ് പറയാൻ പറ്റുക, പേരും ഫോർമുലയും മാത്രം മതി. ഇതാണ് ഫ്ലോറൽ ഡയഗ്രാം കേട്ടോ. ഇതിൻ്റെ ഈ മദർ ആക്സിസിനെ റെപ്രസെൻറ്റ് ചെയ്യാനാണിത്. ജസ്റ്റ് നിങ്ങൾ ആ ഡയഗ്രാം പഠിച്ചാൽ മതി. ഇത് മസ്റ്റാർഡ് ഫാമിലിയാണ്. ഇതാണ് നമ്മൾ പഠിച്ച സൊളനേഷ്യൻ്റെ സാധനം കണ്ടോ. സൊളനേഷ്യൻ്റെ ഫിഗർ ഇതാണ്. വേറെ എങ്ങോട്ടും നോക്കണ്ട, ഇത് മാത്രം, ഈ ഒരു ഫിഗർ മാത്രം നോക്കിയാൽ മതി. സൊളനേഷ്യ. ഓക്കെ മക്കളെ, മതി. അത്ര കാര്യങ്ങളുള്ളൂ. അതേപോലെ സൊളനേഷ്യൻ്റെ എക്സാമ്പിൾസ് വേണമെങ്കിൽ നമുക്ക് നോക്കാം. അപ്പോൾ ഉദാഹരണത്തിന് സൊളനേഷ്യ ലാർജസ്റ്റ് ഫാമിലി, ദാറ്റ് ഈസ് പൊട്ടാറ്റോ ഫാമിലിയാണ് സൊളനേഷ്യ. അതിൽ നമുക്ക് പൊട്ടാറ്റോ ഫാമിലിയാണ്, ലാർജസ്റ്റ് ഫാമിലിയാണ്. ഈ ഒരു 1-2 എക്സ്ട്രാ സാധനങ്ങൾ മാത്രം നമ്മൾ നോക്കിയാൽ മതി. പിന്നെ വേണമെങ്കിൽ നമുക്ക് നോക്കാം, അതിൽ ടൊമാറ്റോ ഉണ്ട്, ബ്രിഞ്ചാൾ ഉണ്ട്, അശ്വഗന്ധ ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ അതിലുണ്ട്, എക്സാമ്പിൾസ് ഉണ്ട്. ജസ്റ്റ് അതൊന്ന് ഓർമ്മയിൽ വെച്ചാൽ മതി. അതൊന്നും അത്ര ഒരു സീരിയസ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യണമെന്നില്ല, പരീക്ഷയ്ക്ക് വരണം എന്നില്ല. മക്കളെ, ഇനി ഇതിൻ്റെ ക്വസ്റ്റ്യൻസുകളിലേക്കൊന്ന് നമുക്കൊന്ന് എത്തി നോക്കാം. എന്നാടാ എല്ലാ ക്വസ്റ്റ്യനും എല്ലാവരും ചെയ്തിട്ട് എണീക്കാൻ പാടുള്ളൂ കേട്ടോ. ഇത്രയും നേരം പഠിച്ചതിന് കാര്യം ഉണ്ടാവണം. ഒബ്സർവ് ദ ഫോളോയിങ് ഡയഗ്രാം, A and B, ഐഡൻറ്റിഫൈ ദ പ്ലാസൻറ്റേഷൻ. മക്കളെ പറയാൻ പറ്റുമോ? ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എപ്പോഴും വരുന്നതാണ്. 1 എന്ത് പ്ലാസൻറ്റേഷനാടാ സാർ? ഒന്ന് കളർ മാറ്റി എഴുതാം. എന്നാൽ ഉള്ളിൽ എഴുതാൻ പറ്റുമോ, പുറത്ത് ഉള്ളിലും കൂടി എഴുതാൻ പറ്റുന്ന കളർ എടുക്കാം. എന്നാൽ നോക്ക്, എന്ത് പ്ലാസൻറ്റേഷനാണ്? ആക്സിയൽ പ്ലാസൻറ്റേഷൻ. ഇതെന്ത് പ്ലാസൻറ്റേഷനാണ്? പെരൈറ്റൽ പ്ലാസൻറ്റേഷൻ. ഓക്കെ, അത്രേ ഉള്ളൂ. സെയിം സിമ്പിൾ ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് അതേപോലത്തെ ഒന്ന് സാർ പറഞ്ഞിരുന്നു. ഒബ്സർവ് ദ ഫോളോയിങ് റിലേഷൻഷിപ്പ്. എടാ ഇത് ഈ ചാപ്റ്ററിലുള്ള അല്ല കേട്ടോ, ബി ഈ ചാപ്റ്ററിലുള്ള. നമുക്ക് വേറെയിൽ നോക്കാം, വേറെ ചാപ്റ്ററിലാണ് കേട്ടോ. ഇതിൽ കയറിപ്പോയതാണ്. പ്ലിമ്യൂൾ കോളിയോപ്റ്റൽ, റാഡിക്കൽ കോളിയോറൈസ. സാർ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ക്ലാസ് പറയുന്ന സമയത്ത് പറഞ്ഞിരുന്നു. ഓക്കെ, ഇങ്ങനത്തെ വളരെ സിമ്പിളായിട്ടുള്ള സാധനങ്ങളെ വരുള്ളൂ. ഇനി ഒന്ന് നോക്കിയടാ. ചൂസ് ദ കറക്റ്റ് ആൻസർ. അറേഞ്ച്മെൻറ്റ് ഓഫ് വെയിൻസ് ആൻഡ് വെയിൻലെറ്റ്സ് ഇൻ ദ ലീഫ് ലാമിന, അല്ലെങ്കിൽ ലീഫിൽ വെയിൻസിൻ്റെ അറേഞ്ച്മെൻറ്റ്. എൻ്റെ മക്കൾ പറ, വാട്ട് ഈസ് ഫില്ലോടാക്സി? അറേഞ്ച്മെൻറ്റ് ഓഫ് ലീഫ് ഓൺ സ്റ്റെം ഓർ ബ്രാഞ്ച്. ദിസ് ഈസ്, ഇപ്പോൾ ഇതിൻ്റെ ആൻസർ വീനേഷൻ ആണ് വരിക. വീനേഷൻ. പറ, വാട്ട് ഈസ് ഇൻഫ്ലോറസൻസ്? അറേഞ്ച്മെൻറ്റ് ഓഫ് ഫ്ലവർ ഓൺ ഫ്ലോറൽ ആക്സിസ്. വാട്ട് ഈസ് പ്ലാസൻറ്റേഷൻ? അറേഞ്ച്മെൻറ്റ് ഓഫ് ഓവ്യൂൾ ഓൺ ഓവറി. അങ്ങനെ എല്ലാം നമുക്കൊന്ന് നോക്കിയിട്ട് പോവാം. എടാ നോക്ക്, എ ഫ്ലവർ ഹാവിങ് ബോത്ത് ഗൈനീഷ്യം ആൻഡ് ആൻഡ്രീഷ്യം. ഗൈനീഷ്യം എന്ന് പറഞ്ഞാൽ ഫീമെയിൽ, ആൻഡ്രീഷ്യം എന്ന് പറഞ്ഞാൽ മെയിൽ. അപ്പോൾ ഇനിയൊന്ന് വായിച്ചു നോക്കിയേ. എ ഫ്ലവർ ഹാസ് ബോത്ത് ഫീമെയിൽ ആൻഡ് മെയിൽ. സിമ്പിൾ, നമുക്കറിയാം. ബൈസെക്ഷൽ ഫ്ലവർ, ബൈസെക്ഷൽ. ഇങ്ങനെയല്ല നമ്മൾ സിമ്പിൾ ഇടുക.
ഓക്കെ അല്ലേ? സെറ്റ് മതി. നെക്സ്റ്റ് ദ ടൈപ്പ് ഓഫ് ഇൻഫ്ലോറസൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ടൈപ്പ് ഓഫ് ഇൻഫ്ലോറസൻസ് അപ്പം തന്നെ നമ്മൾ മനസ്സിലേക്ക് കൊണ്ടുവരിക 2 ടൈപ്പാണ്, റെസിമോസും സൈമോസും. മെയിൻ ആക്സിസ് കണ്ടിന്യൂസ് ടു ഗ്രോ, മെയിൻ ആക്സിസ് വളർന്നുകൊണ്ടേയിരിക്കുക, റെസിമോസ്. അപ്പം എൻ്റെ മക്കൾ പറ, വാട്ട് അബൌട്ട് സൈമോസിൽ എങ്ങനെയാണ് ഉണ്ടാവുക? മെയിൻ ആക്സിസ് ടെർമിനേറ്റ് വിത്ത് ഫ്ലവർ, മെയിൻ ആക്സിസിൽ ഫ്ലവറിൽ അവസാനിക്കും. നെക്സ്റ്റ് ഒക്കെ ചോദിച്ച ക്വസ്റ്റ്യൻ, എസ്റ്റിവേഷൻ. ഐഡൻറ്റിഫൈ ദ ടൈപ്സ് ഓഫ് എ ആൻഡ് ബി. എസ്റ്റിവേഷൻ ഇത് കുറച്ചും കൂടി ഒന്ന് ചൊറുക്കാക്കി എന്നുള്ളൂ. കണ്ടോ, ജസ്റ്റ് ടച്ചസ് അല്ലേ? ഏതാടാ ഫസ്റ്റ് വൺ? വാൽവേറ്റ്. ഇത് കണ്ടോ, ഇതൊരു ഓർഡർ ഇല്ല. ഓർഡർ ഉണ്ടോ? ഓർഡർ ഉണ്ട്. ഇതിന് അല്ലേ ഇങ്ങോട്ട് തിരിച്ച് അല്ലേ ഇങ്ങനെ കറക്റ്റായിട്ടാണ് ഇത് കിടക്കണത് അല്ലേ? എല്ലാവരും ഒരു ഓർഡറിലല്ലേ കിടക്കണത്. ഇതിനെ ഇത് ഓവർലാപ്പ് ചെയ്യാതെ അതിന് ഇത് ഇല്ല, അങ്ങനെ തിരിച്ചു പോകാം. നോക്കാം. ഇതിനെ ഇത് ഓവർലാപ്പ് ചെയ്തിക്കണ്, ഇതിനെ ഇത് ഓവർലാപ്പ് ചെയ്തിക്കണ്, ഇതിനെ ഇത് ഓവർലാപ്പ് ചെയ്തിക്കണ്, ഇതിനെ ഇത് ഓവർലാപ്പ് ചെയ്തിക്കണ്, ഇതിനെ ഇത് ഓവർലാപ്പ് ചെയ്തിക്കണ്. കണ്ടോ, ഒരു ഓർഡറിലാണ്, എല്ലാവരും ഓർഡറിലാണ് ഓവർലാപ്പ് ചെയ്തിട്ടുള്ളത്. ദാറ്റ് ഈസ് ട്വിസ്റ്റഡ്. ഇനി ഇത് തമ്മിൽ എങ്ങനെയാണ് വേർതിരിക്കുക? ഹൗ വിൽ യു ഡിസ്റ്റിങ്വിഷ് എ ആൻഡ് ബി? പറ എങ്ങനെയാണ്? മാർജിൻസ് ആർ ജസ്റ്റ് ടച്ചസ്. Margins are overlapped in a order. Overlapped in an order. ഒരു ഓർഡറിൽ ഓവർലാപ്പ് ചെയ്യുക. That is twisted. മതി. Same question. Write the names of the estivation figure. Identify estivation of petal in pea plant. പീ പ്ലാന്റിൽ ഏത് എസ്റ്റിവേഷൻ ആണ്? പറടാ. പി ഇതിലല്ലേ വെക്സിലറി. ഇത് ഏതൊക്കെയാണ് എസ്റ്റിവേഷൻ? വാൽവേറ്റ്. ഇത് ട്വിസ്റ്റഡ് ആണ്. കണ്ടോ, എല്ലാതും കറക്റ്റ് ഓവർലാപ്പ്. ട്വിസ്റ്റഡ് സാർ എഴുതാം. വാൽവേറ്റ്, ട്വിസ്റ്റഡ്, വെക്സിലറി അല്ലേ? ഇതിൽ ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഐഡൻറ്റിഫൈ ദ എസ്റ്റിവേഷൻ ഓഫ് പെറ്റൽ ഇൻ പി. പി ഈസ് വെക്സിലറി. നമ്മൾ എക്സാമ്പിൾ പഠിച്ചാണല്ലേ? പി വെക്സിലറിയുടെ എക്സാമ്പിളാണ്. മതി മക്കളെ, വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ. ഇത് ഒരുപാട് തവണ വന്നിട്ടുണ്ടെന്ന് സാറ് പറഞ്ഞു. ഇവനെയാണ് ഇതിൽ മാർക്ക് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ട്. അല്യൂറോൺ ലെയർ. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ പഠിച്ചോട്ടോ. ഇത് പഠിച്ചു പോയിക്കോ. സാറ് സെലക്ട് ചെയ്തിട്ടാണ്. ഇത് മക്കൾക്ക് അറിയാം. കോളിയോപ്റ്റൈൽ, പ്ലിമ്യൂൾ, റാഡിക്കൽ. ഇനി ഇവിടെ ഒന്നും കൂടി ഉണ്ടെങ്കിൽ കോളിയോറൈസ. കണ്ടോ, മതി, പഠിച്ചോളൂ. നെക്സ്റ്റ്, വെരി സിമ്പിൾ. നെയിം ദ ടൈപ്പ് ഓഫ് ഫ്ലവർ എ ബി. ഗീവ് 1 എക്സാമ്പിൾ. കണ്ടോ, 1 എക്സാമ്പിൾ നമ്മളോട് ചോദിക്കുള്ളൂ. കണ്ടോ, 1 എക്സാമ്പിൾ പറടാ. ഇത് ഏതാടാ? ഹൈപ്പോഗൈനസ്. ഇത് എപ്പിഗൈനസ് അല്ലേ? ചൈന റോസ് കൊടുക്കാം, ഇവിടെ സൺഫ്ലവർ കൊടുക്കാം. എക്സാമ്പിൾസ് വെരി സിമ്പിൾ. ഫിഗർ ബേസ്ഡ് ആയിരിക്കും മിക്കവാറും ക്വസ്റ്റ്യൻ. റൈറ്റ് 2 ഡിഫറൻസ് ബിറ്റ്വീൻ റെസിമോസ് ആൻഡ് സൈമോസ്. മക്കളെ ഒന്ന് പറഞ്ഞേടാ. റെസിമോസ് അതേപോലെ തന്നെ സൈമോസ്. റെസിമോസിൽ എന്ത് ഓർഡറാണ്? എക്രോപെറ്റലാണ്. സൈമോസിൽ ബേസിപ്പെറ്റലാണ്. റെസിമോസിൽ മെയിൻ ആക്സിസ് കണ്ടിന്യൂസ് ടു ഗ്രോ അല്ലേ? ഇവിടെ മെയിൻ ആക്സിസ് ടെർമിനേറ്റ് അവസാനിക്കുക. ടെർമിനേറ്റ് ആസ് ഫ്ലവർ. മെയിൻ ആക്സിസ് ടെർമിനേറ്റ് ആസ് ഫ്ലവർ. 2 ഡിഫറൻസ്. സിമ്പിൾ, നമുക്ക് എഴുതി കൊടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഇതൊന്നും ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നരുത്. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ. അയ്യോ, ടിമ്പിൾ. എക്സാമ്പിൾ വെച്ചിട്ട് ഇതിനെ മാർക്ക് ചെയ്യുക. നമുക്കറിയാം കലോട്രോപ്പിസ് വാൽവേറ്റ്. ഓക്കെ, നെക്സ്റ്റ് പി വളരെ സിമ്പിൾ, നമുക്കറിയാവുന്നത് വെക്സിലറി. ഓക്കെ, അതേപോലെ തന്നെ ചൈന റോസ് ട്വിസ്റ്റഡ്, കാഷ്യ, ഗുൽമോഹർ, ഇംബ്രിക്കേറ്റ്. അപ്പം ഇനിയിപ്പോൾ ഇവിടെ എഴുതുകയാണെങ്കിൽ വെക്സിലറി ഡി, വാൽവേറ്റ് ഇ എ, ട്വിസ്റ്റഡ് ബി, ഇംബ്രിക്കേറ്റ് സി. കണ്ടോ, ആ ഒരു രീതിയിൽ വളരെ സിമ്പിൾ. എക്സാമ്പിൾ ഓരോന്നും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പഠിച്ചു പോവുക. ഫിഗർ അത്ര ക്ലിയർ അല്ല. ഐഡൻറ്റിഫൈ ദ ഫില്ലോടാക്സി എ ആൻഡ് ബി. എക്സ്പ്ലെയിൻ ദം. പറടാ. ഇത് കണ്ടോ, ഓപ്പോസിറ്റ് ആണ് ഉദ്ദേശിച്ചത്. കണ്ടോ, ഓപ്പോസിറ്റ്. ഇത് വോൾഡ്. പറടാ, എന്താണ് ഓപ്പോസിറ്റും വോൾഡും? 2 leaves from a node is opposite.
മോർ ദാൻ 2 ലീവ്സ് ഫ്രം എ നോട്ട് ഈസ് വോൾട്ട്. ഓരോ എക്സാമ്പിളും ചാമ്പി കൊടുത്തോണ്ടി. നമ്മൾ പഠിച്ച ക്വസ്റ്റ്യൻസ് ക്ലാസ് കേട്ട റൈറ്റ് എനി 2 ഡിഫറൻസ് ബിറ്റ്വീൻ സെയിം റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ. മറ്റൊരു ഇയറിൽ വന്നതായിരിക്കും, വളരെ ഇമ്പോർട്ടൻറ്റ്. ആൻഡ് അഗെയിൻ സെയിം, നമ്മൾ ഓൾറെഡി ചെയ്ത ക്വസ്റ്റ്യൻസ്. എടാ ഇനി അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി ചെയ്ത ക്വസ്റ്റ്യൻസ് ഒരുപാട് വരും. Right, the type of compound leaves. Give one example. Very simple. Pinnately compoundum, palmately compoundum, neemum, silk cottonum, neemum, silk cottonum. കൂടെ നിന്നിട്ട് ഇത്രയും നേരം ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു രോമാഞ്ചിഫിക്കേഷൻ ഇല്ലേ മക്കളെ, അത് കിട്ടട്ടെ. അത് പരീക്ഷാ ഹാളിൻ്റെ നമുക്ക് കിട്ടും. വെരി സിമ്പിൾ. ഇവരൊക്കെ ആരൊക്കെയാണ് ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയുന്നുണ്ട്. 1 or 2 സെൻറ്റൻസ്. ദിസ് ഇസ് മാർജിനൽ. കണ്ടോ, ജസ്റ്റ് മാർജിൻസിലായിരിക്കും ഓരോ ഓവ്യൂൾസും ഉണ്ടാവുക. പി പയറാണ് എക്സാമ്പിൾ. ദിസ് ഇസ് ആക്സിയൽ സെപ്റ്റ് ഉണ്ടാവും, പിന്നെ മൾട്ടി ലോക്യുലർ ആവും, നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. ദിസ് ഇസ് ഫ്രീ സെൻട്രൽ, നോ സെപ്റ്റ, ഓവ്യൂൾസ് ഓൺ ദ സെൻറ്റർ. മതി, ഞാൻ ഇപ്പോൾ പോയിന്റ്സ് പറഞ്ഞു കഴിഞ്ഞു. ഒന്നും കൂടി. ദിസ് ഇസ് മാർജിനൽ. എക്സാമ്പിൾ പി, ഓവ്യൂൾസ് അറേഞ്ച്ഡ് ഓൺ ദ മാർജിൻ. അങ്ങനെ എഴുതാം. ദിസ് ഇസ് ആക്സിയൽ, ദേ ഹാവ് സെപ്റ്റ ആൻഡ് മൾട്ടി ലോക്യുലർ. ദിസ് ഇസ് ഫ്രീ സെൻട്രൽ, നോ സെപ്റ്റ ആൻഡ് ഓവ്യൂൾസ് ഓൺ ദ സെൻറ്റർ. മതിയടാ ഒരുപാടായി. അറേഞ്ച്മെന്റ് ഓഫ് ഫ്ലവർ ഓൺ ഫ്ലോറൽ ആക്സിസ് ഈസ് കോൾഡ് ഇൻഫ്ലോറസൻസ് അല്ലേ, ഫ്ലവർ. ഇനി ഇതിൻ്റെ എസ്റ്റിവേഷൻ എന്താണെന്ന് അറിയാം, ഫിലോടാക്സി അറിയാം, പ്ലാസന്റേഷൻ അറിയാം, ഒക്കെ നമുക്കറിയാം. ഹൗ ക്യാൻ യു ഡിഫറൻഷിയേറ്റ് ആക്ടിനോമോർഫിക് ഫ്ലവർ ആൻഡ് സൈഗോമോർഫിക് ഫ്ലവർ? എൻ്റെ മക്കൾക്ക് അറിയാം. ആക്ടിനോമോർഫിക് എന്ന് പറഞ്ഞാൽ എന്ത് സിമെട്രിയാടാ? റേഡിയൽ സിമെട്രിയാണ്. സൈഗോമോർഫിക് എന്ന് പറഞ്ഞാൽ എന്ത് സിമെട്രിയാടാ? ബൈലാട്രൽ സിമെട്രിയാണ്. അതിൻ്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞു, എനി പ്ലെയിൻ പാസിംഗ് ത്രൂ ദ സെൻറ്റർ ക്യാൻ ഡിവൈഡ് ഇൻ ടു ഈക്വൽ ഹാഫ്സ് എന്നുള്ളത് ആക്ടിനോമോർഫിക്. ഓൺലി 1 പ്ലെയിൻ പാസിംഗ് ത്രൂ ദ സെൻറ്റർ ക്യാൻ ഡിവൈഡ് ഇൻ ടു ഈക്വൽ ഹാഫ്സ്. ഇത് നമ്മൾ അനിമൽ കിങ്ഡത്തിൽ പഠിക്കണം. അതേ സെൻറ്റൻസ് ഇവിടെ കൊണ്ടുപോയി ചാമ്പി കൊടുത്താൽ മതി, വേറെ ഒന്നും വേണ്ട. എടാ ഐഡൻറ്റിഫൈ ദ ഫാമിലി. ഇത് നിങ്ങൾക്ക് ക്ലിയർ ആണോ എന്നറിയില്ല. ഇത് സൊളനേഷ്യയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് കേട്ടോ, വേറെ ഒന്നും നമുക്ക് ചോദിക്കില്ല. റൈറ്റ് എനി 3 പോയിന്റ്സ്. അതായത് ഇതിൻ്റെ ഗൈനീഷ്യത്തിനെ കുറിച്ചും കാര്യങ്ങളൊക്കെ പോയിന്റ്സ് ചെയ്താൽ. അതായത് ബൈകാർപ്പലറി, ദേ ആർ സിങ്കാർപ്പസ് എന്ന് പറഞ്ഞാൽ ഫ്യൂസ്ഡ്. കണ്ടോ, അവിടെ ബ്രാക്കറ്റ് ഉണ്ടാവും. ഇപ്പം ഇതിൽ ജി ഇങ്ങനെ 2 അല്ലേ, ഇതാ നോക്ക്, നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നുള്ളൂ. ബൈകാർപ്പലറി. എന്താ സാറേ ബൈകാർപ്പലറി? 2 കാർപ്പലുണ്ട്, 2 അവർ ഫ്യൂസ്ഡ് ആണ്. ദാറ്റ് ഈസ് സിങ്കാർപ്പസ്. ഈ ടേംസ് ഒക്കെ നമ്മൾ മുന്നേ പഠിച്ചാണ്. അപ്പോകാർപ്പസ്, സിങ്കാർപ്പസ്. നീ അടിയിൽ വരല്ലേ. സോ സുപ്പീരിയർ ഓവറി. കണ്ടോ, ഇങ്ങനത്തെ കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി. ഓക്കെ അല്ലേ? ഇത്രയേ ഉള്ളൂ. ഈ ക്വസ്റ്റ്യൻസ് ടഫ് ആവാനില്ല സാർ. എല്ലാ ഏരിയയിലുള്ള ക്വസ്റ്റ്യൻസും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് കേട്ടോ. മാക്സിമം ഇത് ഓൾറെഡി വന്നതാണ്. ഇനിയിപ്പോൾ ഇതിനെക്കുറിച്ചൊന്നും പറയാനില്ല. പെരിഗൈനസ്, എപ്പിഗൈനസ്, ഹൈപ്പോഗൈനസ്. Okay, that's all. കഴിഞ്ഞു മക്കളെ, കഴിഞ്ഞു. സാറിൻ്റെ മക്കൾക്ക് ഫുൾ മാർക്ക് അടിക്കടാ. 100% സാർ ഉറപ്പ് തരാം. സാറെ കൂടെ നിന്ന് ക്ലാസ്സിൽ നിന്നവർക്ക് ഫുൾ ഉറപ്പാണ് മക്കളെ, ഉറപ്പാണ്. മക്കളെ ആ ക്വസ്റ്റ്യൻസും സാർ ഉൾപ്പെടുത്തിയതും ഒന്നും കൂടി വീഡിയോസിൽ കണ്ടിട്ട് ആ നോട്ട്സൊക്കെ ഒന്ന് എഴുതിയെടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ദമ്മാണ് മാർക്ക്. ഓക്കെ അല്ലേ? അപ്പോൾ ശരി, താങ്ക് യു.